السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا وطبيب قلوبنا وقرة أعيننا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صدق الله المولانا العظيم. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ സ്ഥലം ഖതീബും എൻ്റെ പ്രിയ സുഹൃത്തും അതേപോലെ നമ്മുടെ കർണാടക കേരള കരയിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുന പാത്തൂർ ഉസ്താദിൻ്റെ പൊന്നോമന പുത്രനുമായ ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈസി ഉസ്താദ് അവർകളെ, അതേപോലെ സ്റ്റേജിൽ ഉപവിഷ്ടരായ എൻ്റെ പ്രിയ സുഹൃത്തും സമർത്ഥയുടെ സമർത്ഥനായ പ്രവർത്തകനും കൂടിയായ ജമാലുദ്ദീൻ ദാരിമി ഉസ്താദ്, അതേപോലെ പ്രിയ സുഹൃത്ത് സമസ്തയുടെ എല്ലാ മേഖലകളിലും തിളങ്ങുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ യമാനി ഉസ്താദ്, സ്റ്റേജിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട അസ്ലമി ഉസ്താദ്, അതേപോലെ മറ്റും ബഹുമാന്യരായ ഉലമാക്കളെ, അതേപോലെ മളലി ജുമാഅത്ത് പള്ളിയുടെ ഗൗരവാധ്യക്ഷരായ ബഹുമാനപ്പെട്ട മാമു മനേൽ, അതേപോലെ അബ്ദുൾ റസാഖ്, അതേപോലെ എം അബൂബക്കർ തുടങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട ഉമറാക്കളെ, SKSSF മളലി യൂണിറ്റിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇഖ്ബാൽ, അതേപോലെ SKSSFിൻ്റെ സമർത്ഥരായ നേതാക്കന്മാരെ, കൂടിയ എൻ്റെ സ്നേഹനിധികളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹീത സ്വർഗ്ഗത്തിൽ നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനീങ്ങളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാ ഓരോരുത്തരുടെ സർവ്വലാഹിറും ബാത്തിനുമായ രോഗങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫയാക്കി തരുമാറാവട്ടെ. തിരുസത്തെ മുഅ്മിനീങ്ങളെ, മളലി ശാഖ SKSSFയുടെ അധീനത്തിൽ സുന്ദരമായ രോഗികളും കഷ്ടപ്പാടും അനുഭവിക്കട പോലത്തെ ആളുമാർക്ക് അത്യുപയുക്ത ഉപകരണ ഉള്ളി പോലത്തെ നല്ലൊരു സഹചാരി സെന്ററുടെ ഉദ്ഘാടന കാര്യക്രമ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാകളുടെ മഹിതമായ സംഘടനയുടെ മുഷാവറ മെമ്പറായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഫൈസി ഉസ്താദ് ഉദ്ഘാടനാക്കിത്ത് ഞങ്ങൾക്ക് അകത്തിന്ന് നല്ല നല്ല മാഹിതി എല്ലാം ഞങ്ങളെ മുന്നിൽ ഉപയോഗിച്ച് തന്നു. മാഷാ അല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല അതിക്ക് ബേനായിട്ട് ഖിദ്മത്ത് എടുത്ത ആളുമാർ, ഓടി നടന്ന ആളുമാർക്ക് തക്കതായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ നീളറായത്തെ മദ്രസത്തിൽ പഠിപ്പാട്ട ഉസ്താദുമാറുള്ളവർ, മുട്ടത്തെ പള്ളിയുടെ ഖതീബായിട്ടുള്ള ബഹുമാനപ്പെട്ട ഹമീദ് സഖാഫി ഉസ്താദുള്ള വേദിയിലുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ.
പിരിസത്തെ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ കളുടെ മഹിതമായ സംഘടനയുടെ അധീനത്തിലുള്ള ഒരു സുന്ദരമായ ഒരു സംരംഭമായിട്ട് SKSSF. അത് എന്തുകൂടെ ഉണ്ടായിട്ട് ഇണ്ട് കേട്ടെങ്കിൽ പരിശുദ്ധ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ಅದರ ತತ್ವ ಸಿದ್ಧಾಂತತೆ ಈ ಸಮುದಾಯಕ್ಕೆ ತೆರಿಪಾಟುಗೂ ആ തത്വ സിദ്ധാന്ത അനുസരിച്ചിട്ട് ജീവനം നടത്തുന്ന നല്ലൊരു തലമാറ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയായിട്ട് സമസ്ത ചെറുടെ ആ മഹിതമായ സംഘടനക്ക് വയസ്സ് 98 കഴിഞ്ഞിട്ട് 99 100ാമത്തെ വാർഷികത്തെ തെരുളായിട്ടിക്കടതിൻ്റെ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടുള്ളത്. അതിന് വിവിധ കാര്യക്രമ ചൊമ്മറായത്തിലെല്ലാം നടന്നുകൊണ്ടുണ്ട്. പ്രത്യേക ഫസ്റ്റിಗೆ എന്നൊക്കെ നിങ്ങളൊട്ടിಗೆ ನೆನಪಾക്കുള്ളത് SKSSF സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അധീനത്തിൽ നടക്കടെ കലോത്സവ അഥവാ ഞങ്ങളെ ബാലക്കാർ വിവിധ സ്പർധാ കാര്യക്രമ അത് ഐതിഹാസിക രൂപത്തിൽ ചൊമ്മ ആളുമാർ സേരുടെ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഈ ഉമ്മത്തിലെ അഗ്രഗണ്യനായ നേതാവായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖുന സയ്യിദുൽ ഉലമായുടെ നേതൃത്വത്തിൽ ഉന്നതമായ രീതിയിൽ നാളെ മൈസൂരിൽ നടക്കുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ റായത്തെ പ്രതി ഒരാളും ആ സംരംഭത്തിൽ ഭാഗിയായിട്ട് അത് യശസ്വിയാക്കണം ചെന്നൊരു പ്രത്യേക നടപ്പാക്കട്ടെ. അതിനെ ഒട്ടിಗೆ അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ കൈക്കമ്പ വളയ സമിതിയുടെ അധീനത്തിൽ നാളെ പോണുന്ന താരീഖ് 2 കൈക്കമ്പ ജംഗ്ഷനിൽ നൂറെ അജ്മീർ ചെറുടെ ആധ്യാത്മിക സുന്ദരമായ മജ്ലിസും ബഹുമാനപ്പെട്ട ശൈഖുന MT ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കടെ മഹിളാ കോളേജിലെ പദവി പ്രധാന സമാരംഭവും നടക്കുകൊണ്ടു. ആ സംരംഭത്തിലും നിങ്ങളെല്ലാവരും ഭാഗിയാവുടർ ചെന്നൊരു പേര് ചൊല്ലുടെ അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. പിരിസത്തെ മുഅ്മിനീങ്ങളെ, എന്തിಗೆ ബാനായിട്ട് ഇങ്ങനത്തെ ഈ കാര്യക്രമം നടത്തിയിട്ടുള്ളത്? ഇതൊരു പാർട്ടിയാ, ഇതൊരു പങ്കടമ അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജകീയ സിദ്ധാന്തവും അല്ല. പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിയെ പരിശുദ്ധ ഇസ്ലാമിയുടെ ഒറിജിനാലിറ്റിയുടെ ഈ സമുദായത്തിന് എത്തുപാട്ടി കൊടുക്കുന്നതും അത് കാത്ത് സംരക്ഷണാക്കുന്നതും ഞങ്ങളെല്ലാവരും ഹക്കായിട്ട് ഈ ദീനയുടെ ബെൽക്കിരി അത് പൊളിഞ്ഞു പോവാണ്ട് ഖിയാമനാളത്തോളം സൂക്ഷിക്കടതിരെ ജവാബ്ദാരി വഹിച്ച ആളുമാറായിട്ട് കിട ഞങ്ങൾ എല്ലാവരും അതൊരു ഭാഗമായിട്ട് കിട ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പരിശുദ്ധ ഇസ്ലാമിയുടെ സമ്പൂർണത്തെ പ്രഖ്യാപന ആക്കിയാൽ പിന്നെ ഹജ്ജത്തുൽ വദാഇടണ്ട് അറഫ മൈതാനത്തിൽ പ്രസംഗാക്കട സന്ദർഭത്തിൽ ചൊമ്മ ബിസൈറിൽ ചെന്നിട്ട് ഇസ്ലാമിയുടെ പൂർത്തീകരണ കഴിഞ്ഞാൽ പിന്നെ ഒരു പളക്കച്ചലട് ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ്. ഈ സംരംഭത്തെ, ഈ ദൗത്യത്തെ, ഈ തത്വ സിദ്ധാന്തത്തെ, ഈ ആചാര വിചാരത്തെ, ഈ സംസ്കൃതിയുടെ ഖിയാമനാളത്തോളം പണ്ട് ആളുമാർഗ് ആ തലമാർഗ് എത്തുപാട്ട ഹക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളത്. ആ സ്വരത്തെ നാ നിങ്ങളെ മുട്ട തണ്ടുമോട്ടെ ചെന്നിരിച്ച് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലമാക്കന്മാർക്ക് അങ്ങനെ ആ രൂപത്തിലായിട്ടുള്ള പ്രവർത്തന മേഖലയുണ്ട്. ഉമറാക്കന്മാർക്ക് അങ്ങനെ കുറെ ജവാബ്ദാരിയുണ്ട്. ബാലക്കാർക്ക് അങ്ങളതായിട്ടുള്ള ജവാബ്ദാരിയുണ്ട്. പെണ്ണിങ്ങു അങ്ങളതായിട്ടുള്ള ജവാബ്ദാരിയുണ്ട്. എല്ലാവരും പരസ്പര കൈക്ക് കൈസേറ് പാട്ടിട്ട് ആക്കോണായ സ്വറ ഇസ്സത്തോടു കൂടെ ജീവിച്ചിട്ട് ഈമാനോടു കൂടെ മരിക്കട പോലത്തെ രൂപശൈലി. അത് മാത്രമല്ല, നെക്സ്റ്റ് ബണ്ട് ഞങ്ങളെ തലമാറുക ഈ പരിശുദ്ധ ഇസ്ലാമിയുടെ ഒറിജിനാലിറ്റി എത്തുപാട്ടി കൊടുത്തോണ്ടിക്കണത്. അതിന്റെ ഇടല് സലഫി, ജമാഅത്തെ ഇസ്ലാമി, ഖാദിയാനി, തബ്ലീഗ്, ഷിയ, ബഹായി ഇതുപോലത്തെ പുതിയ പുതിയ നൂതന സിദ്ധാന്ത ബണ്ട സന്ദർഭത്തിൽ എല്ലാവരും എല്ലകു ബണ്ടതും ചൊറിയുകു ബണ്ടതും അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാമിയുടെ ഒറിജിനാലിറ്റിയുടെ ഇല്ലാണ്ടാക്കുക വേണായിട്ടായിട്ടിക്കട് എല്ലാവരും ചന്തത്തെ പേര് വെച്ചിട്ട് ബറുവർ, ചന്തത്തെ അതേപോലെ തത്വ സിദ്ധാന്തത്തെയും എടുത്തോണ്ട് ബറുവർ. ഒരു കയ്യിൽ മുസ്ഹഫും പിന്നൊരു കയ്യിൽ അതേപോലെ ഹദീസും ഞങ്ങളെ കയ്യിലേക്കു എല്ലാ ചന്ത കാട്ടിട്ട് കൊമ്പറുവർ. ഏതുപോലെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിയതുപോലെ ദജ്ജാൽ ഖിയാമനാൾ അവിടെ ബണ്ട സന്ദർഭത്തിൽ അവന്റെ കയ്യിൽ സ്വർഗവും നരകവും ജണ്ടും മിക്കട്. അതുകൊണ്ട് സ്വർഗ കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാവണ്ട, അവന്റെ അതേപോലെ സ്വർഗ കണ്ടിട്ട് വഞ്ചിതരാവണ്ട, സ്വർഗ കണ്ടിട്ട് നിങ്ങൾ അവന്റെ സ്വർഗ കണ്ടിട്ട് ആശപ്പെടണ്ട. അതുകൊണ്ടിട്ട് നിങ്ങൾ ആലോചന പടിപ്പാട്ടിട്ടുണ്ടെങ്കിൽ അങ്ങത്തെ കാണുക ചന്ത ഇന്നെ കുറെ തത്വ സിദ്ധാന്തത്തെ എടുത്തും വന്നിട്ട് പരിശുദ്ധ മുസ്ലിമിടങ്ങളെ
കൽബുടൽഗത്തുകളിൽ ഈമാനടെ ഇല്ലാണ്ടാക്കുകിന്നെ പുതിയ പുതിയ പ്രസ്ഥാനമുള്ള ബണ്ട സന്ദർഭത്തിൽ അത് ഇല്ലാണ്ടായിട്ട് ഞങ്ങളെ കൽബ് ഈമാനികമായ ശുദ്ധീകരണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഈ പരിശുദ്ധ ഇസ്ലാം ദീനയുടെ സിദ്ധാന്തത്തെ ഏത് രൂപത്തിൽ സ്ഥിരമാക്കിയിട്ട് നമുക്ക് പടിപ്പാട്ടി തന്നറ അതിൽ യാതൊരു യാറക്കുറടിയും ഇല്ലാണ്ട് അതുപോലെ കാത്തു സൂക്ഷിക്കുന്നതും ഞങ്ങൾ പിന്നെ ബണ്ട തലമാർഗ അത് പടിപ്പാട്ടി കൊടുക്കുന്നതും ഞങ്ങളെ കർത്തവ്യമായിട്ടിക്കട് ആ നിലയിലായിട്ടിക്കട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാകളുടെ മഹിതമായ സംഘടന ഈ ഭൂമിയിൽ സരിസുമാർ 90-100 വർഷத்துக்கு മുന്നോട്ട് തുടങ്ങി വെച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അതർ ഖാദിമീങ്ങളാക്കിയത് ഞങ്ങൾക്ക് അല്ലാഹു തആല തന്ന വലിയൊരു സൗഭാഗ്യമായിട്ടിക്കട് മരിക്കടോടത്തോളം ആ സമസ്തത്തെ മുഖാന്തര പരിശുദ്ധ ഇസ്ലാമുടെയും പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിനെയും ഖിദ്മത്തെടുക്കുന്ന സൗഭാഗ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. തിരുസത്ത മുഅ്മിനീങ്ങളെ ഇണ്ട് നിങ്ങൾ മണലിച്ചളുടെ റായത്തിന് ആക്കി ഈ സുന്ദരമായ അഥവാ സഹചാരി സെന്റർ അതിലേക്ക് വിസിറ്റ് എല്ലാം ആക്കി വന്നതാണ്. അതേപോലെ ബെഡും അതും ഇതെല്ലാം കണ്ടോണ്ടുണ്ട്. വീൽ ചെയറും ബെഡും രോഗിമാർക്ക് അത്യഗത്യായിട്ട് ഇവിടെ സകലமான സലകരണ ഇവിടെ കണ്ടോണ്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉപയോഗാക്കിട പോലത്തെ പരിസ്ഥിതി അല്ലാഹു നമുക്കെല്ലാവർക്കും തറാണ്ടിക്കുമാറാവട്ടെ. അത് ഉപയോഗിക്കട ആക്കിട ആളുമാർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആരെല്ലാം ಅದಕ್ಕೆ സഹായ സഹകാരാക്കിയിട്ടുള്ളറ അല്ലാഹു തക്കതായ പ്രതിഫല ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വലിയ വിഷയതല്ല സഹകാര ആക്കിട ചെന്നെങ്കിൽ വലിയ വിഷയ ഇട്ടിക്കിടത്. അപ്പൊ എന്തിരുത്ത് വേണം നിങ്ങൾ എങ്ങനെ ആക്കടെ നിങ്ങൾ നോക്കിയുള്ളൂ. ഈ മുസ്ലിമായ മുഅ്മിനായ ആളുമാർക്ക് ഒരു 3 സിദ്ധാന്തം ഉണ്ട്, 3 ക്രമ. പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫുസ്സിലത്തിൽ അല്ലാഹു തആല അത് പഠിപ്പാട്ട. ഫസ്റ്റ് ബോധിപ്പിച്ച ആയത്ത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. തിരുസത്ത മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ട സുന്ദരമായ തത്വ സിദ്ധാന്ത. ആ സിദ്ധാന്തം എന്ത് കണ്ട് കെട്ടെങ്കിൽ ഞങ്ങളെ ഈമാനുടെ സംരക്ഷണാക്കുക വേണമായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഖൽബിക്ക് ഈമാനികമായ പ്രകാശം ഇട്ടുതറകുള്ളത്. ചെറിയ വിഷയമല്ല അതിൽ പഠിപ്പാട്ടിയോണ്ടുള്ളത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ഒരു വിഭാഗ ആളുമാറുള്ളത് ഖാലൂ അങ്ങ ചെല്ലടർ റബ്ബുനല്ലാഹ് അല്ലാഹു ഞങ്ങളെ റബ്ബ് ചെന്നിട്ട് എല്ലാ റബ്ബായിലും പളക്ക പണ്ടതേ അല്ലാഹു റബ്ബ് ചെന്നിട്ട് ഞങ്ങളെ റബ്ബാറ് ഉണ്ടെങ്കിൽ അല്ലാ ഈ റായത്തിൽ നിന്ന് പ്രതി ഒരു മനുഷ്യടലും കേട്ടു നോക്കും നിന്റെ റബ്ബാറ് എല്ലാരും ചിലട അല്ലാ നിസ്കരിക്കടവണം നിസ്കരിക്കാത്തവണം നിന്റെ റബ്ബാറ് ഉണ്ട് കേട്ടെങ്കിൽ അല്ലാണ്ട് ചെല്ലടാ. കള്ള് കുടിക്കിടവണം കള്ളത്തനത്തെ പിറകില് പോണ്ടവണം നിന്റെ റബ്ബാറ് ഉണ്ട് കേട്ടെങ്കിൽ അല്ലാഹു ഉണ്ട് ചെല്ലടാ. ഇസ്ലാമിന്റെ സംസ്കൃതി ജീവനത്തിൽ ആക്കാത്തവണ്ടിൽ കേട്ടു നോക്കും നിന്റെ റബ്ബാറ് അവനും ചിലട അല്ലാ. പടച്ച തമ്പുരാന്റെ പള്ളിയിൽ ജുമുഅത്ത് സമയത്ത് പള്ളിക്ക് പോവാത്തവണ്ടൊന്ന് കേട്ടു നോക്കും നിന്റെ റബ്ബാറ് എപ്പോഴും അവന് ചെല്ലട അല്ലാ. എല്ലാരും അല്ലാഹു നിന്റെ റബ്ബുണ്ട് ചെല്ലടാ. ഇതുവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പഠിപ്പാട്ടിയത് ഖബറിൽ ഏതൊരു മനുഷ്യരുടെ ബൈജെങ്കും ഫസ്റ്റ് കേക്കട ക്വസ്റ്റ്യൻ ഉണ്ട് റബ്ബുക നിന്റെ റബ്ബാറ്. അപ്പോഴും ചിലടർ അല്ലാഹു റബ്ബീ. അത് ആറുകല്ല ചള്ളുക കിട്ടിണ്ട് തരിയോണ ഇണ്ട് നിങ്ങ ആറുകളും നിന്റെ റബ്ബാറ് ഉണ്ട് കേട്ടെങ്കിൽ നിന്റെ റബ്ബ് അല്ലാഹു ഉണ്ട് ചെല്ലടർ. അതേപോലെ നാളെ ആഖിറത്തേക്ക് എത്തിയപ്പോ അതല്ലെങ്കിൽ ആഖിറത്തെ ഫസ്റ്റ് കേട്ടായിട്ട് ഇവിടെ ഖബറുക്ക് എത്തിയപ്പോ നിന്റെ റബ്ബാറ് ഉണ്ട് കേട്ടെങ്കിൽ അപ്പൊ അല്ലാഹു റബ്ബുണ്ട് ചിലടങ്ങ് എത്ര ആളുള്ളത്. അത് ആലോചനാക്കണായ വിഷയ. തിരുസത്ത മുഅ്മിനെ, ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടി തണ്ടത് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ഒരു കൂട്ട ആളുമാറുള്ളത് ഞങ്ങളെ റബ്ബ് അല്ലാഹു ഉണ്ടങ്ങ ചെല്ലടറ്. അങ്ങനെ ബായി കൊണ്ടിട്ട് ഞങ്ങളെ റബ്ബ് അല്ലാഹു ഉണ്ട് ചെന്നങ്ങം അയ്യാവില്ല. നിസ്കരിക്കാണ്ട് നോപിടിക്കാണ്ട് ഖുർആൻ ഓതാണ്ട് ഹറാമ്യത്ര പിറകില് പോണ്ടവനും നിന്റെ റബ്ബ് അല്ലാഹു ഉണ്ട് ചെല്ലടാ. അതേതും സമാവിടെ രൂപത്തിലല്ല അല്ലാഹു റബ്ബ് ചെന്നിട്ട് ഒരു മനുഷ്യയുടെ ഖൽബിന്റെ ഉൾഗത്തിനിടെ പണ്ട പളക്കാവണോ ശബ്ദാവണോ നിന്റെ റബ്ബ് അല്ലാഹ് ചെന്നിട്ട് അത് എപ്പ അവിടെ ഉണ്ട് കേട്ടെങ്ക ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة
അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായികത്തിരങ്ങ നന്റെ റബ്ബ് അല്ലാഹ് ചെന്നിട്ട് ആ ജീവനം നടത്തിയവണു. അങ്ങനത്തെ ആളുമാറ് അല്ലാഹുവിന്റെ മലായികത്തിരങ്ങ മരിക്കൊക്കെ പോണ്ട സന്ദർഭത്തില്, മനുഷ്യന്മാർ മരിക്കൊക്കെ പോണ്ട സന്ദർഭത്തില് മലായികത്തിരങ്ങ പണ്ടറ് തതനസ്സലു അലൈഹിമുൽ മലായിക, മലായികത്ത് മരണവേദന അനുഭവിക്കട സന്ദർഭത്തിൽ മനുഷ്യരുടെ മുട്ട പണ്ടറ് വന്നിട്ട് ചിലർ അല്ലാ തഖാഫൂ പേടിക്കണ്ട, വലാ തഹ്സനൂ ബേജാറാവണ്ട, വബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. അല്ലാഹു തആല ചിലരുടെ മലക്കുകളെ ആ മനുഷ്യക്ക് ശുഭവാർത്ത ചെന്നു കൊടുക്കറോ, ആ മനുഷ്യക്ക് ഗുഡ് ന്യൂസ് കൊടുക്കറോ. എന്തൊരു ഗുഡ് ന്യൂസ് ചെന്നെങ്കിൽ കുൻതും വബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. നിങ്ങൾക്ക് വഅദ ആക്കിയ നിങ്ങളൊട്ടിക വാഗ്ദാനാക്കിയ സ്വർഗ്ഗം നിങ്ങൾക്ക് കിട്ടി ചെല്ലെ സന്തോഷത്തെ വാർത്ത തെരിപ്പാട്ടി കൊടുക്കറോ. ചെന്നിട്ട് ആർക്കുണ്ട് തെരിയണ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളെ റബ്ബ് അല്ലാഹുണ്ട് ചിലടത്തിര ഒട്ടിക സുമ്മസ്തഖാമു, ആ തത്വ സിദ്ധാന്തത്തിന് ബദ്ധരായ ആളുമാർ, ആ തത്വ സിദ്ധാന്തത്തെ അനുസരണ ആക്കട ആളുമാർ, ആ സിദ്ധാന്തത്തെ പിറകില് പോണ്ട ആളുമാർ, ഇങ്ങനത്തെ ആളുമാർ മാത്രം അല്ലാഹു റബ്ബി ചെന്നിട്ട് ചെന്നിങ്ങത് സ്വീകാറാവിടത്. നന്റെ റബ്ബ് അല്ലാഹുണ്ട് ബായി കൊണ്ട് ചെന്നിങ്ങ മയ്യാവില്ല, നന്റെ റബ്ബ് അല്ലാഹു ചെന്നിങ്ങ കേവല കൽബ് കൊണ്ടിട്ട് ചെന്നിട്ട് മുണ്ടാണ്ട് ദച്ചങ്ങം മയ്യാവില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല പടിപ്പാട്ടെ കുറെ സിദ്ധാന്തമുണ്ടോ, ആ നിയമമുണ്ടോ, ആ ക്രമമുണ്ടോ, ആ സംസ്കൃതി ഉണ്ടോ, അത് ജീവനത്തിൽ അളവടിക്ക് ആക്കുമ്പുത്തുകേ നന്റെ റബ്ബ് അല്ലാഹ് ചെല്ലത് കുറെ അർത്ഥമുള്ളത്. അത് അളവടിക്ക് ആക്കട സന്ദർഭത്തിലെ നന്റെ റബ്ബ് അല്ലാഹുണ്ട് ചെല്ലുമ്പൊത്തുക അത് പരിപൂർണമാവിടത്. അങ്ങനത്തെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടിട്ടുള്ള മാട്ട് ആലോചനാക്കി നോക്കണായത് ഈ അനുസ്മരണാക്കിടത്. ബഹുമാനപ്പെട്ട ശൈഖുന വരക്കൽ മുല്ലക്കോയ തങ്ങളവിടെ പിടിച്ചിട്ട് ബഹുമാനപ്പെട്ട പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാറെ പോലോത്തെ, പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാറെ പോലോത്തെ, മൗലാന അബ്ദുൽ ബാരി ഉസ്താദിനെ പോലോത്തെ, ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദിനെ പോലോത്തെ, ശൈഖുന ശംസുൽ ഉലമാടെ പോലോത്തെ, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ പോലോത്തെ, ബഹുമാനപ്പെട്ട KT മാനു ഉസ്താദിനെ പോലോത്തെ, കുമരം പുത്തൂർ ഉസ്താദിനെ പോലോത്തെ, ബഹുമാനപ്പെട്ട ശൈഖുന TK ബാബു ഉസ്താദിനെ പോലോത്തെ, ഷഹീദ് CM ഉസ്താദിനെ പോലോത്തെ, കോട്ട ഉസ്താദിനെ പോലോത്തെ, ചെറുശ്ശേരി ഉസ്താദിനെ പോലോത്തെ, നാട്ടിക ഉസ്താദിനെ പോലോത്തെ, ബഹുമാനപ്പെട്ട ശൈഖുന കോയക്കുട്ടി ഉസ്താദിനെ പോലോത്തെ, ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദുൽ അസാതീദ് മിത്തബൈൽ ഉസ്താദിനെ പോലോത്തെ, ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദിനെ പോലോത്തെ, നൂറുകണക്കിൽ എണ്ണെങ്കിൽ തീരാത്ത അലിമ്യങ്ങൾ അരിഫ്യങ്ങൾ സമസ്തലിങ്ങനെ മുന്നു കഴിഞ്ഞു പോയർ ഞങ്ങളെ കാണാൻ മുന്നുളങ്ങ അല്ലാഹുടെ ദീനിക ബാനയുടെ ഹിദ്മത്ത് എടുത്തിട്ട് സൊറ എടുത്തിട്ട് ഞങ്ങൾക്ക് തന്നു പോയിടർ മക്കളെ ഇത് സംരക്ഷണാക്കിളറോ, ഇത് ജാഗ്രത ആക്കിളറോ, ഇത് ഖിയാമു നാളത്തോളം വേണായ സിദ്ധാന്തായിട്ടിക്കട് ചെന്നിട്ട് ഞങ്ങൾക്ക് പടിപ്പാട്ടി പോയിട്ടുന്ന ബഹുമാനപ്പെട്ട മഹാന്മാർ ഞങ്ങളെ ജീവനത്തെ ഞങ്ങളൊന്ന് പഠിക്കണാവിടോ, ഞങ്ങളെ മക്കൾക്ക് അത് പടിപ്പാട്ടനാവിടോ. എന്ത് കേട്ടെങ്കിൽ മനുഷ്യരെ ഞങ്ങളെ ജീവനായിട്ട് ഞങ്ങളെ മറണ, ഞങ്ങളെ ജീവനായിട്ട് ഞങ്ങളെ മറണ. ഒരു മനുഷ്യരുടെ മരണ എങ്ങനെ ആവണോണ്ട് കേട്ടെങ്കിൽ അവന്റെ ജീവനത്തെ പോലെ ആയിട്ട് കൊണ്ട് മരണ, അവന്റെ ജീവനത്തെ സിദ്ധാന്തവും ക്രമവും എങ്ങനെ ആയിട്ടിന്താ അതുപോലെ ആയിട്ട് കൊണ്ട് ലാസ്റ്റ് മരണവും അവന്റെ ബായിൽ പണ്ട് ആ ശബ്ദവും അവന്റെ സ്വഭാവ ശൈലിയുമല്ല ഏതുമാവട്ടെ പിരിസത്തെ ചങ്ങായി മാറേ. ബഹുമാനപ്പെട്ട നാൾ ഈ പേര് ചെന്നതും ചെല്ലാത്തതുമായ ബഹുമാനപ്പെട്ട ആലിമ്യങ്ങൾ, ആയിരക്കണക്കിന് ആലിമ്യങ്ങൾ, ഓരോരോ ആലിമ്യങ്ങളെ ചരിത്രത്തിൽ നോക്കിയുള്ളോ എന്തത്തെ ചന്തത്തെ മരണല, എന്ത് റാഹത്തിൽ ഈ ഭൂമിയിൽ നിന്നിട്ട് വിട്ടുപോയിടറള. അങ്ങ് മരിക്കട സന്ദർഭത്തിൽ ചിരിച്ചോണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇതല്ല ചെന്നിട്ട് റാഹത്തിൽ ഈ പ്രപഞ്ചത്തെ വിട്ടുപോയിടറ്. അങ്ങ് വഫാത്താവിടെ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മലായികത്രങ്ങ ഇഴിഞ്ഞു വന്നിറാറ്. വബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. അങ്ങ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനാക്കിയ ആ സ്വർഗ്ഗത്തെ ശുഭവാർത്തയുമായിട്ട് മലായികത്രങ്ങ അങ്ങളെ മുട്ട വന്നിറാറ്. അത് കൊണ്ടിട്ടായിട്ട് ലാഷ്ട പളക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യക്ക് സ്വർഗ്ഗത്തെ ടിക്കറ്റ് കിട്ടിയിരിച്ചത് ഉറപ്പിക്കട എപ്പോഴോ അവന് നല്ലവണോ ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആടമുട്ട അവനെ സ്വീകരിക്കപ്പെട്ടവണോ ചെന്നിട്ട് നിങ്ങൾ കണക്കാക്കട എപ്പോ അവന്റെ മരണവേദനയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യയുടെ ലാഷ്ട്ര പളക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ വന്നു പോയെങ്കിൽ സ്വർഗത്തേക്ക് പോയിട്ടായിട്ട് ചെന്നിട്ട് ആ ശുഭവാർത്തയുമായിട്ടായിട്ട് മലായികത്രങ്ങ എളിഞ്ഞു പണ്ടത്. മനുഷ്യരെ
സിദ്ധാന്ത ഈ ഉമ്മത്തുക്ക് പഠിപ്പാട്ടൊക്കെ വേണായിട്ട്, ഈ തലമാറുക പഠിപ്പാട്ടൊക്കെ വേണായിട്ട്, പുതിയ ബണ്ടമക്കൊക്കെ പഠിപ്പാട്ടൊക്കെ വേണായിട്ട് MH ഹാജിയാർ ബഹുമാനപ്പെട്ട സമസ്ത ഖാദിമിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആള്, മദ്രസ മാനേജ്മെന്റ് ജാവും പോളും ഓടി നടക്കട ആള്, ഒന്ന് രണ്ട് പളക്ക ചെന്ന് പോയത് പടച്ചവനെ ഇണ്ടത്തെ ആധുനിക തലമാറ് ചിന്തനാക്കൊണായത്, ആലോചനാക്കൊണായത്. പുതിയ പുതിയ ഞങ്ങളെ മക്കളുണ്ടല്ലേ, ഞങ്ങളെ ബാലക്കാർ മക്ക ബാപ്പ പള്ളിക്ക് പോയോണ്ടിന്നെങ്ക ബാപ്പയുടെ പിറകള് പള്ളിയിൽ മോണ് പോണ്ട ക്രമയില്ല, മോണ്ട പള്ളിയിൽ കണ്ട ക്രമയില്ല. പടച്ചവനെ ഞങ്ങളെ പള്ളിയിൽ ഒരു 10,000-25 ആളുമാർ 5 ഭക്തി നിസ്കാരത്തും ജമാഅത്ത് ഇത്രണ്ട് കണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ പെട്ടവർ ആള് ഖബർസ്ഥാനത്ത് യാത്രയായെങ്ക ആ ജാഗയുടെ ഭർത്തിയാക്കുക ഞങ്ങളെ പള്ളിയിൽ ആളില്ല. ആ മനുഷ്യയുടെ മക്കളെയും പള്ളിയിൽ കണ്ടില്ല. ആ മനുഷ്യ ഓതിയോണ്ടിരുന്ന ഖുർആൻ ഓതുകൊണ്ട് മക്കളെ പള്ളിയിൽ കണ്ടില്ല. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാസരണ്ട് ഓതിയോണ്ടിരുന്ന നല്ലൊരു മനുഷ്യ മരിച്ചപ്പോ ആ മനുഷ്യ പള്ളിക്ക് വന്നോണ്ടിരുന്നിട്ട് പരിശുദ്ധ ഖുർആനുള്ള ഓതിട്ട് ദുആറുന്നോണ്ടിരുന്ന നല്ലൊരു മനുഷ്യ, ആ മനുഷ്യ ഖബർസ്ഥാനത്തേക്ക് യാത്രയായപ്പോ അയാൾ ഓതി വെച്ചിട്ടുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അഥവാ സൂറത്തുൽ കഹ്ഫിന്റെ കടലാസ് എഴുതുക ഖുർആൻ എഴുതുക ഓതുക, അത് തൊടുകും എടുത്ത് പിടിക്കും, അത് ഓതുകും, അത് മുത്തകും അവന്റെ മോണില്ല. അതേപോലെ പള്ളിയിൽ നടക്കുന്നത് അദ്ദാദ് റാത്തീബ്, ബാക്കിയുള്ള മജ്ലിസുന്നറാവട്ടെ, സ്വർഗാത്ര മജ്ലിസ് ആവട്ടോ ഏതുമാവട്ടോ ബാപ്പത് കൊണ്ട് നടന്നോണ്ടിന്നത്. ആ മനുഷ്യ മരിച്ചിട്ട് ഖബർസ്ഥാനത്തേക്ക് യാത്രയായപ്പോ അവന്റെ മോണ് അത് പാലനാക്കുക അവന് പിറകളില്ല. ജുമാ നിസ്കാരത്തേക്ക് 10 ഗಂಟೆ 10:30 ഗಂಟೆക്ക് ബാപ്പ വന്നോണ്ടിന്റെ പടച്ചതമ്പുരാന്റെ പള്ളിക്ക് ആ ബാപ്പ പള്ളിയിൽ നിന്ന് ഇളിഞ്ഞിട്ട് പോയപ്പോ പള്ളിയുടെ പരിസരത്തുള്ള ഖബർസ്ഥാനത്തിൽ കിടന്നപ്പോ 10 ഗಂಟೆക്ക് വന്നോണ്ടിന്ന ഒരാള് കൊറടിയായിട്ട് അല്ലാണ്ട്, ജമാഅത്തേക്ക് വന്നോണ്ടിന്ന ഒരാള് കൊറടിയായിട്ട് അല്ലാണ്ട്, സുബഹി നിസ്കാരത്തേക്ക് വന്നോണ്ടിന്ന ഒരാള് കൊറടിയായിട്ട് അല്ലാണ്ട് അത് ഭർത്തിയാക്കുക അവന്റെ മക്കളെ കണ്ടില്ല. അവണ് മരിച്ചാൽ പിന്നെ അവന്റെ 4-5 മക്ക പള്ളിയിൽ വന്നിട്ട് സംഖ്യ യാറാവണ എതിരെ ബദലക ഇണ്ട് ജനസംഖ്യ പള്ളിയിൽ നിസ്കരിക്കടങ്ങളെ സംഖ്യ കൊറടിയായോണ്ടുണ്ട്. സകലമാന മുസീബത്തും ഇതൊക്കെല്ലാത്തും കാരണം ഇന്ന് ഞങ്ങൾ കണ്ടോണ്ടുള്ളത്. എവിടെ പോയെങ്കും പരാജയപ്പെടുന്നത് ഞങ്ങളെ ഈമാനക്ക് തകരാറ് വന്നോണ്ടുണ്ടോ, ഞങ്ങളെ ഈമാനക്ക് തകരാറ് വന്നോണ്ടുണ്ടോ, ഞങ്ങളെ ഈമാനികമായ വിശ്വാസത്തിൽ ധക്ക വന്നോണ്ടുണ്ടോ. നമ്പിക്കടെ പിറകള് പോണ്ടതിരെ പിറകള് മനുഷ്യന്റെ കണ്ടതിരെ പിറകള് പോണ്ടത് പോലെ എൻജോയ് ആക്കുക എന്തെല്ലാം തെരുവുണ്ട്, അതിരെ പിറകള് പോണ്ട പോലത്തെ സ്വഭാവശൈലി അതല്ല മനുഷ്യരെ. ഞങ്ങൾ മുസ്ലിം ചെന്നിട്ട് അബ്ദുൽ ഖാദറും അഹമ്മദും ഇസ്മായിലും ഇബ്രാഹിമും അബ്ദുള്ള ചെന്നിട്ടും ഫാത്തിമയും അതേപോലെ ഖദീജ ആയിഷ ചെന്നൊരു പേര് ചെന്നത് കൊണ്ടിട്ട് മുസ്ലിമായില്ല. നിന്റെ ജാതി ഏത് ധർമ്മ ഏത് ഉണ്ട് കേട്ടപ്പോ ഇസ്ലാം ചെന്നത് കൊണ്ടിട്ട് ഏതും മുസ്ലിമായില്ല. ടൊപ്പി വെച്ചത് കൊണ്ടിട്ടാ, പക്കടി കെട്ടിയത് കൊണ്ടിട്ടാ, താടി വെച്ചത് കൊണ്ടിട്ടാ മുസ്ലിമായില്ല. ഇസ്ലാമിന്റെ തത്വ സിദ്ധാന്തത്തെ സമ്പൂർണമായിട്ട് പരിപാലനാക്കുന്ന സന്ദർഭത്തില് ഏതൊരു മനുഷ്യവും മുസ്ലിമാവടത്. 1-2 വിഷയക്കെട്ട തിരുസത്ത പാലക്കാരെ നിങ്ങൾ ഒന്ന് ചിന്തനാക്കൊണ് തെച്ചിട്ട് തിരുസത്തെ സഹോദര സഹോദരി തെല്ലൊന്ന് ആലോചനാക്കൊണായത് എന്തിനേണ്ട് കേട്ടെങ്ക മനുഷ്യ ഞങ്ങ എല്ലാവരും ഉണ്ട് അഭിമാനത്തിൽ മുസ്ലിം ഉണ്ട് ചെല്ലടാ, ഞങ്ങ അഭിമാനത്തിൽ മുസ്ലിമും ഉണ്ട് ചെല്ലടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പാട്ട സിദ്ധാന്തം ഉണ്ടല്ലേ, കേവലം നിങ്ങൾ മുസ്ലിം ഉണ്ട് ചെന്നെങ്കിൽ മാത്രം മയ്യാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പാട്ടി ഉണ്ടുള്ളത്. അല്ലാഹു വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അഭിമാനത്തിൽ നാണ് മുസ്ലിമുണ്ട് ചെല്ലിടവണോ, നാണ് മുസ്ലിമുകളെ കൂട്ടത്തിൽ പെട്ടവനോണ്ട് ചെല്ലിടവണോ, നാണ് മുസ്ലിം ഉണ്ടല്ല ചെല്ലണായത്, നാണ് മുസ്ലിമിടങ്ങളെ കൂട്ടത്തിൽ പെട്ടവണോ. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, നാണ് മുസ്ലിമീടങ്ങളെ കൂട്ടത്തിൽ പെട്ടവനോണ്ട് ചെല്ലണോണ്ട് കണ്ടെങ്കിൽ ആറാവനോണ്ട് തെരിയണ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചെന്നോണ്ടല്ലോ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹുടെ ഭാഗത്തേക്ക് ആള് മാറി വിളിക്കടവണോ, അവന്റെ കാണാൻ നല്ലവണ ഈ ഭൂമിയിൽ വേറെ ആരുമില്ല. അല്ലാഹുടെ ഭാഗത്തേക്ക് നല്ല രൂപത്തിൽ സ്വറെടുക്കടവണോ വിളിക്കടവണോ, അവന്റെ കാണാൻ നല്ലവണ ഈ പ്രപഞ്ചത്തിൽ വേറെ ആരുമില്ല. അത് മാത്രമല്ല അതേപോലെ വഅമില സാലിഹാ,
സത്കർമ്മ ആക്കിടവണം. അള്ളാഹുടെ ഭാഗത്തേക്ക് ആളെ വിളിക്കിടൊട്ടിക്ക് സത്കർമ്മ ആക്കിടവണം. എന്നിട്ട് അവൻ അഭിമാനത്തിൽ ചെന്നാണ് മുസ്ലിം ചെന്നിട്ട് ഈ രണ്ട് സ്വറവും ഞങ്ങളെ വിട്ടിക്ക് വേണാവിടു. ഒന്നാമത്തത് അള്ളാഹു ഞങ്ങളെ റബ്ബു ചെണ്ട ആ സിദ്ധാന്തത്തിൽ ബദ്ധ ആവണോ. രണ്ടാമത്തത് അള്ളാഹുടെ ദീനക്ക് ഞങ്ങൾ വിളിക്കട ആളാവണോ. മൂന്നാമത്തത് ഞങ്ങളുടെ ജീവനത്തിൽ സത്കർമ്മ ആക്കട ആളാവണോ. ഈ മൂന്നും ഒട്ടു ചേരിയപ്പമേ ഞങ്ങൾ യഥാർത്ഥ മുസൽമാൻ അവിടത്, യഥാർത്ഥ മുഅ്മിന അവിടത്. തിരുസത്തെ മുസ്ലിമേ ഒന്നാലോചനാക്കി നോക്കൂ. സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സുന്ദരമായ സൗന്ദര്യ തന്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആരോഗ്യ തന്ത്, പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് ജീവനത്തിക്കുന്ന സകലமான തെറും അല്ലാഹു നിങ്ങൾക്ക് തന്ന. ഒന്ന് ആലോചനാക്കി നോക്കുവള. നിന്റെ റായത്തിൽ വയസ്സായ ഒരു കിളവ ഉണ്ട് കണ്ടെങ്കിൽ 80-85 വയസ്സായിട്ടുള്ള അജ്ജിയാജമുള്ളറുണ്ട് കണ്ടെങ്കിൽ അങ്ങളെ പണ്ടത്തെ ജീവന ശൈലിയും അങ്ങളെ അണ്ടത്തെ ആഹാര പദ്ധതിയും ഇണ്ടത്തെ ആഹാര പദ്ധതിയും ജീവന ശൈലിക്കും എത്ര വ്യത്യാസം ഉണ്ടോ എന്നൊന്ന് കേട്ടു നോക്കൂ. ഞങ്ങൾ ഇണ്ട് ദൈക്കടകമാ പോണ്ട വാഹനമാ സഞ്ചരിക്കട വ്യവസ്ഥമാ പണ്ടെങ്ങനെ ഇപ്പൊ എങ്ങനെ ഉണ്ട് ചെന്നൊന്ന് ആലോചനാക്കി നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സകലமான സൗകര്യവും നിങ്ങൾക്ക് തന്നിട്ട് ഈ മൂന്ന് സിദ്ധാന്തം ഞങ്ങളെ കൽബുൽ ഇന്നും ഇല്ലാണ്ടായെങ്കിൽ ഏത് കേട്ടെങ്കിൽ രണ്ടാമത് നാ ചെന്നല്ലേ അള്ളാഹുടെ ദീനിക്ക് വിളിക്കട ബിസയ അതിർത്ത ഫസ്റ്റ് നീ ആരെ സമാക്കണോണ്ട് കേട്ടെങ്കിൽ ഫസ്റ്റ് നീ നിന്റെ സ്വന്തം ശരീരത്തെ സമാക്കണോ. നിന്റെ സ്വന്തം ശരീരത്തെ നീ സമാക്കിയാൽ പിന്നെ നിന്റെ അർഹത്തെ ഇന്ന് നിന്റെ കീഴിൽ ഇന്ന ആളുമാരെ സമാക്കുന്ന പ്രയത്നാക്കണോ. നിന്റെ പെഞ്ഞൈ, നിന്റെ മക്ക, നിന്റെ ഇളങ്ങ, നിന്റെ മൂത്തങ്ങ, നിന്റെ ഊത്തര ഫസ്റ്റ് സമാക്കിയാൽ പിന്നെ അപ്പുറത്തേക്ക് പിന്നൊന്ന് നോക്കണോ. അവിടെ എങ്ങനെ ഉണ്ടോ സമയില്ലെങ്കിൽ സമാക്കുക നോക്കണായത്. നിങ്ങൾ ഒന്ന് ആലോചനാക്കി നോക്കുക. ഞങ്ങൾ എങ്ങനെ ഉള്ള, ഞങ്ങളെ മക്ക എങ്ങനെ ഉള്ളത്, ഞങ്ങളെ പെഞ്ഞൈ എങ്ങനെ ഉള്ളത്, ഞങ്ങളെ ഊത്തിലിന്ന സ്വഭാവ ശൈലി എങ്ങനെ ഉണ്ടോ, ഞങ്ങളെ ഊത്തിലിന്ന ബാലക്കാർ രൂപത്തിലുള്ളത് ഇസ്ലാമുക്കും അങ്കും എന്തെങ്കിലും സംബന്ധമുണ്ടാ ഒന്നൊന്നും ആർക്കിട്ട് നോക്കുന്നേണ്. റായത്തെ ഉണ്ട്, നിരക്കരട ഉണ്ട്, കിട്ടിയതും പിടിച്ചതും എണ്ണിടതര ബദലക് പിന്നൊരു മനുഷ്യരെ ന്യൂനത്തര അതേപോലെ അതിരെ വായ്പാട്ടാക്കിടി കിളിപ്പാട്ട ചെല്ലതര ബദലക് കിട്ടിയവിടെയും പിടിച്ച അവനെങ്ങനെ ഓളിങ്ങനെ ഉണ്ട് ചെല്ലടതര ബദലക്. മോണേ നിന്റെ ഒന്ന് തെച്ചിട്ടൊന്ന് നീ നിന്റെ സ്വന്തമായിട്ടൊന്ന് നീ ഒന്ന് ആലോചനാക്കി നോക്കും. നാളെ എങ്ങനെ ഉള്ള ചെന്നിട്ട് അള്ളാഹു നിന്റെ റബ്ബു ചെല്ലുടെ സിദ്ധാന്തത്തിക്ക് നാണ് ബദ്ധായിട്ടുള്ളേ. അതേപോലെ നാണ് ആരെങ്കിലും നല്ലാക്കുന്ന പ്രയത്നാക്കിയോണ്ടുള്ളേ. അതേപോലെ സത്കർമ്മ നിന്റെ ഭാഗത്തിൽ എന്തെല്ലാം വന്നോണ്ടുകൊണ്ട് ചെന്ന് നീ ഒന്നും നിന്റെ ആലോചനാക്കിയിട്. പിന്നെ നിന്റെ പെഞ്ഞിയുടെ ഒരു സ്വഭാവ ശൈലി നോക്കോ. അവളും ഈ സിദ്ധാന്തത്തിക്ക് ബദ്ധായിട്ടുള്ളളാ. അവളും അതേപോലെ നിന്റെ റബ്ബ് അള്ളാഹു ചെല്ലുടെ സിദ്ധാന്തത്തിൽ അവളുള്ളളാ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനി ദഅവത്ത് വണാക്കിയോണ്ടുള്ളളാ. അതിറത്ത് ഏതോ റായത്തേക്ക് ഗണ്ടുമൂട്ട കെട്ടിയോണ്ട് പോയിട്ട് ദഅവത്ത് ആക്കണോണ്ടല്ല ചെന്നോണ്ടുള്ളത്. അത് സെക്കൻഡ് വിസയ ഫസ്റ്റ് ആക്കണായത്. പെഞ്ഞി അവൾക്ക് കർത്തവ്യം ഉണ്ട്. അവളെ മാപ്പിളയുടെ ഇസ്ലാം ദീനിക്ക് വിളിക്കണത്, മക്കളെ ഇസ്ലാം ദീനിക്ക് വിളിക്കണത്, അഥവാ ഇസ്ലാം അങ്ക് ചെന്നു കൊടുക്കണത്. സുബ്ഹി ബാങ്ക അവിടെ സന്ദർഭത്തിൽ എണിക്കാത്ത മാപ്പിള നിന്റെ ഉത്തിലുള്ളാണ്ട് കണ്ടെങ്കിൽ പെഞ്ഞിയുടെ ഹക്കായിട്ടിക്കട് മാപ്പിളയുടെ സുബ്ഹി ബാങ്ക അവിടെ കാണുമെന്നുള്ള വണത്തിന് പള്ളിക്ക് കിടത്തിറത്. മഗ്രിബ് നിസ്കാര കൽഞ്ഞൽ പിന്നെ മാപ്പിളായ ഖുർആൻ ഓതാണ്ട് മൊബൈലിൽ കളിച്ചോണ്ടുള്ളാണ്ട് കണ്ടെങ്കിൽ പെഞ്ഞിയുടെ ഹക്കായിട്ട് കിട പരിശുദ്ധ ഖുർആനൊന്ന് കയ്യിൽ കൊടുത്തിട്ട് ഓതുപാട്ടത്. സുബ്ഹി നിസ്കരിക്കട കാണും മുന്നൊളിന്ന് തഹജ്ജുദ് നിസ്കരിക്കാത്ത മാപ്പിള നിന്റെ ഉത്തിലുള്ളാണ്ട് കണ്ടെങ്കിൽ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക വേണമായിട്ടൊന്ന് എണിപ്പാട്ടിട്ട് ഒന്ന് തഹജ്ജുദ് നിസ്കരിപ്പാട്ടിട്ട് ദ്വാര പാട്ട ഹക്ക് പെണ്ണുകുള്ളത്. അങ്ങനെ അള്ളാഹുടെ ദീനി ദഅവത്ത് നടത്തണായത്. അതേപോലെ ഉമ്മ നിന്റെ മോന്റെ നീ ഇസ്ലാമുക്ക് വിളിച്ചോണ്ടുള്ളേ, നിന്റെ മോളെ ഇസ്ലാമുക്ക് നീ വിളിച്ചോണ്ടുള്ളേ. എങ്ങനെയായിട്ട് കേട്ടെങ്കിൽ നിസ്കരിക്കുക എണിക്കാത്ത നിന്റെ മക്കൗത്തിൽ കിടന്നോണ്ടുള്ളവരുണ്ട് കണ്ടെങ്കിൽ നീ എന്ത് മുസ്ലിം ഒടി. സുബഹി നിസ്കാര ഖലാക്കിട മോള് നിന്റെ ഊത്തുള്ളവരുണ്ട് കണ്ടെങ്കിൽ നീ എങ്ങനെ നാണ് മുസ്ലിമുണ്ട് ചെല്ലടെ. നന്റെ റബ്ബ് അള്ളാഹുണ്ട് നീ എങ്ങനെ ചെല്ലടെ. അത് ഡോങ്കിയല്ലേ, തമാശയല്ലേ, കളവല്ലേ. നീ നന്റെ റബ്ബ് അള്ളാഹ് ചെല്ലടെങ്കിൽ നാളെ മുസ്ലിമുകളെ കൂട്ടത്തിൽ പെട്ട ആളുണ്ട് നീ ചെല്ലണെങ്കിൽ നിന്റെ മോള് സുബഹി നിസ്കരിക്കാണ്ട് വറങ്ങുകുത്തീറാ, നിന്റെ മോണ് സുബഹി നിസ്കരിക്കാണ്ട് ഔത്തിൽ വറങ്ങുകുത്തീറാ. കാണ്ടില്ല മനുഷ്യരെ, മഹാപ്പിളക്ക് പെഞ്ഞീരുട്ടിക്ക് എന്തും ബന്ധയില്ല ഉണ്ട്, മക്കൾക്ക് ഉമ്മടെ വെട്ടിക്ക് എന്തും സംബന്ധ കാണ്ടില്ല ഉണ്ട്, മക്കൾക്ക് ബാപ്പടെ വെട്ടിക്ക് സംബന്ധ കാണ്ടില്ല ഉണ്ട്, ബാപ്പക്ക് മക്കളെ വെട്ടികയും സംബന്ധ കുറടിയായി ഉണ്ടുണ്ടോ ഇണ്ട്. ഉള്ള സംബന്ധം എന്തിനായിട്ട് തെരിയണ മാപ്പിളെ പെഞ്ഞൈകൾ ലൈംഗിക സമ്പർക്കത്തെ സംബന്ധവും അവണ് നയിച്ചിട്ട് കൊമ്മന്ത്രി കൊടുക്കുട സംബന്ധവും ഓള് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് തിന്നുപാട സംബന്ധവും അതര
കാണാം അപ്പുറത്തൊരു ബന്ധവും സംബന്ധവും ഉണ്ട്. മാപ്പിളകും പെഞ്ഞയും ഇല്ല, മക്കൾക്കും അതേപോലെ ഉമ്മക്കും ബാപ്പുമുള്ള സംബന്ധമാ. ബാപ്പ നയിച്ചെടുക്കും പണ്ട് മക്കൾക്ക് തിന്നുവാട്ട് അക കെട്ടി കൊടുക്കടോ, പഠിക്കട വ്യവസ്ഥ എല്ലാക്കട്. ഈ സംബന്ധം അല്ലാണ്ട് അതിനെ കാണപ്പുറത്തുള്ള ധാർമ്മികമായ സംബന്ധ ബാപ്പക്കും ഉമ്മക്കും മക്കൾക്കും ഉണ്ടില്ല. ഉമ്മക്കും അതേപോലെ മക്കളെ അവസ്ഥ എങ്ങനെമാ? വയസ്സായ മാപ്പിളക്ക് ഉമ്മക്കും ബാപ്പക്കും എന്തെങ്കിലും തിന്നുകു കൊടുക്കുവാറ്, ദൈക്കൊക്കെ വ്യവസ്ഥയാക്കി കൊടുക്കുവാറ്. അതിലും കുറെ സമസ്യ ഉണ്ട്. ആ ഭാഗമൊന്നും ചൊല്ലുക പോണ്ടില്ല. അങ്ങനെ ഉള്ള സംബന്ധമല്ലാണ്ട് ഇസ്ലാമികമായ സംബന്ധം യാറൊന്നും കാണ്ടില്ല. അഥവാ നിസ്കരിക്കാത്ത മക്കളെ നിസ്കരിപ്പാട്ട സംബന്ധം ഇല്ല. ഖുർആൻ ഓതാത്ത മക്കളെ ഖുർആൻ ഓതുപാട്ട സംബന്ധം ഇല്ല. കള്ളു കുടിക്കട മക്കളതിന് തടയുടെ സംബന്ധം ഉമ്മക്ക് വാപ്പകില്ല. ഗാഞ്ചത്തെ പിറകൾ പോണ്ട മക്കളെ തടയുടെ പോലത്തെ ഇസ്ലാമികമായ സംബന്ധം ആ കർത്തവ്യുണ്ട് നിർവഹിക്കണ രൂപത്തിൽ നിന്ന് ബന്ധം ഉണ്ടില്ല. എന്തൊക്കെയാറ് ചൊല്ലണം മനുഷ്യ? ബാപ്പ മരിച്ചാൽ പിന്നെ മൂന്നുടെ ദുആക്കട സന്ദർഭത്തില് മക്ക സീരണിയുടെ വ്യവസ്ഥ ആക്കിടാറ്, സീരണിയുടെ വ്യവസ്ഥ ആക്കിടാറ്. വിവിധ രൂപത്തിൽ നിന്ന് അപ്പള്ള റെഡിയാക്കി വയ്ക്കിടാറ്. ബാപ്പക്ക് വല്ലാത്ത ആസ ഇന്ത് കൽത്തപ്പത്തില്, ബാപ്പക്ക് വല്ലാത്ത ആസ ഇന്ത് നെയ്യപ്പത്തില് നെയ്പത്രള്, ബാപ്പക്ക് വല്ലാത്ത ആശയായിട്ട് ഇന്ത് സ്വീറ്റ് തിന്നിടത്. ഏത് ബാപ്പയുടെ ആശയായിട്ട് മോണ് നിറവേറ്റേണ്ടി തരിയോണ? ബാപ്പ ഹയാ തിന്നിട്ട് വയസ്സായിട്ട് സീക്കിൽ മൂളുടെ സന്ദർഭത്തില് കുഞ്ഞിക്കു കഞ്ഞിക്ക് വേണായിട്ട് ആശപ്പെട്ടപ്പോ മോണ് ഒരു തുള്ളി തണ്ണി കൊടുത്തിട്ടില്ല, മോണ് അപ്പാക്ക് കൊടുത്തിട്ടില്ല, മോണ് ചോറ് കറി കൊമ്പന്ന് കൊടുത്തിട്ടില്ല. അക വേറെ പോയിട്ട് കെട്ടിട്ട് തെച്ചിറ, മോണായോണ് പാടിക്ക് തെച്ചിറ, ലീസിക്ക് തെച്ചിറ, സ്വന്തക കെട്ടി തെച്ചിറ. പാപ്പായോണ് ഇളവുണ്ടവുത്തില്ല, മൂണ്ടവുണ്ടവുത്തില്ല. ജാഗെല്ല ഓതിയാക്കിയപ്പോ പാപ്പ ആറവുത്തു ദൈക്കൊണ്ടു കേട്ടപ്പോ അണ്ടറായത്തെ ആളുമാറ് തീരുമാനാക്കിയത് മോണ് പുറത്തേക്ക് ആറെ സ്വത്ത് കൊടുക്ക. ആറ് കീണ്ട് കേട്ടെങ്ക് ബാപ്പ മോത്ത് മരിച്ചെങ്ക് ആ സ്വത്ത് ബാപ്പടെ ആറ് നോക്കൂട അവണുകോ. ഉമ്മ മരിച്ചെങ്ക് ഉമ്മടെ സ്വത്ത് ആരെ നോക്കിയ ആ മോണുകോ ചെന്നിട്ട് അങ്ങനെയുള്ള തീരുമാനായത് ബാപ്പടയും ഉമ്മടയും മക്കളുടെ ഓതിയല്ലാക്കിയത് ഒരു മോത്തിൽ ബാപ്പയന്ത് ഒരു മോത്തിൽ ഉമ്മയന്ത്. ആ സ്വത്തല്ല മരിച്ചൽ പിന്നെ അവനുകുള്ളത് ചെന്നൽ പിന്നെ അവനെ നോക്കണോ? അവൻ്റെ കാസില്ലേ, അവൻ്റെ പൈസ ഇല്ലേ, അവന് കഷ്ട ഇന്നെങ്കും സമയത്ത് ബാക്കി ആണ് മക്ക ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ബാക്കി പെണ്ണുമൊക്കെ ചെന്നിട്ട് ഞങ്ങൾ മാപ്പിള്ള ഒത്തുക പോയിട്ടുള്ളതല്ലേ, ഞങ്ങൾക്കൊന്നും കർത്തവ്യമില്ല നോക്കൊടുത്തു ചെന്നിട്ട് അങ്ങും കൈവിട്ടാറ്. എന്തും ഇല്ലാണ്ട് തിന്നുക ആസ ഇന്നിട്ടും തിന്നുകില്ലാണ്ട് മരിച്ചുപോയ ബാപ്പ, തിന്നുക ആസ ഇന്നിട്ടും കിട്ടാണ്ട് മരിച്ചുപോയ ഉമ്മ. മരിച്ചൽ പിന്നതാ മക്ക അപ്പുറത്തെ ഉത്തരയും ഇപ്പുറത്തെ ഉത്തരയും വന്നറ്. മൂന്ന് ദുആക്ക് വ്യവസ്ഥയാക്കിയറ്, വിവിധ അപ്പല്ല റെഡിയാക്കിയറ്. ബാപ്പക്ക് ആസ എന്ത്? ഉമ്മക്ക് ആ അപ്പത്തില് ആസ, ബാപ്പക്ക് ഈ ഫ്രൂട്ടില് ആസ, ഉമ്മക്ക് ആ സ്വീറ്റ്സില് ആസ. എല്ലാം കൊമ്പന്നിട്ട് ബാപ്പക്ക് ആസ ഇന്നത് തിന്ന് പാട്ടിയത് റായത്തെങ്ക്, ബാപ്പക്ക് ആസ എന്ത് തിന്ന് പാട്ടിയത് റായത്തെങ്ക്. അതിന് കൂലി കിട്ടലാണ്ട് ചിലടല്ല ആയെങ്ക മോണേ നിന്റെ ബാപ്പടെ ആസര നിറവേറ്റണായ തങ്ങളെ ഹയാത്ത് കാലത്തിൽ മോണേ നിന്റെ ബാപ്പടെ മേളിൽ നിന്ന് കർത്തവ്യത്തെ നീ പൂർത്തിയാക്കണായ തങ്ങളെ ഹയാത്ത് കാലത്ത് മോണേ. അങ്ക് ആസ ഇന്നത് തിന്നൊക്കെ കൊടുക്കണായത് റായത്തങ്കല്ല ബദൽ. അങ്ക് ആസ ഇന്നത് അങ്ങളെ ഭയത്തേക്ക് തിന്നുപാട്ടോണെന്ത്, അങ്ക് ആസ ഇന്നത് അങ്ങളെ ഭയത്തേക്ക് കുടിപ്പാട്ടോണെന്ത്. ഇങ്ങനത്തെ സംബന്ധമുള്ള മക്കളെ വിട്ടുപോയറ്. മക്കൾക്ക് ആ സംബന്ധം ഇല്ല. അക കെട്ടിക്കൊടുക്കുന്ന സംബന്ധം മാത്ര ബാപ്പകുള്ളര്. ജാഗയും സ്വത്തും ബതുക്കും ആക്കി വയ്ക്കട സംബന്ധം മാത്ര ബാപ്പകുള്ളര്. ഉമ്മക്കും അതേപോലെ പെത്തിട്ടെങ്ക് മുലപ്പാട് കൊടുത്തിട്ടോ ഡ്രസ്സെല്ലാം പാടി ബെൽതാക്കി പുട്ര കർത്തവ്യം മാത്ര ഉണ്ട് ഉമ്മകുള്ളര്. ഏതുപോലെ ഈ എല്ലാ സ്വറവും നിന്റെ റായത്തിരുന്ന കാക്കയാക്കിടല, പൂച്ചയാക്കിടല, കോളിയാക്കിടല, നായിയാക്കിടല, പന്നിയാക്കിടല. എല്ലാ ജീവജാലവും അതിനെ മക്കൾക്ക് ജന്മ കൊടുക്കടോ. അതിനെ ബലത്തിന് ബെൽതാക്കട്. ബെൽത്തായാൽ പിന്നെ അത് അങ്ങനെ തെറുക്ക് പോണ്ട്. അതുപോലെ എല്ലേ ഉണ്ട് മനുഷ്യവും നായോണ്ടുള്ളത്. അതല്ലാണ്ടുള്ള ആത്മീയമായിട്ടുള്ള ബന്ധം ഉണ്ട് ഉമ്മകും മക്കകും ഇല്ല, മാപ്പിളകും പെഞ്ഞയ്ക്കും ഇല്ല. ഇത് കൊണ്ടിട്ടല്ലേ ഉണ്ട് മുസ്ലിം ഉമ്മത്ത് എവിടെല്ല ഉള്ളറ അവിടെല്ലാം സമസ്യ അല്ലേ ഉണ്ട്. മുസ്ലിം സ്ഥലങ്ങളെ കാണാൻ യാറെ രാഷ്ട്രം ഉണ്ട് ക്രൈസ്തവ സഹോദരന്മാരെ കൊണ്ട്. അങ്ങനെ രാഷ്ട്രത്തിൽ എവിടെയും സമസ്യയില്ല, എവിടെയും സമസ്യയില്ല. അവിടെ ഒരു കോമകളെ വെകലാട്ടയും ബോംബ് വിടുകയാണ്, ബോംബ് വീട് ആൾമാർ ദൈനംദിന ആയിരക്കണക്കിന് ആൾമാർ മീനിനെ കൊന്നത് പോലെ കൊല്ലുടെ ഒരു സമസ്യ ഞങ്ങളുടെ രാഷ്ട്രത്തിലില്ല. മുസ്ലിം രാഷ്ട്രം എവിടെയുള്ള സമസ്യ എന്തിങ്ങനെ ഞങ്ങൾക്കൊന്നും ഹൈറ ഉമ്മ ഞങ്ങൾ അത്യുത്തമ വർഗ ഞങ്ങൾ അള്ളാഹുലെ കേട്ടെങ്കിൽ അള്ളാഹു ഞങ്ങൾക്ക് സഹായം തരാണ്ടിക്കില്ല. അള്ളാഹു തആല ഖുർആനിൽ എത്രമോ ജാഗിൽ ചിലരുടെ മുഅ്മിനടക്ക് സഹായാക്കരുത്. വക്കാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. മുഅ്മിനടക്ക് സഹായാക്കരുത് ഞങ്ങൾ ഹഖ് ആയിട്ടിക്കരുത്. എവിടുണ്ടാ സഹായ?
എന്റെ അല്ലാഹ് കളവ് ചെന്നതല്ല, നങ്ങ മൂമിനായിട്ടില്ലാണ്ട് അതിരർത്ഥ, നങ്ങ മൂമിനായിട്ടില്ലാണ്ട് അർത്ഥ. ನಾನು ಇಪ್ಪತ್ತು ಉಮ್ರತ್ಗೆಲ್ಲ പോയ അൽഹംദുലില്ലാ ഞങ്ങളെ ഹംസാക്കടെ മർമോണ് സിറാജിരെ ഔത്തുകളെ വീട് ഗമ്മത്തല്ല ഇന്ത് മാഷാ അല്ലാഹ് നല്ലൊരു ഫാമിലി അല്ലാഹു തആല ഞങ്ങളുടെ ജീവിതത്തിൽ സിറാജിക്കും കുടുംബത്തും അല്ലാഹു ബർക്കത്തും നിഅമത്തും ചൊരിച്ചു കൊടുക്കുമാറാവട്ടെ. അപ്പ പോയിട്ട് അല്ലാഹുവേ കുറെ വർഷத்துக்கு മുന്നോട്ട് പോയിട്ട് പിന്നെ മക്കയും മദീന നഗര പണ്ട് കണ്ടത് പോലെയല്ല. മക്കത്തെയും മദീനത്തെയും പള്ളിയുടെ പരിസരത്തിലെ സമയത്ത് ഓരോ പെണ്ണു മക്കളുടെ ഡ്രസ്സ് കാണണം. ഞങ്ങളെ റായത്തും സമയത്ത് അങ്ങനത്തെ ഒരു ബലാഅത്ത് വന്നിട്ടില്ല. അല്ലാഹു കാത്തു സലാമത്താക്കിയാണ്ട് ചെല്ല. പാതി ബുർഖാൻ ഇട്ടിട്ട് പാതി ബുർഖാൻ ഇടാത്തത് പോലെതല്ല. ഞാൻ മൈക്കിൽ ചെല്ലുടെ ബിസി അല്ലാത്തത് കൊണ്ട് ദീർഘ ചെല്ലില്ല. കാളുടെ മേളിൽ കാളും ഇട്ടിട്ട് പബ്ലിക് പ്ലേസിൽ പോലീസരങ്ങളെ എതിരുള്ള സമയത്ത് സിഗരറ്റ് വലിച്ചിട്ട് പുക ഊതളെങ്ങത്തത്, സിഗരറ്റും വലിച്ചിട്ട് ബാളക്കാർത്തി പെണ്ണുമക്ക പബ്ലിക് പ്ലേസിൽ പോലീസരങ്ങളെ എതിർലെത്തിച്ച് സിഗരറ്റ് വലിച്ചിട്ട് ഊതരങ്ങനെ. നിങ്ങളെ റായത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളെ ഒരു എവിടെയെങ്കിലും ഒരു മൂലെങ്കിലും തെച്ചിട്ട് ഒരു സിഗരറ്റ് വലിച്ച് ഊതർ കണ്ടിട്ട് കുറ നിങ്ങൾ അവിടുത്തോളം ആ ദപ്പത്തനത്തേക്ക് പോയിട്ട് പിന്നെ എവിടെ സഹായം ഉണ്ടാവും ആലോചനാക്കി നോക്കൂ. നീ ഞങ്ങളെ ഡ്രസ്സും കോലെന്നൊക്കെ ചെള്ളോക്ക് ചങ്കിയ ഇത് കണ്ണാരെ കണ്ട ചരിത്രം 10-25 വർഷം നാൾക്ക് മുന്നിൽ പോയിട്ട് വന്നതാണ്. ഇതെല്ലാം മനുഷ്യരുടെ അവസ്ഥ. ഞങ്ങളെ അവസ്ഥ അതങ്ങനെല്ലാം അതിനേക്കാണ് അപ്പുറത്തുള്ള ദയനീയ പരിസ്ഥിതി ഞങ്ങളെ റായത്തിൽ കണ്ടോണ്ടുള്ളത്. ഉണ്ടെന്ന് ഞാൻ വല്ലാത്ത ബേജാറ് ബിസിയാ. മദ്രസത്തുക്ക് പണ്ട് മക്ക സമയത്ത് അവിടെ വീഡിയോ ഗെയിമുടെ അഡ്ഡ തുടങ്ങിയിട്ടുള്ള ജുഗാരി കളിച്ചതല്ല. അതിൽ ഓൾഡ് സ്റ്റൈൽ ഈ ജുഗാരി കളിക്കരുത്. അന്തർ ബാഹർ ചെന്നിട്ട് ഉളായി ഫിതായി ചെന്നിട്ട് ചീട്ട് കളിച്ചിട്ട് കാസാക്കരുത്, ലോട്ടറി എടുക്കരുത്. അതിൽ ഓൾഡ് സ്റ്റൈലായിട്ട് ഇപ്പൊ ന്യൂ ജനറേഷൻ ന്യൂ സ്റ്റൈൽ എന്തിരെ ജുഗാരി അഡ്ഡ പോലെമേ വീഡിയോ ഗെയിം അതൊക്കെ 100 ഗണ്ടക്ക് 200 300 കൊടുത്തിട്ട് അത് കളിക്കരുതും അത് തുള്ളിടുതും. അല്ലാഹുവേ കാത്തു സലാമത്താക്ക തമ്പുരാനെ. എങ്ങനത്തെ ദയനീയ പരിസ്ഥിതി. പിന്നെ അങ്ങനെയുള്ള ഞങ്ങൾ മുസ്ലിം എന്തിരത്തെ ബീച്ചിട്ടുള്ള മുസ്ലിം ഇട്ട് ചെല്ലടെ, എന്തിരത്തെ ബീച്ചിട്ട് ഞങ്ങൾ മുസ്ലിം ഇട്ട് ചെല്ലടെ, ഞങ്ങൾ മൂമീനിട്ട് ചെല്ലടെ. പിന്നെ എന്ത് ബീച്ചിട്ട് റബ്ബുടെ അല്ലാഹുവേ ഞങ്ങൾക്ക് നിസ്സ കഷ്ടകാലത്തിന് സഹായൊക്കെ ചെല്ലടെ. എന്ത് ബീച്ചിട്ട് തന്നെ അനുഗ്രഹത്തുക്ക് ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ ഉസ്താദ് ദ്വാര ചെന്നതുപോലെ തന്നെ അനുഗ്രഹത്തുക്ക് ശുക്രാക്കട പോലത്തെ ഭാവന ഞങ്ങളൊട്ടിക്കയില്ല. ഞങ്ങൾക്കുണ്ട് വേണ ഇത് കഷ്ടകാലത്തിൽ പടച്ചോണ് വേണു, സുഖത്തെ കാലത്തിൽ അല്ല വേണ്ട. സുഖത്തെ കാലത്തിൽ അള്ളാഹു നമുക്ക് വേണ്ടത്തെ പോലത്തെ പരിസ്ഥിതി ആയിട്ടുള്ളത്. അള്ളാഹു കാത്ത് സലാമത്തിലാക്കുമാറാവട്ടെ. പരിസത്തെ മുഅ്മിനീങ്ങളെ ചെന്നോണ്ടുള്ളത് ഞങ്ങൾ യഥാർത്ഥ മുസ്ലിം ആവണം, യഥാർത്ഥ മുഅ്മിനാവണം. ഈ സന്ദർഭത്തിൽ ഇതെല്ലാം ചൊല്ലുക കാരണമാ തിരുസത്തെ ബാലക്കാറാ. നിന്റെ ബാപ്പ പോയിട്ട് ഇസ്ലാമിയുടെ പിറകിൽ നീ പോണുലാമോണേ. നിന്റെ ഉമ്മ പോയോണ്ടുള്ള പരിശുദ്ധ ഇസ്ലാമിയുടെ പിറകിൽ നീണ് പോണോ ബാലക്കാർത്തി പെണ്ണേ. നിന്റെ ഉമ്മയും നിന്റെ അജ്ജും പോയോണ്ട് ഇന്ന പരിശുദ്ധ ഇസ്ലാമിയുടെ പിറകിൽ പോവണല്ലാണ്ട് രക്ഷപ്പെടുക വേറെ തെരുവില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊമ്മ സിദ്ധാന്തല്ല നിങ്ങൾക്ക് പടിപാടി തന്നത്. ഞങ്ങൾ നല്ല ആവുക വേണായിട്ട് നിങ്ങൾ നോക്കിയോ. ഞങ്ങളെ റായത്തെ പള്ളി ജുമാ നിസ്കാരം ജമാഅത്ത് നിസ്കാരമുണ്ടോ? ആ ജുമാ ജമാഅത്ത് നിസ്കരിക്കുക വേണായിട്ട് മാത്രം പടച്ച തമ്പുരാന്റെ പള്ളി ഇവിടെ കെട്ടി ഉണ്ടാക്കിയത്. പള്ളിയുടെ ബിസിക്കും വല്ലാത്ത ബേജാറ്. എത്രയോ വർഷത്തുക്ക് മുന്നോട്ട് എത്രമോ ശതമാനത്തിൽ സുജൂദിട്ടോണ്ടിരുന്ന പള്ളി, എത്രമോ ശതമാനത്തിൽ എത്രയോ സാലിഹ്യങ്ങൾ ആലിമീങ്ങൾ ആരിഫീങ്ങൾ ഇബാദത്ത് സുന്ദരമായ പള്ളി ഇണ്ടവിടെ പോയിട്ട് സുജൂദിട്ട പോലത്തത് തടഞ്ഞു പെയ്ച്ച രൂപത്തിൽ അല്ലാഹുവേ ഈ റായത്തും നീ ഉമ്മത്തുക്കും നീ വിജയം കൊടുക്കൂ അല്ലാ. പണ്ടിൽ പിന്നെ സുജൂദിട്ടോണ്ടിരുന്ന പവിത്രമായ ജാഗകൾ ഇന്നും ഖിയാമത്ത് നാൾ വരെ സുജൂദിട്ട പോലത്തെ ഒരു വ്യവസ്ഥ നീ ഉണ്ടാക്കിത്താ അല്ലാ. അതിന്റെ പിറകിൽ കടിക്കട സകലമാന കൈക്കും നീ അല്ലാഹുവേ ഞങ്ങളെ കൈയുടെ നീ നശിപ്പിക്ക് തമ്പുരാനെ. അതിന്റെ പിറകിലെ സഹായാക്കട കൈക്ക് നിന്റെ ഖുവ്വത്ത് കൊടുക്കൂ അല്ലാ. നിന്റെ മലായികത്രങ്ങളെ കൊണ്ട് സഹായ കൊടുക്കു തമ്പുരാനെ. പടച്ചറബേ ഈ റായത്തെ ആളുമാർ ദ്വാരക്കട ദ്വാത്തിന് സ്വീകരിച്ചിട്ട് അല്ലാഹുവേ ഖിയാമത്ത് നാൾ തോള നിന്റെ പള്ളിയിൽ നിക്ക് സുജൂദിട പോലത്തെ ഒരു അന്തരീക്ഷം നീ ഉണ്ടാക്കി താ തമ്പുരാനെ. അത് കാണുന്ന സൗഭാഗ്യ ചന്തത്തെ ജാഗല് ചന്തത്തെ പള്ളി കെട്ടിട്ട് അവിടെ നിസ്കരിക്കുക പോയിട്ട് പണ്ടതാശ ജാഗലുടെ പള്ളിയിൽ നിന്നിട്ട് ബാങ്കയുടെ ശബ്ദ കേക്കട പോലോത്തെ അല്ലാഹുവേ ആ സ്വാതന്ത്ര്യം ആ ഹക്കും നമുക്ക് നീ തിരിച്ചു താ അല്ലാ. ഇത്രല്ല ഈ റായത്തെ കമ്മിറ്റിടങ്ങളിലെ കഷ്ടപ്പെന്നുകൊണ്ടുള്ളത്. പ്രതി ഓരോ റായത്തും പള്ളിക്ക് വേണായിട്ട് ആളുമാറ് കഷ്ടപ്പെടാറ്. അതിലെ കമ്മിറ്റിയുടെ ആളുമാറ് ഓടി നടക്കിടാറ്. ചന്ത വേണു ഞങ്ങളുടെ പള്ളി, ചന്ത വേണു ഞങ്ങളുടെ പള്ളിയുടെ വ്യവസ്ഥ. കാർപ്പറ്റ് പുതിയതാവണോ, ഏസി പുതിയതാവണോ, ഹൗലല്ല കാണുക ഗലീജ് കണ്ട് പുതിയ ഹൗലാവണോ, പുതിയ മീനാറാവണോ, കാണുകൊന്നു കുസിയാവണോ. എന്ത് കേട്ടെങ്കിൽ യക്ഷഗാനാക്കുകല്ല, നാടകാക്കുകല്ല, ഏതെങ്കിലും സിനിമ പ്രദർശനത്തുകല്ല, എന്തെങ്കിലും ഒരു കളി കളിക്കുകല്ല.
കേവലം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്ത് എടുക്കുക. അല്ലാഹു ഇഷ്ടപ്പെട്ട മാലയും മൗലിദും ഖുതുബിയത്തും മജ്ലിസുൻ നൂറും റാത്തീബും ഇതുപോലത്തെ കേവലം ഇബാദത്തിന് മാത്രം സീമിതമായിട്ടുള്ള പടച്ച തമ്പുരാന്റെ പള്ളി. ആ പള്ളിക്ക് വേണ്ടിട്ട് കഷ്ടപ്പെട്ടത് എന്ത് കീണ്ട് തിരിയണ ബാലക്കാറാ. നിന്റെ ബാപ്പവും നിന്റെ ബാപ്പയുടെ ബാപ്പവും നിന്റെ അജ്ജവും നിന്റെ ഹിരിയാളുമാരെല്ലാം അതുക്ക് വേണ്ടിട്ട് ഓടി നടന്നത്, ഞങ്ങളെ കൊണ്ട് സേവയാക്കിയത്. അവിടെ നിസ്കരിക്കുക ആളുണ്ടാവണോ ചെന്നിട്ടോ ഇണ്ട് നിങ്ങളെ പറയാത്ത പലയിടുന്ന അവസ്ഥ നോക്കുക. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരട് മൻ ഗസ്സല വഗ്തസല, ഏതെങ്കിലും ഒരാൾ കുളിച്ചെങ്കിൽ തന്റെ ആളുമാരെ കുളിപ്പാട്ടിയെങ്കിൽ വബക്കറ വബ്തകറ, വേഗ പള്ളിക്ക് പോയെങ്കിൽ തന്റെ ആളുമാരെ കൂട്ടിക്കൊണ്ട് പള്ളിക്ക് പോയെങ്കിൽ വമശാ വലം യർകബ്, വാഹനത്തിൽ സമയത്ത് പോവാണ്ട് നടന്നോണ്ട് പടച്ചതമ്പുരാന്റെ പള്ളിക്ക് പോയെങ്കിൽ വദന മിനൽ ഇമാം, ഇമാമുടെ മുട്ട എത്ര ഏറെ വേഗ ഏറെ ചെറുകുതീരട, എത്രത്തോളം ഇമാമുടെ മുട്ട നീ കൊകുതീരട അത്രത്തോളം ഇമാമുടെ മുട്ട എത്തിയെങ്ക അവിടെ ഇമാമും ഖതീബും ഖുതുബ ഓതുറതും നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവോദര ഖുർആൻ ഓതും. അതെല്ലാം കാതു കൊടുത്തൊരു കേട്ടെങ്ക വലം ജൽഹ്, അവിടുന്നും അകത്യ ഇല്ലാത്ത സൊറാക്കില്ല. അവിടെ പഞ്ചാധികം ഗുളുമാളും കളിയും ചിരിയും തമാശയുമാക്കില്ല. മാന്യമായ രൂപത്തിൽ പള്ളിയിൽ വെച്ചെങ്ക കാനലഹു ബികുല്ലി ഖത്വത്തിൻ അമലു സനത്തിൻ അജ്റു സിയാമിഹാ വഖിയാമിഹാ, ഒരു വർഷ സമ്പൂർണമായിട്ടും സത്കർമ്മ ആകെ ജാവുക നിസ്കരിച്ച് തറാവി നിസ്കരിച്ച് ബാക്കിയുള്ള നിസ്കാരം നിസ്കരിച്ച് അതേപോലെ ജാവും പോളും എല്ലാ നാളും ഇബാദത്തെടുത്ത് പോളുകും ഒമ്പ് പിടിച്ച പ്രതിഫലത്തെ പടച്ച തമ്പുരാന് തണ്ട ചെന്നിട്ട് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിടുന്നെങ്കിൽ ഇണ്ട് നിങ്ങളുടെ റായത്തെ ജുമാഅത്തെ അവസ്ഥ എങ്ങനെ? ചുറ്റുഭാഗത്തെ എല്ലാവരാണ് മണൽ ചിലരുടെ റായത്തെ ബിസിയല്ല ചെന്നോണ്ടുള്ളത്. ടോട്ടലി ആയിട്ട് നിങ്ങളുടെ റായത്തെ പള്ളിയുടെ നിങ്ങളുടെ പരിസരത്തുള്ള എല്ലാ പള്ളിയുടെയും അവസ്ഥ എങ്ങനെ പടച്ചവര്? ജുമാഅത്തുക്ക് ഖുതുബത്തുക്ക് ആള് പത്രം എടുത്തോളം ഇമാമ് പത്രം എടുത്തോളം പള്ളിയിൽ ആളില്ല. സൂറത്തുൽ കഹ്ഫിന്റെ ഓതുക്കി സൂറത്തുൽ കഹ്ഫ് ഓതുരഷ്കെ പിന്നെ ശബ്ദം കേൾക്കില്ല. യാസീനോദര ബാലക്കാരെ കണ്ടില്ല. രണ്ട് കയ്യുദ്ധാക്കിട്ട് ദ്വാരക്കട പോലത്തെ മക്കളെ പള്ളിയുടെ ഉൽക്കത്തിൽ കണ്ടില്ല. എനിക്കൊക്കെ തീരാത്ത 4 വയസ്സിറങ്ങ പോണെന്നര 12 ഗണ്ടാമ്പത്തേക്ക് വന്നെങ്കിൽ പിന്നെ മെല്ലെ മെല്ലെ പള്ളിയിൽ എങ്ങനെ ആളിങ്ങനെ ബിറുക്കുക തുടങ്ങിയെങ്കിൽ ആള് പള്ളിയിൽ എല്ലാരും വന്ന് സേരടയപ്പോണ്ട് കേട്ടെങ്കിൽ ഉസ്താദ് ഖദ് ഖാമത്തി സ്വലാത്തു ഖദ് ഖാമത്തി ഇഖാമത്ര ശബ്ദ കേൾക്കുമ്പോഴായിട്ട് ഇവിടെ ഉത്തരഭർത്താവിടത് ഒരു റക്കാത്ത് ബാലക്കാർ 2 റക്കാത്തിൽ ഒരു റക്കാത്ത് സമയത്ത് മസ്ബൂക്ക് അവിടെ ബാലക്കാരെയും കണ്ടില്ല മനുഷ്യരെ. ഒന്ന് ആലോചനാക്കി നോക്കിയമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിയത് പണ്ടത്തതുപോലെ ഞങ്ങളെ റായത്തിൽ എന്ത് ഞങ്ങളെ റായത്ത് ഞങ്ങളെ ഹിരിയാളുമാറ് ഞങ്ങളെ അജ്ജമാറെ കാലത്തിൽ ഇന്നൊരു സമ്പ്രദായ വെള്ളിയാസ ജുമാഅത്തെ 4 എല്ലാ പണിക്കും ഞങ്ങൾക്ക് റജ, എല്ലാ പണിക്കും ഏതും പണിക്ക് പോവല. സുബിയിൽ പിന്നെ ഞങ്ങളെ പണിയന്ത്രണ്ട് കേട്ടെങ്ക പെണ്ണിങ്ങായ നഗകളെല്ലാം ക്ലീനാക്കിട്ട് ഔത്ര പരിസരമെല്ലാം ചന്ത ശുദ്ധിയാക്കിട്ട് ഡ്രസ്സെല്ലാം കഴുകിട്ട് എത്ര വേഗത്തിൽ നാഷ്ടെല്ലാക്കിട്ട് വയസ്സായ ആളുമാർ ഒരു കണ്ണടിയും പിടിച്ചിട്ട് കയ്യിലൊരു കത്തരിയും പിടിച്ചിട്ട് ഒരു ചീപ്പും പിടിച്ചിട്ട് താടി മീസെല്ലാം ഭാരിയിട്ട് അതെല്ലാം കട്ടാക്കിട്ട് ഒപ്പാട്ടിട്ട് സെട്ടാക്കിട്ട് പെരുന്നാൾക്ക് റെഡിയാവിടെ പോലെ ഡ്രസ്സെല്ലാം റെഡിയാക്കിയിട്ട് കുളിച്ചിട്ടെല്ലാം ശുദ്ധിയായിട്ട് എത്ര വേഗത്തിൽ പെരുന്നാൾക്ക് പള്ളിക്ക് പോയത് പോലെ വയസ്സറങ്ങ വെള്ളിയാസരണ്ട് പള്ളിക്ക് പോണ്ട് ചെന്ന് അത്രയും ഒരു കൊസിയങ്ക് അത്രയും ഒരു റാഹത്തങ്ക് എല്ലാ വാർത്തലും പെരുന്നാള് അങ്ങനെ പള്ളിക്ക് പോയിട്ട് എല്ലാ ഓതനായത് ഓതിട്ട് ഞങ്ങളെ ഉമ്മക്ക് ഞങ്ങളെ ബാപ്പക്ക് ഞങ്ങളെ കുടുംബത്തുക്കെല്ലാം ദുവാറന്നിട്ട് കുറെ യാസീൻ ഓതിട്ട് സ്വലാത്ത് ചെന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഖതീബ് ഉസ്താദ് വന്നാൽ പിന്നെ ഖുതുബല്ല കഴിഞ്ഞിട്ട് നിസ്കാറല്ല കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ് 2ാമത്തെ ദുആവും കഴിഞ്ഞിട്ട് 1ാമത്തെ ദുആ കഴിഞ്ഞാൽ പിന്നെ ഒരു ഫാത്തിഹ ഓതിട്ട് പിന്നെ 2ാമത്തെ ദുആ കഴിഞ്ഞിട്ട് 5-10 നിമിഷത്തെ ദുആ ഉസ്താദിന്റെ വാളെല്ലാം കേട്ടിട്ട് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ലേറ്റായിട്ട് ഔത്തുക്ക് വന്നിട്ട് ചോറുണ്ടെടുത്തെല്ലാം കിടന്നെങ്കിൽ പിന്നെ അസർക്ക് പോണ്ടത് പോലെ അങ്ങനത്തെ ഒരു സമ്പ്രദായ വെള്ളിയാസനുണ്ട് ജുമുഅത്തുക്ക് പോണ്ടത്. വർഷത്തിൽ 2 വട്ട പെരുന്നാൾക്ക് പോയ സന്തോള ഇന്നൊരു കാലത്ത് മനുഷ്യ വറാളെങ്ങും ആ രൂപത്തിലുണ്ട് നിങ്ങളെ പള്ളിയുടെ പരിസരത്തിൽ കണ്ട കുറെ
ബസ്രങ്ങ അല്ലാണ്ട് പലരുടെ പരിസരത്തിൽ ആ രൂപത്തിൽ കണ്ടാവുന്ന ആലോചനാക്കി നോക്കുവളാ. പുതിയ ബാലക്കാർ ആ രൂപത്തിൽ തയ്യാറാവിടെ ക്രമമുണ്ടാ. ആണിങ്ങും മാത്രല്ല പെണ്ണിങ്ങും മക്കും ഹൈലും നിഫാസും ആയങ്ങും സമേത അങ്ങ പള്ളിക്ക് പോകില്ല. ബദലകൗത്തുൽ ജുമുഅത്തുണ്ട്, കുളിക്കു സുന്നത്തങ്കുമുണ്ടോ? ജുമുഅത്തുണ്ട്, നല്ല ഡ്രസ് എടുക്കും അങ്ക് സുന്നത്തുണ്ടോ? ജുമുഅത്തുണ്ട്, ദിക്ർ തസ്ബീഹ് ചൊല്ലകു സുന്നത്തുണ്ടോ? ശുദ്ധി ഇന്ന പെണ്ണിങ്ങു അതേപോലെ സൂറത്തുൽ കഹ്ഫ് ഓതുകു സുന്നത്തുണ്ടോ? യാസീനും അതേപോലെ സ്വലാത്തും ചൊല്ലുന്ന ദ്വാരക്കട സമ്പ്രദായ അതെല്ലാം പെണ്ണിങ്ങും ഒരുപോലെ. പള്ളിക്ക് പോകും തീരാത്ത ബയസ്രങ്കും അതേപോലെ ആരോഗ്യമാർഗം ഒരുപോലെ എല്ലാവർക്കും സുന്നത്തുണ്ട്. ആണിങ്ങക്ക് പള്ളിക്ക് പോണോ, പെണ്ണിങ്ങ ഉത്തുലിച്ചെടുക്കണോ? ഇണ്ട് ഞങ്ങളെ ഉത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിങ്ങ വെള്ളിയാസണ്ട ആ ജുമുഅത്തെ നാളുടെ ഗൗരവ കൊടുത്തിട്ട് ബഹുമാനിച്ചിട്ട് പെരുന്നാൾക്ക് കുളിച്ചതുപോലെ ഞങ്ങളെ ഉത്തിൽ പെണ്ണിങ്ങ കുളിക്കട ക്രമയില്ല, മക്കളെ കുളിപ്പാട്ട ക്രമയില്ല. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്ന മൻ ഗസ്സല ആരെങ്കി കുളിച്ചെങ്കിൽ വഗ്തസല തന്റെ ആളുമാരെ കുളിപ്പാട്ടിയെങ്കിൽ അങ്ങനെ കുളിപ്പാട്ട കുളിച്ചറ പെരുന്നാളുകല്ലാണ്ട് വെള്ളിയാസണ്ട് കിറക്ക് കേക്കട ക്രമയില്ല. ഇങ്ങനത്തെ പരിശുദ്ധ ഇസ്ലാമിയുടെ സംസ്കൃതി ഒത്തിരി നഷ്ടപ്പെട്ടു പോയത് ജമാഅത്ത് നിസ്കാരമാ. അതേപോലെ എല്ലാ നാളിലും ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മുന്നോള എല്ലാ പള്ളിയിലും ഹദ്ദാദ് റാത്തീബ് ചെന്നിട്ടുണ്ടോ? ആ ഹദ്ദാദ് റാത്തീബിയുടെ ഓരോരോ ദിക്റും പടച്ചതമ്പുരാൻ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പാട്ടിയത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഹദീസിൽ പഠിപ്പാട്ടി തന്നത് ആ പവിത്രമായ ദിക്റുടെയും അതേപോലെ തസ്ബീഹുടെയും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു ക്രോഡീകരണാക്കിയ ഹദ്ദാദ് റാത്തീബ് ചെന്നിട്ട് പിന്നെ ബന്ധങ്ങൾക്ക് പേര് വെച്ചത് കേമുളർ 15 നിമിഷമാ 12 നിമിഷമാ ഉള്ള ചെറിയൊരു റാത്തീബ്. പടച്ചവനെ ഞങ്ങളെ റായത്തിൽ ഹദ്ദാദ് റാത്തീബ് ചേർന്നതാ. എന്നും സ്വറയില്ലാത്ത സാധുങ്ങളായി എനിക്ക് തീരാത്ത കുറെ രോഗവും അതേപോലെ ഷുഗറും പ്രഷറും കൈനമ്പളും കാളുനമ്പളും ഇല്ല ഇന്ന പോലത്തെ ആരോഗ്യ കുറുടിയായിട്ടുള്ള കുറെ വയസ്സന്മാരല്ലാട്ട് ഹദ്ദാദ് പള്ളിയിലുണ്ട് ദിക്ര ക്രമയില്ലടാ. അക്കൂട്ടത്തിൽ ഒരാള് പള്ളി നിന്നിട്ട് വിട്ടുപോയിട്ട് 6 അടി മണ്ണുക്ക് ഖബർസ്ഥാനത്തേക്ക് യാത്രയായെങ്ക ബദൽക ആ മനുഷ്യരുടെ ബദൽക ഒരു ഹദ്ദാദ് ചിലയുടെ ആളുമാർ പള്ളിയിലില്ലാട്ടായ പോലത്തെ പരിസ്ഥിതിയുണ്ട്. സുബി നിസ്കാരത്തിൽ ഒരു റായത്തിൽ 30 ആളുമാറുള്ള രണ്ട് കണ്ടെങ്ക അക്കൂട്ടത്തിൽ ഒരാള് ഖബർസ്ഥാനത്തേക്ക് യാത്ര പോയെങ്ക അവന്റെ 3 സമയത്ത് പിന്നെ പള്ളിയിൽ പോയിട്ട് എന്റെ ബാപ്പ പള്ളിക്ക് പോയോണ്ടിന്തി ചെന്നിട്ട് ആ സഫ് വൃത്തിയാക്കുക ആളില്ലാത്ത പരിസ്ഥിതി. ആളില്ലേ ആളുണ്ട്, പള്ളിക്ക് പിറകെ ആളില്ലാണ്ട് മാത്രമുള്ളത്. ജനസംഖ്യ എല്ലാ റായത്തിലും ജനസംഖ്യ 6,000 എല്ലാ റായത്തിലും ഔത്ര സംഖ്യ 6,000 ഏത് റായത്തിലും മന നമ്പർ കൊറടി അവിടുതല്ല ബദൽ 6,000 പള്ളിക്ക് നോക്കിയപ്പോ ജനസംഖ്യ കൊറടി അവിടെല്ലാണ്ട് അവിടെ ആറകാണ്ടില്ല. നിങ്ങ കുന്തുണ്ട ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഠിപ്പാട്ടത് ആണിങ്ങളെ വഖീമുസ് സ്വലാത വആതുസ് സകാ സ്ഥിരമായിട്ട് നിസ്കരിക്കറോ. എപ്പം കുറുക്ക മനസ്സായപ്പല്ല പള്ളിക്ക് പോണായത്, മനസ്സായപ്പല്ല ജുമാഅത്തുക്കും ജമാഅത്തുക്കും പോണായത്. വഖീമുസ് സ്വലാത്ത സ്ഥിരാക്കുറു നിസ്കാരത്തെ വആതുസ് സകാ കണക്കനുസരിച്ച് സകാത്ത് കൊടുക്കറോ. വർകഊ മഅർ റാകിഈൻ നിങ്ങ സിംഗിളായിട്ടല്ല നിസ്കരിക്കണായത് ബദൽക നിസ്കരിക്കടങ്ങളെ ഒട്ടിക നിങ്ങൾ നിസ്കരിക്കറു. അല്ലാഹു ചെന്നോണ്ടുള്ളത് നിസ്കരിക്കടങ്ങളെ ഒട്ടിക നിങ്ങൾ നിസ്കരിക്കറു. സിംഗിളായിട്ട് ഏകാന്തമായിട്ടല്ല നിസ്കരിക്കണായത്, ജമാഅത്തായിട്ട് നിസ്കരിക്കറു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപാട്ട. അതേപോലെ മനുഷ്യരെ വതകുതുബു മാ ഖദ്ദമു വആസാറഹും വനകുതുബു മാ ഖദ്ദമു ആസാറഹും വആസാറഹും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിങ്ങൾക്ക് പഠിപ്പാട്ടത് പ്രതി ഒരു മനുഷ്യരുടെ വനകുതുബു മാ ഖദ്ദമു നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റെക്കോർഡാക്കി വെക്കടാ. വആസാറഹും അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ഉണ്ടല്ലേ, അങ്ങനെ ഓരോരോ സ്റ്റെപ്പടിയും പടച്ച തമ്പ് റെക്കോർഡാക്കി വെക്കറാ. നീ പള്ളിക്ക് ചെന്നിട്ട് ബേരിച്ചിട്ട് ഔത്തുന്നിട്ട് പള്ളിയുടെ പറത്തിഞ്ഞിട്ട് പള്ളിക്ക് എത്രോടത്തോളം നിന്റെ സ്റ്റെപ്പ് ഉണ്ടല്ലേ. പള്ളിയിൽ നിന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഔത്തുക്ക് റിട്ടേൺ പോണ്ടേ നിന്റെ ഓരോ
ഹജ്ജ ഉണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായികത്തിനെ റെക്കോർഡാക്കി വെക്കറളാ അതുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാള പ്രതിഫല തണ്ട നിന്റെ ഓരോ ഹജ്ജക്കും പടച്ച തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ വന്നുപോയ എത്രമോ തപ്പ് വ്യത്യാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാഫാക്കട മനുഷ്യരെ അങ്ങനെയുള്ള സുന്ദരമായ വ്യവസ്ഥ ഞങ്ങളെ പള്ളിയിൽ നിന്നിട്ടും നാളെ ആഖിറത്തിലേക്ക് എത്തിയപ്പോ യൗമ യുക്സഫു അൻ സാഖിം വയുദഊന ഇല സുജൂദ് ഫലാ യസ്തതിഊന ഖാശിയതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലാ ആഖിറത്തിലേക്ക് എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇന്നൊരു ടെസ്റ്റ് ഉണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് പ്രകാശത്തുക അല്ലെങ്കിൽ റബ്ബുക്ക് സുജൂദ് എടുക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലടാ അങ്ങനെ സുജൂദ് എടുക്കുക ചെന്നപ്പോ ഞങ്ങളെ കണ്ണ് പൊട്ടിയങ്ങളെ പോലെ കുരുടന്മാരെ പോലെയാക്കിടറ് ബഗ്ഗാവാത്ത രൂപത്തിലുള്ളറ് തല അടിക്കിട്ടെങ്കിൽ മേലടി ഉദ്ദാക്കുക ആവാത്ത പരിസ്ഥിതിക്ക് കുറെ ആളുമാർ പിന്നെ വഖദ് കാനൂ യദഊന ഇല സുജൂദ് വഹും സാലിമൂൻ ഭൂമിയിലിക്കട സന്ദർഭത്തിൽ സുജൂദുക്ക് വേണമായിട്ട് ഞങ്ങളെ വിളിച്ചോണ്ടിന്നറ് നിരന്തരം വിളിച്ചോണ്ടിന്നറ് ഒറുക്കല്ല വിളിക്കടല് പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിന്നറ് എപ്പോണ്ട് തെരിയണ ബഹുമാനപ്പെട്ട തഫ്സീർ ഗ്രന്ഥത്തിലുള്ള കാണ്ട് കാനൂ യസ്മഊന ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ നിരന്തര ഹയ്യ അലസ്സലാ നിസ്കാരത്തിക്ക് ബറോ ഹയ്യ അലൽ ഫലാ വിജയശാലിയ ബറോ ഒറുക്ക വിളിച്ചിട്ട് ചെന്നതല്ല ജണ്ടുപട്ട വിളിച്ച് ചെന്നതല്ല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിർദ്ദേശപ്രകാരം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങി വെച്ച ബാങ്ക് ചെണ്ട ശബ്ദം ഉണ്ടല്ലേ ആ ശബ്ദം ഇണ്ടും പൊളിഞ്ഞിട്ടില്ലടാ അത് ഓരോ സെക്കൻഡിലും സകലമാന പ്രപഞ്ചത്തിലേക്കുള്ള സകലമാന മുസൽമാനുടെ വായിൽ വന്നോണ്ടുള്ളത് സകലമാന മുസൽമാൻ കേട്ടോണ്ടുള്ളത് ഖിയാമത്ത് നാൾ തോല ഒരു സെക്കൻഡ് സമയത്ത് നിൽക്കാത്തത് ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ വിളിച്ചതേ മുഅദ്ദിൻ ഉസ്താദ് വിളിക്കരുത് എല്ലാവർക്കും സൗകര്യം ഇല്ല ചെന്നിട്ട് അതൊക്കെ വേണ്ട നിങ്ങൾ ശമ്പളം കൊടുത്തിട്ട് ആളെ നിപ്പാട്ടിയറ് നിങ്ങൾ ചോറ് കൊടുത്തിട്ട് ആളെ നിപ്പാട്ടിയറ് ആ വിളിക്കട ആളുമാർക്ക് ദീക്കുകുലിന് വ്യവസ്ഥ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തറ് റായത്തെ മുഅദ്ദിൻ ഉസ്താദ് സകല സൗകര്യം ആക്കി കൊടുത്തറ് അയാളെ പണിയന്ത്രേണ്ടി തരിയോണ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ പെണ്ണുങ്ങളെ നിസ്കരിക്കുക തയ്യാറാവറോ ആണുങ്ങളെ പള്ളിക്ക് പറോ 4-5 വട്ട കനിഷ്ഠപക്ഷ അയാള് ബാങ്കിള് 10 വട്ട ചെല്ലട് 5 വട്ടായിട്ട് 10 വട്ട ചെല്ലട് 2 വട്ട ബാങ്കള് പിന്നൊരു കൈക്കാമത്തല് ഇങ്ങനെ സാധാരണ 15 വട്ട ഈ ശബ്ദ അയാൾ ഉപയോഗാക്കട് മനുഷ്യ 4-15 വട്ട ഹയ്യ അലസ്സലാ 4-15 വട്ട ഹയ്യ അലൽ ഫലാ ഇത് 4 ഇത്രയും ചെന്നിട്ട് എല്ലാ നാളും കേട്ടിട്ട് നിന്റെ കൽബുക ഒരു നാളെങ്കും തറച്ചിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ആ ശബ്ദം നിന്റെ കൽബുക അത് കേട്ടിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ മനുഷ്യ നീ ഏത് നാളുകളാ നിന്റെ റബ്ബ് അല്ലാഹുണ്ട് ചെല്ലട് പടച്ചതമ്പുരാന് പരിശുദ്ധ ഖുർആനിൽ ചെന്നോട്ടുള്ളത് വഖദ് കാനൂ യദഊന ഇല സുജൂദ് നിസ്കരിക്കുക വേണമായിട്ട് നിരന്തരം ഞങ്ങളെ വിളിച്ചോണ്ടിന്നറ ഓഹും സാലിമോ നിന്റെ കൈകാല് പൊളിഞ്ഞിട്ട് മൂലക പൂന്നപ്പോ നിന്റെ വിളിച്ചതല്ല സൈഡ് എഫക്റ്റ് ആയിട്ട് കിടത്തത്തിലായപ്പോ നിന്റെ വിളിച്ചതല്ല സഖറാത്തിലിക്കട സന്ദർഭത്തിലും നിന്റെ വിളിച്ചതല്ല സീക്രോ ഹോസ്പിറ്റൽ ICUവിൽ കിടക്കട സന്ദർഭത്തിൽ വിളിച്ചതല്ല മാറക്ക രോഗ ഇന്ന സന്ദർഭത്തിൽ വാളപള്ളിക്ക് ചെന്നിട്ടും വിളിച്ചിട്ടില്ല ബദലക് ഓഹും സാലിമോ നിന്റെ കൈക്ക് തകരാറില്ലാത്ത നിന്റെ കാളുക തകരാറില്ലാത്ത നിന്റെ ഹാർട്ടക്ക് തകരാറില്ലാണ്ട് ഒരു സീക്കും നിന്റെ മുട്ട വന്നിട്ടില്ലാത്ത സമ്പൂർണമായിട്ടും ആരോഗ്യത്തിൽ ഇന്നപ്പോ വിളിച്ചിട്ടും ഓണേ നീ പടച്ച തമ്പുരാന്റെ പള്ളിയുടെ ഭാഗ ചിന്തനാക്കില്ലല്ലേ അങ്ങനത്തെ ആളുമാറ നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുജൂദുടു ചെന്നപ്പോ അങ്ങളെ കൊണ്ട് ബഗ്ഗാവുല്ലടാ അങ്ങളെ കൊണ്ട് ബഗ്ഗാവുല്ലടാ മോനെ ബഹുമാനപ്പെട്ട
അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹും പരിശുദ്ധ സ്വഹാബത്ത് മദീന പള്ളിയുടെ പരിസരത്തിൽ ഇന്നറ് ആ പരിസരത്തിൽ ഇക്കടെ സന്ദർഭത്തിലതാ ആ പള്ളിയുടെ ബാങ്ക് കേട്ടപ്പോ അക്കൂട്ടത്തിൽ ഒന്ന് രണ്ടാളും മല്ലേ ആ പള്ളിയുടെ പരിസരത്തിൽ നിന്ന് മല്ലേ പോവുക തുടങ്ങിയത്. ഞങ്ങളുടെ റായത്തിൽ എല്ലാ ജാഗിലും ഉള്ളൊരു സമ്പ്രദായ കുർഫാ തെണ്ണുക പള്ളിയുടെ പരിസരം വേണോ, ആറാറ് ഇറച്ചി തിന്നുക പള്ളിയുടെ പരിസരം വേണോ, അവിടെ നിന്ന് കൂട്ടങ്ങളിലും ഏതെങ്കിലും ബസ് സ്റ്റാൻഡിന്റെ സൈഡിലും ഏതെങ്കിലും പൊളിഞ്ഞെരിക്ഷയുടെ ഉൾഗത്തിലും തെച്ചിട്ട് ജാവുടെ സ്വബയുടെ ജാവുത്തോളം എണ്ണിട്ട് ഇറച്ചും ചോരയും കുടിച്ചുകൊണ്ട് ഇക്കട ആളുമാർ പടച്ചറബിൽ നിന്നിട്ട് പള്ളിയിൽ നിന്നിട്ട് അല്ലാഹു അക്ബർ ചെന്നിട്ട് തുടങ്ങിയിട്ട് അങ്ങനെയും ചെന്നിട്ടുള്ള ലാസ്റ്റ് കഥ നിന്റെ മരണവേദനയിലിക്കട സന്ദർഭത്തിൽ നീ ചിരിച്ചോണ്ട് ചെല്ലണായ ശബ്ദം ഉണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതും ചെന്നിട്ട് മോദിൻ ഉസ്താദ് ബാങ്ക് വിളിച്ച് നിപ്പാട്ടിയപ്പോ പടച്ചവനെ ഇന്ന് പള്ളിയിൽ ഉൾഗത്ത് കൊണ്ടുള്ളേ ചെന്നിട്ട് മല്ലേ പള്ളിയുടെ പരിസരത്തിൽ നിന്നിട്ട് ജാറിടവണുള്ളല്ലേ അങ്ങാരുടെ സൈഡിൽ കുറുഫാത്തി എണ്ണിയോണ്ട് ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ പള്ളിക്ക് ബണ്ടത്തിരെ ബന്ധത്തെ തൗബാക്കിയിട്ട് നിസ്കരിച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം തൗബാക്കണായ ബദലക്ക് നേരെ ഔത്തുക്ക് ഓടവണുള്ളല്ലേ. അങ്ങനെ സംബന്ധിച്ചിട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചലട് അമാ ഹാദാ ഫഖദ് അസാ അബുൽ ഖാസിം. നമുക്ക് തെരിയണ മനുഷ്യരെ നോക്കറ ഓട്ര ശൈത്താന്റെ നോക്കറവണോ അവൻ ആറുണ്ട് തെരിയണ ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തആല ഇൻകാറാക്കിയവണോ അല്ലാഹുവിന്റെ ഹബീബിനെ ധിക്കാറാക്കിയവണോ എങ്ങനെയുള്ള നീണ നിന്റെ റബ്ബ് അല്ലാഹുണ്ട് ചിലട് എങ്ങനെ ഉണ്ടെന്ന് ചെല്ലമാ നിന്റെ നബി ആറുണ്ട് കേട്ടുമ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി ഉണ്ട് എങ്ങനെ ചെല്ലുവ നീണ നാളെ ആഖിറത്തേക്ക് എത്തിയപ്പോ ഖബറിലേക്ക് എത്തിയപ്പോ നിങ്ങു കൊണ്ടുണ്ട ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സെക്കൻഡ് പ്രസിഡന്റ് ആയിട്ടുന്ന കാലത്ത് മദീന പള്ളിയിൽ അങ്ങനെ നിസ്കരിച്ചോണ്ട് ഇമാമത്തേക്ക് നിന്നോണ്ടി നാളുമല്ലേ അങ്ങനെ ഇമാമത്തല്ല നിന്റെ പിന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കാര കഴിഞ്ഞൽ പിന്നെ ഒന്നങ്ങനെ മഅ്മൂമിന്റെ ഭാഗത്തേക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കോ. അങ്ങനെ തിരിഞ്ഞു നോക്കട സന്ദർഭത്തിൽ ഒരു സ്വഭാവം എപ്പോഴും നോക്കട ആറല്ല ഇല്ല ചെന്നിട്ട് ഇന്നങ്ങമേ ഇല്ല ഉള്ളത് അവിടെ പള്ളിയുള്ളത്തിൽ എല്ലാവരും പള്ളിക്ക് വരുവാറ് പള്ളിയിലില്ലാത്ത ആളുമാർ റായത്തിലൂടെയും കാണല റായത്തിൽ ഉറവത്തിലും ഓറാണിങ്ങളെയും കാണല. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലട് പള്ളിയിൽ ബാങ്കായിട്ടും ഇഖാമത്തായിട്ടും പള്ളിയിലെ ജമാഅത്തായിട്ട് നിസ്കരിക്കുക പറയാത്ത ആണിങ്ങ ഔത്തിൽ ഇന്നേക്ക് ആ ഔത്തുനാണ് തീ കൊടുക്കുക ചെല്ലാന്ത ആ ഔത്തുക്ക് തീ കൊടുത്തൊരു കത്തുപാട്ടു ചെല്ലാന്ത അവിടെ കുറെ ബയസരങ്ങും പള്ളിക്ക് പറകു തീരാത്തങ്ങും രോഗിമാറും പെണ്ണിങ്ങും മക്കും നിന്ന കാരണത്തിൽ നിന്നാണ് ഓർഡറാക്കല്ല ഇല്ലെങ്കിൽ നിസ്കരിക്കുക പള്ളിക്ക് പറയാത്ത ആണിങ്ങ ഏതെങ്കിലും ബാക്കിയായിട്ടിന്നെങ്കിൽ ആ ഔത്തുക്ക് തീ കൊടുക്കുന്നതാണ് ആജ്ഞ കൊടുക്കാൻ തേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നിട്ടിന്നെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സലാം വീട്ടിൽ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയത് ആ കൂട്ടത്തിൽ എപ്പോഴും പള്ളിക്ക് വന്നോണ്ടിന്നെ സുലൈമാൻ റളിയല്ലാഹു തആല അവനോട് കാണ്ടില്ല. സുലൈമാൻ റളിയല്ലാഹുവിനെ കാണ്ടില്ലാണ്ടായപ്പോ സുലൈമാൻ റളിയല്ലാഹു തആല അൻഹു ചിലരുടെ സ്വഹാബിയത മദീനത്തെ പള്ളിയുടെയും മദീനത്തെ മാർക്കറ്റുടെ ഇടലായിട്ട് മിഡിലായിട്ട് ആ മനുഷ്യരുടെ അകവുള്ളത്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ദൈനംദിന ബാണ കച്ചവടത്തേക്ക് വേണായിട്ട് മദീനത്തെ പള്ളി നിസ്കാരല്ല കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മാർക്കറ്റിക്ക് നടക്കുന്ന സന്ദർഭത്തില് സുലൈമാൻ റളിയല്ലാഹു തആല അൻഹു ഔത്തുകുന്നോളോട് നോണ്ടപ്പോ ശിഫ റളിയല്ലാഹു തആല അൻഹ ചിലരുടെ സുലൈമാൻ റളിയല്ലാഹുവിന്റെ ഉമ്മ ഔത്തുലുണ്ടോ ഉമ്മടല് പോയിട്ട് കേക്കട യാ ഉമ്മ ലം അറ സുലൈമാന ഫി സുബ്ഹി സുബഹി നിസ്കാരത്തിൽ നിങ്ങളെ മോന്റെ സുലൈമാന്റെ കണ്ടിട്ടില്ലല്ലേ എന്തേണ്ട് കേട്ടപ്പോ ആ ഉമ്മ ചിലരുടെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ തങ്ങളെ നന്റെ മോണ് ജാവുക തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ലേട്ടായിട്ട് ഉറങ്ങുമ്പോത്തുകോ ബാങ്കാവുടെ സന്ദർഭത്തിൽ ജമാഅത്തേക്ക് പള്ളിക്കെത്തുക ആയിട്ടില്ല. തഹജ്ജുദ് നിസ്കരിച്ച കാരണത്തിലായിട്ട് സൂചമ്മനേറെ നിസ്കരിച്ച കാരണത്തില് സുബഹി നിസ്കാരത്തേക്ക് ജമാഅത്തേക്ക് പള്ളിക്കെത്താകായിട്ടില്ലാണ്ട് ചെന്നപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചലട് ലഅൻ അശ്ഹദ സ്വലാത്ത സുബ്ഹി ഫീ ജമാഅത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഖൂമ ലൈലാ.
നിസ്കരിക്കടക്കാണ് യാറെ നക്ക് യാറെ ഇഷ്ടപ്പെട്ടത് നാണ് യാറെ ഭിസാനാണ് യാറെ പവർ കണ്ടോണ്ടുള്ളത് അത് സുബഹി നിസ്കാരത്തെ ജമാഅത്തായിട്ടിക്കട സുബഹി നിസ്കാരത്തെ പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കടത്ര പ്രതിഫല സമയത്ത് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്ത് ഇല്ലടാ തഹജ്ജുദ് നിസ്കാരം എന്നെങ്കിൽ സുന്നത്ത് നിസ്കാരത്തെ കൊടുത്താൽ യാറെ പ്രതിഫല ഉള്ളത് അയ്യുദ്ദുആഇ അസ്മഉ യാ റസൂലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ദുആ ഏത് നബിയേണ്ട് കേട്ടപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് എല്ലാ 5 വക്ത നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ദുആരക്കട ദുആക്ക് യാറെ പ്രതിഫലമുണ്ടോ തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചാൽ പിന്നെ ദുആക്ക് യാറെ പ്രതിഫലമുണ്ടോ യാറെ സ്ഥാനവും മാനവും ഉള്ളതായിട്ട് കിട തഹജ്ജുദ് നിസ്കാര ആഹയങ്കും മനുഷ്യരെ ആ തഹജ്ജുദിനെ കാണ യാറെ പ്രതിഫലം ഏത് കീണ്ട് കേട്ടെങ്ക സുബഹി നിസ്കരിക്കടതല്ല ബദലക്ക് സുബഹി നിസ്കാര ജമാഅത്തായിട്ട് നിസ്കരിക്കടത് ഞങ്ങളുടെ റായത്തിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം ബാങ്കയുടെ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ പടച്ച തമ്പുരാന്റെ പള്ളിക്ക് ഞങ്ങൾ പോണ്ട ബാലക്കാർ എത്ര ആളുള്ളവർ എത്ര ആളും മാറി ഞങ്ങളുടെ റായത്തിൽ ആരോഗ്യം ഇന്നാളും മാറി എത്ര ആളുള്ളവർ സുബഹി നിസ്കാര ജമാഅത്ത് പള്ളിക്ക് പടച്ചവനെ എനിക്ക് കുത്തിറാത്ത കുറെ ബയസരങ്ങ കുറെ സീക്കട മുദ്ദായിട്ട് കുറെ ബയസരങ്ങ എനിക്ക് കുത്തിയില്ലെങ്കും അല്ലെങ്ങനെങ്കും നടന്നോണ്ട് മുട്ടുകുത്തിയോണ്ട് പള്ളിക്ക് എങ്ങനെയെങ്കും എത്ര മഴ വന്നെങ്കും ചളി എന്നെങ്കും പേർക്കടെങ്കും ഏ സന്ദർഭത്തിലും അങ്ങ് പള്ളിക്കുള്ളവർ അങ്ങ് അല്ലാണ്ട് അല്ലാ ആരോഗ്യം ഇന്ന ബാലക്കാര പള്ളിയിൽ കണ്ടില്ലടാ കൈകാള് സരി ഇന്ന ബാലക്കാര പള്ളിയിൽ കണ്ടില്ല സുബഹി നിസ്കാര പള്ളിയുടെ പരിസരത്തിൽ അകന്നിട്ടും സമയത്താ ബാങ്കയുടെ ശബ്ദ ചെന്നി കടിക്കുന്നത് പോലെ അടിച്ചിട്ടും യശാറത്തായിട്ടും സമയത്ത് ഒന്ന് തല ഉദ്ദാക്കി എണിച്ചിട്ട് പടച്ച തമ്പുരാന്റെ പള്ളിക്ക് ജമാഅത്ത് എത്തുകില്ല സൗകര്യം ഇല്ല അതല്ല മനസ്സില്ല വണത്തിൽ കടത്തിലെ പെണ്ണിങ് ഔത്തുള്ള റങ്ങവും ഇല്ലങ്ങ ചക പോലെ ഇന്നിട്ടും ഇല്ലാത്തതുപോലെ ജീവയില്ലാത്തക പോലെ പണ്ടൊരു കാല ഇന്തു മനുഷ്യരെ അജ്ജും ഇന്ന കാലത്തില് ഔത്തുൽ ബെൽക്കറി ഇന്നത് പോലെ അക ജീവ ഇന്നത് പോലെ അങ്ങ ഇന്നപ്പോ കുടുംബത്തെങ്ങ വന്നോണ്ടിന്നറ് നിരക്കരടങ്ങ വന്നോണ്ടിന്നറ് സംബന്ധത്തെങ്ങ വന്നോണ്ടിന്നറ് അങ്ങ് അതേപോലെ കബറുക യാത്രയായപ്പോ പണ്ട് ജനസംഖ്യ കൊറടിയായത് സംബന്ധത്തെങ്ങ പണ്ടത് കൊറടിയായത് അക ചിമ്മ കുത്തിയത് പോലെ ആ ബെൽക്കിരി പൊളിയാത്തത് പോലെ കാത്തു സൂക്ഷിക്കട മറുമോളൗത്തിലില്ല മോളൗത്തിലില്ല കുടുംബത്തെങ്ങ ഔത്തിലില്ല അക പിന്നെ ചിമ്മ കുത്തിയത് പോലെ സുബഹി ബാങ്കടെ കാണാൻ മുന്നോളി എണിച്ചോണ്ടി ഒന്ന് ഉമ്മ ഖബർസ്ഥാനത്തേക്ക് യാത്രയായാൽ പിന്നെ സുബഹി നിസ്കരിക്കട പെണ്ണുങ്ങൾ ഔത്തുൽ കണ്ടില്ല തഹജ്ജുദ് നിസ്കരിക്കട പെണ്ണുങ്ങൾ ഔത്തുൽ കണ്ടില്ല സുന്നത്ത് നിസ്കരിക്കട പെണ്ണുങ്ങൾ ഔത്തുൽ കണ്ടില്ല ദീർഘഭാഷനാക്കൊക്കെ പോണ്ടില്ല ശരിയ രൂപത്തിൽ ചെല്ലട്ടെ മനുഷ്യരെ സമസ്ത ഈച്ചളുടെ സുന്ദരമായ തത്വസിദ്ധാന്ത പടിപ്പാട്ടമേയത് മാനവീയത്തെ ഇന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കൃതി ജീവനത്തിൽ അളവടിക്കയാക്കടെ മാലയും മൗലിദും ഹുതുബിയത്തും റാത്തിയും ഇതുപോലത്തെ ഹയാത്താക്കടതല്ല അത് പുനർജന്മ കൊടുത്തിട്ട് അത് വിശാലമായ രൂപത്തിൽ എല്ലാ മക്കൾക്കും പടിപ്പാട്ടനായ തത്വസിദ്ധാന്തത്തെ പടിപ്പാട്ടത് ഈ സന്ദർഭത്തിൽ നടപ്പാക്കണത് യഥാർത്ഥ മുസ്ലിമാവാ നന്റെ റബ്ബ് അല്ലാണ്ട് ചിലരുടെ മുസ്ലിമാവാ പരിശുദ്ധ ഇസ്ലാമിക്ക് ദഅവത്ത് കൊടുക്കട മുസ്ലിമാവാ നിന്റെ പെഞ്ഞയുടെ ഇസ്ലാമിക്ക് ദഅവത്ത് കൊടുക്കുന്നത് പോലെ നിസ്കരിക്കാത്ത നിന്റെ പെഞ്ഞയുടെ നിസ്കരിപ്പാട്ടത് പോലെ എന്തൊക്കെയാണ് ചെല്ലണം നോക്കിയുള്ളവർ ആ ഫസ്റ്റ് നടപ്പാക്കിയല്ലേ പെഞ്ഞുള്ളത് മാപ്പിള ചെണ്ട ആ സംബന്ധം ഉണ്ടല്ലേ നയിച്ചിട്ട് നോക്കുക വേണമായിട്ടൊരു മാപ്പിള് കൊമ്പന്നത് അതേപോലെ ബേപ്പാട്ടിട്ട് വിളമ്പി കൊടുക്കുന്ന ഒരു പെഞ്ഞ ഈ സംബന്ധല്ലേ ഞങ്ങളെ വീട്ടിക്ക് ഉണ്ടുള്ളത് മനുഷ്യ ഒന്നുകെ കേട്ടാ ബേജാറാവണ്ട ആണിങ്ങള് പെഞ്ഞൈമാർ ഉള്ള ആണിങ്ങള് മങ്ങിളായ ആണിങ്ങള് ഒന്നുകെ കേട്ടാ നിന്റെ പെഞ്ഞയുള്ളല്ലേ ഇത് പെണ്ണുങ്ങളെ നിങ്ങളെ ദൂഷനാക്കുക ചെല്ലതല്ല നിങ്ങളതേപോലെ നിങ്ങൾ തപ്പുടെ തിദ്തുപടിയാക്കുക ചെന്നോണ്ടുള്ളത് പാലക്കാറോ മങ്ങിളായങ്ങള് ഒരു ക്വസ്റ്റ്യൻ കേട്ടാ ഈ ചെന്നിട്ട് ആ തത്വ സിദ്ധാന്തത്തിക്ക് ബദ്ധമായിട്ടുള്ള പെഞ്ഞി നിന്റെ ഉത്തുള്ള ചിലത് ഒരു കുട്ടിഷ്ട കട്ടനാ നിന്റെ വീട്ടിക്ക് നീണി എണിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ എണിച്ചിട്ട് 7 ഗಂಟೆಗ 8 ಗಂಟೆಗ 10 ಗಂಟೆಗ നിന്റെ ജോബിക്ക് പോയപ്പോ നിന്റെ ബാണ്യ കച്ചവടത്തേക്ക് പോയപ്പോ സുബഹിയുടെ കാണുന്ന മാർക്കറ്റിക്ക് പോയപ്പോ നീ അതേപോലെ കേരളത്തുക ബംഗളൂരുക ബോംബൈക നൈക്കൊക്കെ പോയപ്പോ അല്ലെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം UAE ബഹ്റൈനുക സൗദിക ഗൾഫ് രാഷ്ട്രത്തുക യൂറോപ്യൻ സാമ്രാജ്യത്തുക നിന്റെ നീന് പോയപ്പോ നീ ഫ്ലൈറ്റ് പറ്റിയപ്പോ നീന ഇല്ലാത്ത സന്ദർഭത്തില് ഇല്ലാത്ത സന്ദർഭത്തിൽ ഉത്തര പരുത്തിലിഞ്ഞു പോയൽ പിന്നെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടാ സുബഹി നിസ്കാര കഴിഞ്ഞൽ പിന്നമാ അല്ലാ നന്റെ മാപ്പിള
മാപ്പിള ഈ ഔത്തിൽ നിന്ന് എണിച്ചിട്ട് പോയ തമ്പുരാന്, സലാമു ചെന്ന് പോയ തമ്പുരാന്, ബണ്ടടി ചെന്നിട്ട് മാപ്പ് പെഞ്ഞയുടെ മുഖം നോക്കിട്ട് പോയ തമ്പുരാന്, അല്ലാഹുവേ നക്കുന്നന്റെ പെഞ്ഞയ്ക്കും പേര് നിറക്കുക പോയത് അല്ലാ, നയിക്കുക പോയത് നാരാ, നയിക്കട ജാഗില് കഷ്ടപ്പാടുണ്ട് റബ്ബേ, അവിടെ ദുഃഖവും ബേജാറും നഷ്ടവും ഉണ്ട് തമ്പുരാന്, എന്തെല്ലാം സമസ്യ ഉണ്ട് തമ്പുരാന്, എന്തെല്ലാം പേടിയുണ്ട് തമ്പുരാന്, അങ്ങനെ ജാഗിക്ക് പോയത് റബ്ബേ. എത്രയോ ആളുമാർ നിങ്ങൾ ദൈനംദിന കണ്ടോണ്ടുള്ള അല്ലാ, ജീവനത്തിൽ സന്തോളത്തിൽ ചിരിച്ചോണ്ട് ജീവ ഇന്നിട്ട് പോയ മാപ്പിളരാ, അസറാമ്പുത്തുക, ഉച്ചാമ്പുത്തുക, ജാവാമ്പുത്തുക, ഒരു വാര കഴിഞ്ഞിട്ടാ, ഒരു തിങ്കള് കഴിഞ്ഞിട്ടാ, 2 തിങ്കള് കഴിഞ്ഞിട്ടാ, ഒരു വർഷമാ, 4 വർഷമാ, 5 വർഷമാ, ദൂരത്തുക അതിരക്കാണ് അപ്പുറത്തുക പോയിട്ട് തിരിച്ചു പണ്ട സന്ദർഭത്തിൽ ബോക്സിൽ ഉൾഗത്തിൽ പെട്ടിയായിട്ട് മയ്യത്തായിട്ട് വന്നോണ്ടുള്ള കാള അല്ലാ, അതേ ജാഗക്ക് നിന്റെ മാപ്പിളം പോയോണ്ടുള്ളത് തമ്പുരാനെ, അതുപോലത്തെ പാണ്യത്തേക്ക് പോയോണ്ടുള്ള തമ്പുരാനെ, പെഞ്ഞി മക്കളെ കൂട്ടുകുടുംബത്തെ എല്ലാരെയും വിട്ടുടനാണ് ബണ്ടടി ചെന്നിട്ട് കൊസില് പോയവണോ, റാഹത്തായിട്ട് ബണ്ട ചെന്നിട്ട് വന്നിട്ട് അകകെട്ട ചെന്നിട്ട് മോളെ മങ്ങിലാക്കി കൊടുക്കുട ചെന്നിട്ട് മക്കൾക്ക് നല്ലത് പഠിപ്പാട്ടെ ചെന്നിട്ട് ഇങ്ങനത്തെ കുറെ കിനാവ് കണ്ടിട്ട് ഗൾഫുക്ക് ഫ്ലൈറ്റ് പറ്റിയവണു നാദാ, തിരിഞ്ഞു പണ്ട സന്ദർഭത്തിൽ നിന്റെ മോൻ നിന്റെ മാപ്പിളയുടെ മയ്യത്ത് നിനക്ക് കാട്ട പോലത്തെ അവസ്ഥ ഉണ്ടാക്കണ്ട അല്ലാ. സുബൈക മാർക്കറ്റും പാണ്യത്തും പോയ നിന്റെ മാപ്പിള തിരിച്ചു പണ്ട സന്ദർഭത്തിൽ ആംബുലൻസിൽ ബറാണ്ട് പോയ വാഹനത്തിൽ വന്നത് സന്തോളത്തിൽ ചിരിച്ചിട്ടൊന്ന് സലാം ചെന്നിട്ട് ആ സലാം മടക്കട ഭാഗ്യം നിനക്ക് താ അല്ലാ. നിന്റെ മാപ്പിള നയിക്കട മാപ്പിളയുടെ കൈക്ക് നീന് ആഫത്ത് കൊടുക്കണ്ട തമ്പുരാനെ, ആ മനുഷ്യക്ക് രോഗ കൊടുക്കണ്ട തമ്പുരാനെ, ആ മനുഷ്യക്ക് നീന് ആഫത്തും മുസീബത്തും കൊടുക്കണ്ട തമ്പുരാനെ, ആ മനുഷ്യക്ക് നാശനഷ്ട കൊടുക്കണ്ട തമ്പുരാനെ, ആ മനുഷ്യക്ക് കടവും ദാരിദ്ര്യവും കൊടുക്കണ്ട തമ്പുരാനെ. അങ്ങനെ ദ്വാർക്കട പെഞ്ഞയാ നിന്റെ പെഞ്ഞേ, നീ ഭാഗ്യവന്തളാ മോണേ, നീ ജന്മ കൊടുത്ത നിന്റെ മോളുള്ളല്ലേ, 18 10 വർഷായ നിന്റെ മോളുള്ളല്ലേ, പൊതു തേടിയോണ്ടുള്ള നിന്റെ മോളുകോ നല്ല ചെറുക കിട്ടണോ, നല്ല നൈപുണ്യവൻ അവണോ, നല്ല വിദ്യാഭ്യാസം ഇന്നവൻ അവണോ, സ്വന്താക ഇന്നവൻ അവണോ, സൗകര്യ ഇന്നവൻ അവണോ, പിരസ ഇന്നവൻ അവണോ ചെന്നിട്ട് കൊറേ കിനാവ് കണ്ടോണ്ട് എത്രമോ ബാലക്കാരെ പിറകിൽ നീണ് പോയ എന്തെങ്കിലും നിന്റെ മോൾക്കൊന്ന് പുതുസട്ടാക്കുക വേണായിട്ട് ആ സന്ദർഭത്തിലതാ ഔത്തുള്ള നിന്റെ പിരുസത്തെ ബാലക്കാർത്തി മോളുള്ളല്ലേ, മഗ്‌രിബ് നിസ്കാര കഴിഞ്ഞൽ പിന്നനാദാ നിന്റെ കൈ നീറ്റക്കും നിന്റെ ബാപ്പയ്ക്കട്ട് അല്ലാ. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് റബ്ബേ നിന്റെ മങ്ങിലത്തെ സന്ദർഭത്തിൽ കൈ നീട്ടിട്ട് കൊടുക്കുക വേണമായിട്ട് നിന്റെ ബാപ്പായിക്കട്ട് റബ്ബേ. ഇങ്ങനെ ദ്വാരക്കട മോള് നിക്കുള്ളളാ, ഇങ്ങനെ ദ്വാരക്കട മോള് നിക്കുള്ളളാ. ആ സംബന്ധം നിന്റെ ഒട്ടിക്ക് നിന്റെ മോള് കൊണ്ടാ, അതല്ല ബാപ്പാ നിന്റെ മെഹന്തി ഇങ്ങനെ വേണോ, അതേപോലെ നിന്റെ ഹൽദി ഇങ്ങനെ വേണോ, നക്ക് ഇത്ര ബംഗാറ് കിട്ടണോ, ഇങ്ങനത്തെ അതേപോലെ ഹാളിൽ മങ്ങിലാവണോ, ഇന്ന ജാഗിര ഡ്രസ് എടുക്കണോ, ഇന്ന വ്യവസ്ഥ തിന്നട വ്യവസ്ഥ ആക്കണോ, ഇത്രയുള്ള തിന്നട അതേപോലെ ആളുമാറെ വിളിക്കട വ്യവസ്ഥ ആക്കണോ. ഇങ്ങനെ മാത്ര കിനാവ് കണ്ട് ശപിക്കപ്പെട്ട മോളാ നിക്കുള്ളത്. ഒന്ന് ആലോചനാക്കി നോക്കുമോണേ. പാണക്കാർത്തി പെണ്ണുമക്ക് അങ്ങനെ ഇതെല്ലാം കിനാവ് കണ്ടാള് ബാപ്പടൽ കാസുണ്ടാതെ അവൾക്ക് അകത്തിയില്ല, ബാപ്പക്ക് നയിപ്പുണ്ടാതെ അവൾക്ക് ഒന്നില്ല, ബാപ്പട അതേപോലെ കഷ്ട വന്നോണ്ടുണ്ട് അതെന്തും അവൾക്ക് തെരിയണ്ട. കാടിട്ടായെങ്കും കടാക്കിട്ടായെങ്കും ഔത്ര ബിത്തിട്ടായെങ്കും ജാഗയുടെ ബിത്തിട്ടായെങ്കും ഫൈനാൻസിലെ ബഡ്ഡി കെടുത്തിട്ടായെങ്കും സമയത്ത് നിന്റെ ഹൽദിയും നിന്റെ മെഹന്തിയും നിന്റെ ബാക്കിയുള്ള കാര്യക്രമം നാണ് പേരിച്ചതുപോലെ നടക്കണോ. എന്തെങ്കിലും സ്റ്റേറ്റസിൽ നിന്റെ ആളുമാറ് നിന്റെ ഫ്രണ്ട്സുമാറ് നിന്റെ കുടുംബത്തെങ്ങ് നോക്കിയിട്ട് കൊസിപ്പടക വേണായിട്ട്. ഇത് മാത്രല്ല മനുഷ്യരെ ഉണ്ട് ഞങ്ങളെ ബാലക്കാർത്തി പെണ്ണുമക്കുള്ളത്, ഇത് മാത്രല്ല ഞങ്ങളെ റായത്തെ ബാലക്കാർത്തി പെണ്ണുമക്കുള്ളത്. സ്റ്റേറ്റസ് കണ്ടിട്ട് കൊസിയാവണോ, സന്തോളാവണോ, ആൾമാർക്ക് റാഹത്താവണോ, ഇങ്ങനത്തെ ചിന്തയായിട്ട് കിടേണ്ടി അച്ഛനം ഉള്ളത്. അപ്പോ അതുകൊണ്ട് നാ ചിന്തനാക്കുന്നുള്ളത് ബാപ്പടെ കഷ്ടപ്പാട് അറുത്താക്കട മോള് നിങ്ങൾക്കുള്ളളാ. പെഞ്ഞയുടെ അതേപോലെ മാപ്പിളുടെ കഷ്ടപ്പാട് ദുഃഖവും നാശവും നഷ്ടവും കടവും ദാരിദ്ര്യവും അത് അറുത്താക്കട. അതുപോലെ ജീവൻ നിർത്തറ പോലത്തെ പെഞ്ഞയാ നിന്റെ പെഞ്ഞ നീ രക്ഷപ്പെട്ടളാ. ബദൽക്ക് നേരെ ഉൾട്ട നീ എന്തായെങ്കും വെൽതില്ല, മാനസിക രോഗ പിടിച്ചിട്ട് കലത്തേക്ക് ബള്ളിയെടുത്തിട്ട് തൂങ്ങിയെങ്കും വെൽതില്ല. നിന്റെ പണിയൊന്നും നടക്കണോ, നിന്റെ ഔത്ര സ്വറ ആവണോ, നിന്റെ മാല ആറാവണോ, നിനക്ക് കാസി ആറാവണോ, നിനക്ക് ബിന്ദാസി ജീവനം നടത്തണോ. ഔത്തുലെന്തും അടിയാക്കില്ലെങ്കും തൊന്തരില്ല
സൊമാറ്റോ പോലത്തെ ഓൺലൈനിൽ ബിളിപ്പാടി തിന്നണോ അതൊക്കെ സൗകര്യമാക്കണം എന്റെ മാപ്പിള തരണോക്ക് ഗൾഫിൽ പോയിട്ട് അറബിയുടെ അടി തിണ്ടെങ്കും ബെൽതില്ല പാസ്പോർട്ടും അക്കാമും സരിയില്ലാണ്ട് റായത്തുക്ക് പുറകാവാട്ട് കുടുങ്ങിപ്പോയെങ്കും ബെൽതില്ല കാസ് മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് ഔത്തുകെത്തണോ ഈ ചിന്തനാക്കടെ പെഞ്ഞയാ നിന്റെ ഒത്തുള്ളത് എങ്ങനെ ചെല്ലാ നിന്റെ പെഞ്ഞ ഖാലൂ റബ്ബുനല്ലാ സുമ്മസ്തഖാമൂ നിന്റെ റബ്ബ് അല്ലാഹു ഉണ്ട് ചെല്ലെ പെഞ്ഞേണ്ടി എങ്ങനെ ചെല്ലാ ചെന്നതിൽ ബേജാറാവണ്ട പെണ്ണ് ദുനിയാവിടെ ആസയും മഹാസ്യവും അന്തസ്സും സ്വത്തും ബതുക്കൊല്ലമൈനുള്ളത് നിന്റെ മാപ്പിളയായിട്ട് കിട നിന്റെ സർവസ്വ നിന്റെ മാപ്പിളയായിട്ട് കിട സർവസ്വ അവന്റെ ഭാവത്തിലും അഭാവത്തിലും ദ്വാരക്കിട ആളാവണ നേട് അവനക്ക് നാശനഷ്ടം ഇല്ലാണ്ട് അവക്ക് ദ്വാരക്കിട ആളാവണ നേട് സുബി നിസ്കാര കഴിഞ്ഞ പുറത്തേക്ക് കയ്യുദ്ധാക്കിട ദ്വാരക്കിട പെണ്ണാവണ നേട് തഹജ്ജുദ് നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ദ്വാരക്കിട പെണ്ണാവണ നേട് മോളെ നിന്റെ മങ്ങിലത്തെ സന്ദർഭത്തിൽ റായത്തങ്ങളെ കൊസിപാട്ടെ ബിസി അല്ല നീ ചിന്തനാക്കണായത് സ്റ്റേറ്റസിൽ നല്ല മെസ്സേജും ഫോട്ടോയും ഇട്ടിട്ട് വീഡിയോയും ഇട്ടിട്ട് പിക്ചർ ആക്ടറെ പോലെ ആക്ടിങ് ആക്കിയിട്ട് ആളുമാർക്ക് കൊസിയാക്കട പാവനല്ല നിക്ക് വേണായത് നിന്റെ കൽബിള് വേണായത് റബ്ബ് കഞ്ഞങ്ക് കളി കഞ്ഞി കൊടുത്തിട്ടോ സമൂസയെങ്കിൽ സമൂസ കൊടുത്തിട്ടോ നെയ്ച്ചോറെങ്കിൽ നെയ്ച്ചോറ് കൊടുത്തിട്ടോ ബിരിയാണിക്ക് ബിരിയാണി കൊടുത്തിട്ടോ എങ്ങനെ ആയെങ്കും ആവു അല്ലാ നിന്റെ ബാപ്പക്ക് മാത്രം കഷ്ടാവുകു തീരനാഥാ നിന്റെ ബാപ്പളല് ഇല്ലേ ഇന്നതുപോലെ മൈതമ്പുരാന് മങ്ങലത്ത് വേണ്ട റായത്ത് 100 ആൾ കൂടണുണ്ടെന്നോ നിബന്ധനയില്ല കൂട്ടുകുടുംബത്തങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് തിന്നകു കൊടുക്കണോ കടാക്കിട്ട് പള്ളിയുടെ ബേങ്ങിട്ട് തിന്നകു കൊടുക്കണോ ചെല്ല നിബന്ധനയില്ല മങ്ങലത്തേക്ക് നിബന്ധന ഉള്ളത് പെണ്ണ് അതേപോലെ മങ്ങിലാവിടെ ആണ് അതേപോലെ മൺപെണ്ണുക്ക് നിക്കാഹ് ആക്കി കൊടുക്കണ ബാപ്പ രണ്ട് ഭാഗത്തിൽ രണ്ട് സാക്ഷിമാർ ഇത്രമേ മങ്ങലത്തെ നിബന്ധന ഉള്ളത് ഖതീബും ഖാലിയും സമയത്ത് മങ്ങലത്തെ നിബന്ധനയല്ല അത് തെരിയാത്തെങ്കിൽ തെരിപ്പാട്ടി കൊടുക്കുക ആളുണ്ട് മാത്രം മനുഷ്യര് ഇത്രമേ ഇസ്ലാമിയുടെ മങ്ങിലുള്ള ഇതിനെ കാണപ്പുറത്തേക്ക് നിങ്ങൾ പോയപ്പോ കട്ടില് ഇന്നവിടത്തോളം കാള് നീറ്റത്തിന് ബദൽക്ക് കാളുകുത്ര പോലത്തെ പരിസ്ഥിതി ഉണ്ട് നടന്നുകൊണ്ടുള്ളത് കട്ടിലേക്ക് തക്കത്തെ കാളുകുത്ര പരിസ്ഥിതി ഉണ്ട് നടന്നുകൊണ്ടുള്ളത് പാപ്പയുണ്ട് ഫൈനാൻസുക്ക് പോണ്ടോ ജാഗയുടെ പണയത്തുക്ക് പോയിക്കട് വട്ടി എടുക്കട് ആ വട്ടിയുടെ കാശിലുള്ള റായത്തെ ഖാലിക്കും റായത്തെ ഉസ്താദും റായത്തെ തങ്ങളും തിന്നു കൊടുത്തത് ആ ബേങ്ങിയ കാശിലുള്ള നിന്റെ മാപ്പിള കിട്ടുക അതേപോലെ ബംഗാറ് കൊടുത്തത് ആ പള്ളിക്ക് പോയിട്ട് ആരോ ബേർപ്പിട തന്നി ഇളിച്ചിട്ടിന്ന കാസ് ഖതീബ് ഉസ്താദ് ചെന്ന പളക്കത്തേക്ക് വേണായിട്ട് നിന്റെ ബാപ്പ പള്ളിക്ക് ബേങ്കുക്ക് പോയപ്പോ 5-10 ഉറുപ്പ് കൊടുത്തിട്ട് സഹായാക്കിയ ആ പേർപ്പിട തന്നിടെ നിന്റെ കൽത്തിൽ തൂങ്ങിയോണ്ടുള്ള മാല ചിലടത് ആ മാലയാറ ഇട്ടത് കൊണ്ട് സ്വർഗത്തിക്ക് എന്തും ഹിസാബില്ലാണ്ട് പോകാവില്ല നാണ് ചെന്നോണ്ടുള്ളത് ഇന്നരെ പോലെ 100 പവണ് ബംഗാറ് സ്വതന്ത്രമായിട്ട് ഇടക്കും നിന്റെ മോൾക്ക് കൊടുക്കും നിന്റെ കാശിന്നെങ്കിൽ 100 കൊടുല തൊന്തരില്ല 200 പവണ് ബംഗാറ് കൊടുക്കും നിന്റെ പടച്ചറപ്പ് തന്നെ നിഴമത്തുണ്ട 200 കൊടുല ആരും കേക്കില്ല ദുനിയാവിൽ 10-15 ആൾമാർക്ക് ബിരിയാണി കൊടുക്കുക മനസ്സുണ്ടാ നിന്റെ ബേങ്ങാത്തെ ബഡ്ഡി കെടുത്താടുക്കാത്ത ഫൈനാൻസുക്ക് പോവാത്ത അകപിക്കാത്ത നയിച്ച കാസുകൊണ്ട് കൊടുക്കണ ബിന്ദാസ് മങ്ങളാക്ക് ആർക്കും തിന്നുക കൊടുക്കണ്ടാണ്ട് ഇസ്ലാം ചെന്നില്ല നിന്റെ എത്ര ഉണ്ടാ അത്രമേ ആക്കിയങ്ങ് മൈമോണേ കാടിട്ടും പേടിട്ടും ഗതികെട്ടിട്ട് അറാറ പറശ്ശിൽ തിന്നിട്ട് ഇവിടെയുള്ള ബഡ്ഡിക്കും വന്നിട്ട് ഇസ്ലാം ഹറാമായ രൂപത്തിൽ നിന്ന് മംഗലത്തേക്ക് പ്രോത്സാഹ തണ്ടില്ല മനുഷ്യരെ പ്രതി 100 പെണ്ണും ആലോചനാക്കണായ നക്ക് സൗകര്യം വേണു സമമേ ബംഗാറ് വേണു സമമേ നിന്റെ മങ്ങിലത്തെ 10 ആൾക്ക് ചോറ് കൊടുക്കുന്നു സമമേ നിന്റെ ബാപ്പളി ഇന്നെങ്കിൽ മാത്ര ഇല്ലെങ്കിൽ വെൽതില്ല നിന്റെ ഫ്രണ്ട്സിനെ എന്ത് വേണമെങ്കിൽ ചെല്ലട്ടെ നിന്റെ കുടുംബത്തങ്ങ എന്ത് വേണമെങ്കിലും ചെല്ലട്ടെ സ്റ്റേറ്റസ് ഒരു കേജി ഉപ്പ് കൊമ്പന്ന് ഇട്ടെങ്കും വെൽതില്ല നിന്റെ ബാപ്പ നിന്റെ മങ്ങിലത്തെ കാരണത്തിൽ കണ്ണെടുത്ത എളിപ്പാട്ട് കുത്തീറാ നിന്റെ ബാപ്പ നിന്റെ കാരണത്തിൽ പള്ളിക്ക് പോയിട്ട് ആറാറ് മുഖം നോക്കിയിട്ട് 5 ഉറുപ്പത്തും 10 ഉറുപ്പത്തും അറിഞ്ഞ് വെച്ചിട്ട് കാസ് കളക്ഷൻ ആക്കി കുത്തിറ ബേങ്ക് കുത്തിറ ഭിക്ഷ പോകുതീറാ നിന്റെ ബാപ്പ നിന്റെ മങ്ങിലത്തെ കാരണത്തിൽ ഫൈനാൻസിക്ക് പോയിട്ട് ബാങ്കിക്ക് പോയിട്ട് ഇന്ന ഔത്രകം പോയിട്ട് ബടയത്തേക്ക് ബഡ്ഡിക്ക് വെച്ചിട്ട് ആ ബഡ്ഡിലുള്ള ബൗത്തുള്ള സുജൂദിന്റെ പോലത്തെ ദയനീയ പരിസ്ഥിതി നക്കുണ്ടാവുക തീറ അല്ലാ നിന്റെ ബാപ്പ നിന്റെ കാരണത്തിൽ കടത്തവണാവുക തീറാ നിന്റെ ബാപ്പ നിന്റെ മങ്ങിലത്തെ കാരണത്തിൽ വേങ്ങിടവണാവുക തീറാ നിന്റെ ബാപ്പ നിന്റെ മങ്ങിലത്തെ കാരണത്തിൽ അതേപോലെ ബഡ്ഡി വ്യവഹാരാക്കണവണോ തീറാ നിന്റെ ബാപ്പ നിന്റെ മങ്ങിലത്തെ കാരണത്തിൽ പടച്ചവനെ മങ്ങിലായിട്ട് കടായിത്ത് ചെന്നിട്ട് 10 ആളിൽ ചെന്നിട്ട് ബുൾപുട പോലത്തെ പരിസ്ഥിതി ഉണ്ടാവുക തീറ ഇതായിട്ട് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ
وأبشروا بالجنة التي كنتم توعدون. പടച്ച തമ്പുരാന് വിശാലമായ അതിൽ പിന്നെ ചുമ്മ ആയത്തിൽ ഇതേ ചരിത്രത്തിൽ അല്ലാഹു തആല ചിലത് അങ്ങനത്തെ സ്വാലിഹത്തായ പെണ്ണാവണോ ബാലക്കാറാ. മരിച്ചൽ പിന്നെ മാത്രല്ല ഹയാത്തിന്ന കാലത്ത് നിന്റെ ബാപ്പട പേർ നുറക്കടവണാവണോ. ബാപ്പക്ക് എന്തൊരു ആശ വേണു അത് മരിച്ചൽ പിന്നെ റായത്തൊക്കെ തിന്ന പാട്ടത്ര കാണാറ്. ഹയാത്ത് കാലത്ത് നിന്റെ ബാപ്പക്ക് തിന്ന പാട്ടാണാവണോ. നിന്റെ ബാപ്പ ബഹർ നിറച്ചിട്ട് മരിക്കട സന്ദർഭത്തിൽ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അതേപോലെ ഒരു കൂട്ടാളും മാറുള്ളത് അങ്ങ് ദ്വാരക്കട റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. പടച്ച തമ്പുരാനെ ഞങ്ങളെ പെഞ്ഞി മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് താ തമ്പുരാനെ. ഖുർറത അയുൻ എന്തൊരു ഗിഫ്റ്റ് തരണായത്. കണ്ണുക തമ്പാക്ക് തമ്പുരാനെ എപ്പ കണ്ണുക തമ്പാവണായത്. തതനസ്സലു അലൈഹിമുൽ മലായിക. നീന മരിക്കട സന്ദർഭത്തിൽ മലായികത്ത് ഇറങ്ങട സന്ദർഭത്തിൽ നിന്റെ പെഞ്ഞി മക്കളെ കാണുമ്പോഴത്തേക്ക് കൊസിയാവണോളാ. നിന്റെ പെഞ്ഞി മക്കളെ കാണുമ്പോഴത്തേക്ക് കൊസിയാവണോ. നിന്റെ കണ്ണ് കുളർമയാവണോ. ആ രൂപത്തിലാവണോ നിന്റെ മക്കൾ. അതിരർത്താ നീന മരിക്കട സന്ദർഭത്തിൽ നിന്റെ ആണ് മക്കളൊന്ന് നോക്കിയപ്പോ അല്ലാഹുവേ നിന്റെ ആശ പോരേക്കാക്കിയ ആളുമാർ നക്ക് ആശ ഇന്ന ഡ്രസ്സ് കൊമ്പന്ന് തന്ന ആളുമാർ നക്ക് ആശ ഇന്ന രൂപത്തിൽ നിന്റെ ട്രീറ്റ്മെന്റ് ആക്കിയ ആളുമാർ നക്ക് ആശ ഇന്ന രൂപത്തിൽ നക്ക് തിന്നുക വേറെ നൂറോട് തിന്നാളുമാർ അങ്ങ പട്ടിണിയായെങ്കും നന്റെ പട്ടിണിയാവുക വിട്ടിട്ടില്ല തമ്പുരാന്. അങ്ങ് ചിരിച്ചിട്ടില്ലെങ്കും നന്റെ പുൾപ്പെടുക അങ്ങ് വിട്ടിട്ടില്ല തമ്പുരാന്. അല്ലാഹുവേ നന്റെ ലാസ്റ്റ് നിമിഷത്തോളം ഉദ്ദാക്കി നടന്ന നിന്റെ മക്ക നാളെ മരിച്ചാൽ പിന്നെ നിന്റെ ഖബർസ്ഥാനത്ത് വന്ന് യാസീൻ ഓതുവറ നിന്റെ മക്ക. വെള്ളിയാസം 2 ജുമുഅത്തേക്ക് പോയപ്പോ സൂറത്തുൽ കഹ്ഫ് ഓതിട്ട് യാസീൻ ഓതിട്ട് നിന്റെ മക്ക നക്ക് ദുആറക്ക് വറ ചെന്നിട്ട് ഈ രൂപത്തിൽ പടച്ചവനെ നന്റെ മക്ക ഇന്ന് മക്കളെ കൊണ്ടിട്ട് നക്ക് സാർത്ഥകായിട്ട് നന്റെ ലൈഫ് അല്ലാ അങ്ങനെ ചിരിച്ചോട്ട് സന്തോളത്തേക്ക് കണ്ണുക്ക് തമ്പായിട്ട് മരിക്കട രൂപത്തിലാവണോ മനുഷ്യ. അങ്ങനെ നിന്റെ ബാപ്പടയും ഉമ്മടയും നോക്കിയേ അങ്ങനെ എങ്കതാ മരിച്ചാൽ പിന്നെ 3 ദുആത്തുണ്ട്. നിന്റെ ബാപ്പക്ക് ഇഷ്ട ഇന്ന സീരണി കൊടുക്കോളാ. നിന്റെ ബാപ്പക്ക് ഇഷ്ട ഇന്ന രൂപത്തിൽ ആഹാരാളും മാർഗ് കൊടുക്കോളാ. നിന്റെ ബാപ്പക്ക് ഇത് ഈ ആഹാര വലിയ ഇഷ്ട. മരിക്കട ലാഷ്ടത്തോളം ഈ ആഹാര നിന്റെ ബാപ്പ തിന്നോണ്ടിന്ത് ഇന്ന് ബാപ്പടെ ചങ്ങായിമാർക്ക് നാണത് തന്നോണ്ടുള്ള അപ്പായിട്ടിക്കട നീന നിന്റെ ഉമ്മടയും ബാപ്പടയും പേരിൽ കൊടുക്കട സദക്ക പൂർണ്ണമായിട്ടും സാർത്ഥകാവിടത്. അത് പൂർണ്ണമായിട്ടും തൃപ്തിയുള്ളതാവിടത്. നിന്റെ ഉമ്മക്കും ബാപ്പക്കും ഇഷ്ടപ്പെട്ടത് ആ സന്ദർഭത്തിലായിട്ടിക്കട ഇതെല്ലാം ചിന്തനാക്കിട നല്ലവണാവുകിന്ന പ്രയത്നാക്ക മുസ്ലിമേ. അങ്ങനത്തെ തത്വ സിദ്ധാന്ത പടിപ്പാട്ടൊക്കെ വേണായിട്ടുണ്ടാക്കിയത് സമസ്തയും SKSSF-ഉം പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് ബന്ധിങ്ങ നല്ല രൂപത്തിൽ സഹകാരാക്കണം ഇൻഷാ അല്ലാ. ഇത് വലിയ വിഷയ ഈ സഹചാരി ചെണ്ടത് ഇൻഷാ അല്ലാ 1-2 വിഷയത്തിന് പളക്കം നന്ദിപ്പാട്ടെ ചെമ്മ ടൈമായിട്ട്. അപ്പോ തിരുസത്തെ സഹോദര സഹോദരി SKS ബാലക്കാർ മണല് ഷാക്കയുടെ SKS പോലത്തെ സുന്നി സംഘടനകൾ ഹിദ്മത്ത് എടുക്കടെ നിന്റെ മക്ക ഉള്ള രണ്ട് കണ്ണങ്ങുമ്മാ നീ ഭാഗ്യവന്ത. നിന്റെ ബാപ്പ ഒന്ന് ആലോചനാക്ക. നീ ജന്മ കൊടുത്ത നിന്റെ മക്കളെ കൂട്ടത്തിൽ അതിൽ മെമ്പർഷിപ്പ് എടുത്തതിൽ ഹിദ്മത്ത് എടുക്കണ ഉള്ള രണ്ട് കണ്ണെങ്കിൽ നീ ഭാഗ്യവന്ത. ഇത്രയും സുന്ദരമായ ഓഫീസാക്കിയിട്ട് നടക്കുക തീരാത്ത ആൾമാർക്ക് ഊറുകോളാം അവിടെ രൂപത്തിൽ നിന്ന് വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ട് കിടക്കുക സമയത്ത് സീക്ക് പിടിച്ചിട്ട് കിടത്തത്തിലായിട്ടും പുണ്ണാവിടെ പോലത്തെ പരിസ്ഥിതി വന്നപ്പോ വാട്ടർ ബെഡ് കൊടുത്തങ്ങൾ സഹകാരാക്കിട കിടക്കുക രോഗിമാർ ഒന്ന് റാഹത്തിൽ കിടക്കുന്ന വ്യവസ്ഥ ആക്കി കൊടുത്തപ്പോ നടക്കുക തീരാത്ത ആളുമാർക്ക് വീൽ ചെയറുടെ വ്യവസ്ഥ ആക്കി കൊടുത്തപ്പോ രോഗിമാരായ ആളുമാർക്ക് അതേപോലെ തിന്നിടമാ കുടിക്കിടമാ അല്ലെങ്കിൽ മറുന്നിടതാ വ്യവസ്ഥ ആക്കി കൊടുത്തപ്പോ മോഹണേ ആ കൂട്ടത്തിൽ നിന്റെ മോണുള്ളണ നിന്റെ മക്കളെ കൊണ്ടു മരിക്കുമ്പോഴത്തേക്ക് സന്തോഷം കിട്ടുള്ള ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ സമ്പർക്കം ഉണ്ടാവുടെ SKS ചേരുമ്പോഴത്തേക്കോ സാധാത്യങ്ങളെ സമ്പർക്കം ഉണ്ടാവുടെ SKS ചേരുമ്പോഴത്തേക്കോ നിസ്കരിക്കടങ്ങളെ ഒട്ടിക്കുന്ന സംബന്ധം ഉണ്ടാവുടെ SKS ചേരുമ്പോഴത്തേക്കോ മാലയും മൗലിദും മുതൽ സുന്നത്ത് ജമാഅത്ത് ആളുമാറും എള്ളിന്റെ സമ്പർക്കം ഉണ്ടാവുടെ നിന്റെ മക്കൾക്ക് ഇല്ലെങ്കിൽ കണ്ടില്ലേ ആറോ ഖുർആൻ ഓതിയ അർത്ഥയന്ത്രമോ ഉൾട്ട വെച്ച ആറോ ഹദീസ് ഓതിയ അത് ബുഖാറിലുണ്ട് ചെന്ന അതുക്കും അവനക്ക് ബായിക വന്നതുപോലെ ഉണ്ട് സംഘടന തീരുമാനാക്കിയ രൂപത്തിൽ നിന്ന് അർത്ഥം വെച്ച പിന്നെ അവന് ചെന്നെന്ത്രേണ്ടി തരിയണ നിന്റെ ഉമ്മക്ക് ദ്വാരക്ക് ഉണ്ടല്ല ബദൽക്ക് നീ ദ്വാരക്കണ്ടളാ നിന്റെ ഉമ്മക്ക്
സദഖ കൊടുക്കൂട്ടല്ല കൊടുക്കണ്ടടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലടത് മനുഷ്യർ അല്ലാഹുവിന്റെ ഹബീബുടെ മുട്ട ഇമാം ബുഖാരി മുസ്ലിം സംയുക്തമായിട്ട് റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ കണ്ട് ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്ന് ചൊല്ലട യാ റസൂലല്ലാഹ് മൗത്തായിട് നബിയേ, ഉമ്മ മൗത്താമ്പത്തുക്കുന്നാണ് റായത്തിലില്ല നബിയേ, പററായത്തുക്ക് പോയിട്ട് ഇന്ന നബിയേ നാണ് പണ്ട് സന്ദർഭത്ത് ഉമ്മടെ മരിച്ച വഫാത്തായിട്ട് ദഫനല്ലാക്കിട്ടായട്. ഇന്നത്തെ കാല പോലെയല്ല പണ്ട് കടലാസിന്റെ വ്യവസ്ഥ ശരിയായിട്ടില്ലാത്തത്, ഫോണാ മൊബൈലാ ഒരു സമ്പർക്കം ഇല്ലാത്തത്, പോയോണ് ബന്നിൽ പിന്നെ മേ കാണാച്ചെlte പോലത്തെ പരിസ്ഥിതി ഇന്ന കാലത്തില് അങ്ങനെ പോയിട്ട് ഒത്തുകെത്തിൽ പിന്നെ ആയിട്ടിക്കട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളിൽ വന്ന് ചെല്ലടത് യാ റസൂലല്ലാഹ്, ഉമ്മടെ മുട്ട നാളില്ലാത്ത നബിയേ, നിന്നെ ഉമ്മ മരിച്ച ഖബർസ്ഥാനത്തേക്ക് യാത്രയായിട്ട് നബിയേ, ഇന്ന് നക്ക് നിന്റെ ഉമ്മടെ വീട്ടിക്ക് എന്തെങ്കിലും സംബന്ധം ഉണ്ട് നബിയേ, ഉമ്മടെ മേല് നക്ക് എന്തെങ്കിലും ഹക്കുണ്ട് നബിയേ. ഉണ്ടുകൊണ്ട് ചെന്നപ്പോ പിന്നെ സ്വഹാബി കേക്കട യാ റസൂലല്ലാഹ്, നന്റെ ഉമ്മടെ പേരിൽ നാണ് എന്തെങ്കിലും സ്വതക്ക കൊടുത്തെങ്കിൽ അതിന്റെ കൂലി ഉമ്മക്ക് കിട്ടുവാൻ നബിയേണ്ട് കേട്ടപ്പോ നഅം അല്ലാഹുവിന്റെ റസൂൽ ചെണ്ട് കൂലി കിട്ടി ചെന്നിട്ട് ആ സന്ദർഭത്തിൽ ആ സ്വഹാബി ചെല്ലുടെ യാ റസൂലല്ലാഹ് ഇന്ന ഹായിതിൽ മിഹ്റാഫ സദഖതൻ അൻഹാ നാന്റെ ഈത്തപ്പളത്തെ മെഹ്റാഫ് ചെല്ലുടെ ഈത്തപ്പളത്തെ വിശാലമായി എസ്റ്റേറ്റ് അത് സമ്പൂർണമായും നന്റെ ഉമ്മയുടെ പേരിൽ ഹദിയാക്കി നബിയേണ്ട് ചെന്നപ്പോ അള്ളാന്റെ റസൂൽ അത് സ്വീകരിക്കണ എന്തൊക്കെയാറ് ചെല്ലണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹാ വഫാത്തായൽ പിന്നെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇടയിടക്ക് എപ്പെങ്കിലും ഓർക്കാല്ലെങ്കിൽ ആ വർഷത്തിൽ ഓർക്കാണ്ട് മാത്രല്ല ഇടയിടക്ക് ഇടക്കിടക്ക് അള്ളാന്റെ റസൂൽ സ്വന്തം കയ്യാറെ ആട് കൊമ്മന്നിട്ട് ഇറക്കട്. പിന്നെ പിന്നെ അതിനെ ഇറച്ചാക്കട്, കയ്യാറെ ഇറച്ചാക്കട്. സ്വർത്തക്ക് സമയത്ത് ആള് വിളിക്കാണ്ട് അതങ്ങനെ പേപ്പാട്ടിന്റെ കറിയെല്ലാക്കിട്ട് ഔത്തുലിന്നെ പെണ്ണിങ്ങക്ക് വിളമ്പി കൊടുക്കടോ. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹാടെ കുടുംബത്തിങ്ങ സ്നേഹിതയന്മാരായ പെണ്ണുങ്ങളെ വിളിപ്പാട്ടറ്. അതേപോലെ അങ്കളെ വിളമ്പി കൊടുക്കടോ. ബറാത്തങ്ക ഔത്തുക്ക് കൊടുത്തു കടത്തറ്. അങ്ങനെ കൊടുത്തു കടത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബന്ധങ്ങളെ ദൈപ്പാട്ടിട്ട് അല്ലാഹുവിന്റെ റസൂലദാ ഖദീജ റളിയല്ലാഹു തആല അൻഹാടെ ഗുണഗാനാക്കട മൗലിദ് ഓദറ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിത് ആക്കി കാട്ടിയത് ചെന്നത് മാത്രമല്ല ആക്കി കാട്ടിയത്. അഥവാ ഇത് മീലാദ് രണ്ട് നങ്ങാക്കില്ലേ ആളുമാരെല്ലാരും വിളിക്കട ഒട്ടിക്കതൈ പാട്ടറ റസൂലുള്ളാഹിയുടെ സ്തുതി കീർത്തനാക്കടാ. അതിൽ ബന്ന ആളുമാർക്ക് ഇന്നവിടുക്ക് തിന്നുക കൊടുക്കടാ. ബറാത്ത ആളുമാർക്ക് ഔത്തുക്ക് ചെന്നിട്ട് കെട്ട് വേറമേ കടത്തി കൊടുക്കടാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പടിപ്പാട്ടിയതില ഇങ്ങനെ ഞങ്ങളെ കുടുംബത്തിലാ ഞങ്ങളെ സ്നേഹിതന്മാരാ ഞങ്ങൾ ബഹുമാനിക്കട ഞങ്ങൾ അനുസരണാക്കട പോലോത്തെ ആറ് മരിച്ചൽ പിന്നെ ആക്കണായി ഇങ്ങത്തെ സൊറ ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആക്കി കാട്ടിയത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കടെങ്ക ഈ പുതിയ ബന്ധവണത് അവന് ചെന്നോടുള്ള അതിൽ കാര്യമില്ലടാ. മരിച്ചങ്ങളെ പേരിൽ സ്വതക്ക കൊടുത്തിട്ട് കാര്യമില്ല. മരിച്ചങ്ങളെ പേരിൽ ഖുർആൻ ഓതിട്ട് ഫളയില്ല. മരിച്ചങ്ങളെ പേരിൽ ദുആ എന്നിട്ട് ഫളയില്ല. ഇങ്ങനെ ഓർന്നു ചെന്നിട്ട് ഇസ്ലാമിയുടെ സകലமான സംസ്കൃതിയെ പൊളിച്ച അല്ലാണ്ട് സുബഹി നിസ്കാരത്തിൽ അല്ലാഹുവിൽ കയ്യുദ്ധാക്കിട്ട് ദുആ എന്നിട്ട് നിങ്ങൾ നോക്കിയുള്ള അല്ലാഹു അല്ലാത്തങ്ങളിൽ കേക്കൊക്കെ തീരാട്ടവണ് ചെന്ന അങ്ങനെ സുബഹി നിസ്കാരത്തിൽ സകലமான മുസൽമാൻ അല്ലാഹുവിൽ കേക്കടാ. അതും ചെന്ന തീരളാ കുനൂത്ത് ഓതുക തീര അല്ലാഹുവിലും കേക്കൊക്കെ തീര ചെന്നിട്ട് അല്ലാഹുവല്ലാത്ത ഉലിയാക്കന്മാരിൽ കേക്കൊക്കെ തീരാണ്ട് ഭാഷണാക്കിയ നിസ്കാര കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിൽ കേൾക്കും അത് തീരളാ. നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ദ്വാര കൊകില്ലള അപ്പോഴും ദ്വാര കണ്ട അതിനകത്ത് അല്ലാഹുവിലും ദ്വാര കണ്ട അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുമാരിലും സഹായത്തെ കണ്ട അങ്ങോട്ടേക്ക് ഒരു സമ്പർക്കം ഇല്ല. റബ്ബേ വേണ്ട ചെള്ള രൂപത്തിലായിട്ട് കട അല്ലാഹുടെ മൗണ്ട ദാസന്മാരെയും ദൂറാക്കിയല്ലാണ്ട് എന്ത് നല്ലത് ഈ ഭൂമിയിൽ പഠിപ്പാട്ടിയതുണ്ട് മുസ്ലിമേ. ബല്യാസറിന്റെ സൂറത്തുൽ കഹ്ഫ് ഓതുക ഇസ്ലാം പഠിപ്പാട്ട്. അങ്ങ പള്ളിക്ക് പോയിട്ട് ബല്യാസറിന്റെ സൂറത്തുൽ കഹ്ഫ് ഓതിന് ക്രമയില്ല. ഔത്തുൽ യാസീൻ ഓതിട്ട് കുടുംബത്തങ്ങൾ ഹദിയാക്കിട്ട് ദ്വാരക്ക് ചെന്നപ്പോ ഔത്തുൽ ഖുർആൻ ഓതുற സമ്പർക്കം ഇല്ല.
കോട്ടയില്ല. അതേപോലെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു സ്വലാത്ത് ചൊല്ലട, മലായികത്തങ്ങ സ്വലാത്ത് ചൊല്ലട. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ മേൽ മുഅ്മിനെ നീനും സലാത്തും സലാമും ധാരാളം ചൊല്ലേണ്ട അല്ല ചെന്നര്. അല്ലാഹു ഖുർആനിൽ ചെന്നര് ആയങ്ക ഓണു വന്ന സലാത്ര മജ്ലിസ് ഇല്ലടാ, അത് അകത്തെ ഇല്ലടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലട ഫദ്കുറുനി അദ്കുറുകും. നിങ്ങൾ നന്റെ ദിക്ർ ചൊല്ലറോ, നിങ്ങളെ നാണും നനപ്പാക്കട, നന്റെ സ്മരണ കുറി ദിക്ർ ചൊല്ലറോ. ചെന്നിട്ട് പള്ളി വെച്ചിട്ട് റാത്തീബ് ഹദ്ദാദ് ചെന്നപ്പോ മുഹീദ്ദീൻ റാത്തീബ് ഓതിയപ്പോ ഹൽക്കാ ദിക്ർ നടത്തിയപ്പോ അല്ലാഹുടെ ഖുർആനും തിരുസുന്നത്തിലും വന്ന ഹദീസിനെ ഓതിയപ്പോ അങ്ങനെ ഒന്നുള്ള ദിക്റുടെ മജ്ലിസ് ഉണ്ടാക്കൂ തീരള. അത് ബിദ്അത്തില. ദിക്ർ ചെന്നെങ്കിൽ നരകത്തേക്ക് പോവുള, സലാത്ത് ചെന്നെങ്കിൽ നരകത്ത് പോവുള, ഒട്ടായിട്ട് ചെന്നിട്ട് സലാത്ത് ചെന്നെങ്കിൽ നരകത്തേക്ക് പോവുള, സുബഹി നിസ്കരിച്ചിട്ട് ഖുനൂത്ത് ഓതിട്ട് അല്ലാഹുടെ ദുആരെന്നെങ്കിലും നരകത്തേക്ക് പോവുള. അതേപോലെ 5 വക്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെയും ഒട്ടായിട്ട് മുഅ്മിനെ ദുആരം നിറണ്ട, നരകത്തേക്ക് പോവുള. ഇത് പഠിപ്പാട്ടിയതല്ലേ ഈറായത്തെ സലഫിയും ജമാഅത്തും തബ്ലീഗും ഇതുപോലത്തെ പുതിയത് വന്ന സകലமான പ്രസ്ഥാനം ആക്കിയ പണി ഇതല്ല മുസ്ലിമേ. മരിച്ചാൽ പിന്നെ ഉമ്മടെ കുമ്പിയുടെ ബുദ്ധിമുട്ടറിയല്ലാണ്ട് പിന്നെ ഉമ്മടെ പേരിൽ യാസീൻ ഓതില്ല, ഉമ്മടെ പേരിൽ സ്വതക കൊടുത്തില്ല, ബാപ്പട പോയിട്ട് ഖബർസ്ഥാനത്തിൽ ബലിച്ചെറിഞ്ഞ് വന്നറിയിട്ടല്ലാണ്ട് മുൻകർ നകീർ അലൈഹിമ സ്വലാത്തു വസ്സലാം വന്നപ്പോ ഒന്ന് ചെല്ലിട ശബ്ദം ഉണ്ടല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഖബർസ്ഥാനത്തേക്ക് എത്തിയപ്പോ ഖബറുടെ മേളിൽ ചെന്നോണ്ടിരുന്ന ദിക്റും തസ്ബീഹ് അല്ലെങ്കിൽ അതേപോലെ തസ്ബീത അല്ലെങ്കിൽ തൽഖീന ഇതെല്ലാം ഇസ്ലാം പഠിപ്പാട് റസൂലുള്ള പഠിപ്പാട്ടിയത്. പരിശുദ്ധ സ്വഹാബത്ത് ഓതിക്കൊണ്ടിരുന്നത് തൽഖീൻ. ധാരാളം ഹദീസ് കിതാബിലുള്ളത് ഇണ്ടും നോക്ക് മുസ്ലിമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തിലും അതേപോലെ മക്കത്തിലും അതേപോലെ ജന്നത്തുൽ ബഖീലും ജന്നത്തുൽ മുഅല്ലത്തിലും നാണ് കണ്ണാരെ കണ്ടര്. അറബിമാർ ബണ്ടറ് ദഫനാക്കടറ് തൽഖീൻ ഓതററ് യാസീൻ ഓതററ് ദ്വാര കടറ്. ആ സമ്പ്രദായം ഇണ്ടും ഇന്നെങ്ക ഞങ്ങളെ റായത്തിൽ വന്ന റെഡിമെയ്ഡ് മുസ്ലിം ചെന്ന അതേതും തീരാ. തൽഖീനില്ല, അവിടെ യാസീനോദണ്ട, അവിടെ ദ്വാര കണ്ട ചത്ത ചകർ പൈട കൂത്തി വിട്ടത് പോലെ ജന്മ കൊടുത്ത ഉമ്മടെയും പാപ്പടയും ഖബർസ്ഥാനത്തിൽ എറിഞ്ഞ് വന്നല്ലാണ്ട് മരിച്ചൽ പിന്നെ ഒരു സംബന്ധം ബയിച്ചില്ലടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മരിച്ചെങ്ക് ദുആരക്കൊക്കെ വടിപ്പാട്ട് ദ്വാരക്കുറുണ്ടല്ല ചെന്നോണ്ടുള്ള ബദൽക്ക് ഇങ്ങനെ ദ്വാരക്കൊണ്ടു ചെന്നിട്ടും പഠിപ്പാട്ട്. എല്ലാ 5 വക്ത് നിസ്കാര ആ നിസ്കാരത്തിൽ ഫറദ് നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ദ്വാരക്കുമ്പത്ത് യച്ചിനം സബഹുതേക ഇമാമടങ്ങ നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ദ്വാരക്കൊരു ഒരു ദുആ ഉണ്ട്. റബ്ബന ഗ്ഫിർ ലനാ വലിഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. കരുണാവാരിധിയായ തമ്പുരാനെ, പരമദയാളുവായ അല്ലാഹ്, റബ്ബന ഗ്ഫിർ ലനാ ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് ഞങ്ങളുടെ പാപത്തെ പൊറുക്കു തമ്പുരാനെ. വലിഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ഈമാനോട് കൂടെ ഇസ്ലാമായിട്ട് മരിച്ചു പോയ ആളുമാർ ഞങ്ങളെ കാണുമെന്നുള്ള ഖബർസ്ഥാനത്തേക്ക് യാത്ര പോയ ആളുമാർ ഞങ്ങളെ പാപത്തെയും പൊറുക്കു റബ്ബേ ചെന്നിട്ട് ഇങ്ങനെ ദുആരക്കളാ ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചെങ്കിൽ ദുആരക്കട ശബ്ദസമേത പഠിപ്പാട്ടി തന്നിട്ടിക്കുമ്പോഴത്തേക്ക് ദുആര എന്നിട്ട് കാര്യം ഇല്ലടാ. അവണാക്കിയത് അവണുകോ ചെന്നിട്ട് അങ്ങനെ ദഫനാക്കി വിട്ടതല്ല കണ്ടോണ്ടുള്ളത്. ഞങ്ങളെ മക്ക അങ്ങനെ പോവാണ്ടിക്കോടാ. ഹയ്യാത്തിന്റെ സമയത്ത് നിന്റെ മക്കളെ കൊണ്ട് നിനക്ക് ഉപകാരം കിട്ടോടാ. മരിച്ചാൽ പിന്നെയും നിങ്ങളെ മക്കളെ കൊണ്ട് നിനക്ക് ഉപകാരം കിട്ടോടാ. ആഖിറത്തേക്ക് എത്തിയപ്പോ നിന്റെ മക്കളെ കൊണ്ട് നിനക്ക് സന്തോളും ഉപകാരം അവിടെയും കിട്ടോടാ. സ്വർഗത്തിൽ നിന്റെ മക്കളെ കൊണ്ടുള്ള സന്തോളപ്പെടണ മോനെ. നിന്റെ മക്കളെ സുന്നത്ത് ജമാഅത്ത് ആളാക്കുന്ന പ്രയത്നാക്ക മോനെ. അവന്റെ ഈമാന് നഷ്ടപ്പെട്ട രൂപത്തിൽ സഹവാസ പൊടുപ്പാട്ടൊക്കെ നോക്കുക മോനെ. അതൊക്കെ വേണ്ടി SKSകളുടെ മഹിതമായ സംഘടന അവിടെ സ്പർധാ കാര്യക്രമാക്കട്, വിവിധ കാര്യക്രമാക്കട്, ആലിമീങ്ങളെ വിളിപ്പാട്ട്, സാദാത്യങ്ങളെ വിളിപ്പാട്ടറ്. ഞങ്ങളെ കൊണ്ട് നിന്റെ മക്കൾക്ക് ട്രെയിനിങ്
കൊടുക്കണറ്. ബാപ്പടെ ഇങ്ങനെ ഹിദ്മത്ത് എടുക്കണോ, ബാപ്പടെ ഈ രൂപത്തിൽ ഉമ്മയുടെ സേവയാക്കണോ. മരിച്ചാൽ പിന്നെ നിന്റെ ബാപ്പടെ കുളിപ്പാട്ടനായത് നേട്, നിന്റെ കഫണ ഉമ്മടെ ബാപ്പടെ കഫണാക്കണായത് നേട്. ബാപ്പടെ മേലുള്ള മയ്യത്ത് നിസ്കരിക്കണായ രൂപ ഇങ്ങനെ ഈ രൂപത്തില് മരിച്ചാൽ പിന്നെ ബാപ്പക്ക് ഇങ്ങനെ ദ്വാരക്കണോ. മോനെ ഈ രൂപത്തിൽ നല്ല ട്രെയിനിങ് കൊടുത്തിട്ടോ നിന്റെ മക്ക കള്ളുകുടി ആവാണ്ടിക്കോ, നിന്റെ മക്ക നൂതനവാദി ആവാണ്ടിക്കോ, നിന്റെ മോണ് വ്യഭിചാരി ആവാണ്ടിക്കോ, ഗാഞ്ചത്തെ പിറകില് പോവാണ്ടിക്കോ, കണ്ട ഹറാമിത്ര പിറകില് പോയിട്ട് ജീവനത്തെ ബെടക്കാക്കാണ്ടിക്കോ വേണായിട്ട്. മോനെ നിന്റെ മോണ് കേസ് ഇവിടെ ആളായണ, നീ ഭാഗ്യവന്തളാ. കണ്ടില്ലേ സുന്ദരമായ സഹചാരി സെന്ററായിട്ട് ഇവിടെ മണല് ചെളുടെ ഈ സുന്ദര പ്രദേശത്തില് പണ്ടേ പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കൃതി ഇന്നറായ ആലിമീങ്ങൾ കാളുകുത്തിയ ജാഗയിര്, ഞങ്ങളുടെ നേതൃത്വം ഇന്ന ജാഗയിര്, ഞങ്ങളെ സ്പാദർ സ്പർശന കൊണ്ട് ധന്യമായ റായയിര്. ബഹുമാനപ്പെട്ട ശൈഖുന ഖാസിം ഉസ്താദ് പോലത്തെ ആലിമീങ്ങൾ ആരിഫീങ്ങൾ ദർസ് മുദരിസായിട്ടിന്ന ജാഗയിര്, എത്രയോ സ്വാലിഹീങ്ങൾ കടന്നുറങ്ങിയിട്ടുള്ള ജാഗയത്, പണ്ടത്തെ പുരാണ കാലത്തിലെ സമയത്ത് സുജൂദിട്ട സ്വാലിഹീങ്ങൾ ഇന്ന ജാഗയിര്. പടച്ചവന് ഈ റായത്തിൽ സുന്ദരമായ സഹചാരി സെന്റർ ഉണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നിന്റെ ബാലക്കാർ തീരുമാനാക്കണത് നാളെ ക്രിക്കറ്റ് ടൂർണമെന്റ് കളിക്കുക എവിടേക്ക് പോണ്ടേണ്ടല്ലടാ. ഫുട്ബോൾ ഗ്രൗണ്ടിൽ എന്തിനാ നാളെ ആക്കണ, ഏത് കളി കളിക്കണ ഏതുണ്ടുമല്ലടാ. എങ്ങനായിട്ട് ഇവിടെ കബഡി പന്ത്യാട്ട എവിടെ തുടങ്ങിട ഏത് ചെന്നിട്ടുമല്ലടാ. റായത്തിൽ ക്ലബ് എങ്ങനെ തുടങ്ങിട ചെന്നിട്ടല്ലടാ. നോമ്പുളി ഏത് ജാഗ ടേറം കളിക്കട ചെന്നിട്ടല്ലടാ. ലൂടെങ്ങനെ കളിക്കണ ഏത് ചെന്നിട്ട് പഠിപ്പാട്ടതല്ലടാ. ബദൽ റായത്തിൽ ഗലാട്ടിയും അടിപ്പിടിയും കുളുമാളും അക്കടെ എങ്ങനെയുണ്ട് പഠിപ്പാട്ടതല്ലടാ. ബദലുക്ക് നിന്റെ ആ സെന്ററിൽ നടക്കണതാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയത്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പാട്ടിയത്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പഠിപ്പാട്ടിയത്, സകലമാന സ്വഹാബത്തും പഠിപ്പാട്ടിയത്, ബഹുമാനപ്പെട്ട അമ്പിയാക്കന്മാർ പഠിപ്പാട്ടിയത്. രോഗിമാരെ ശുശ്രൂഷ ആക്കണായതെങ്ങനെ ഞങ്ങളെ റായത്തില്, ഞങ്ങളെ മഹല്ലത്തില്, ഞങ്ങളെ പള്ളിയുടെ പരിസരത്തില് എത്ര രോഗിമാരുള്ളത്, അതിൽ മറந்துക്ക് കാസില്ലാത്ത എത്ര ആളുള്ളത്, അതേപോലെ എത്ര ആൾക്ക് യന്ത്രത്തിലുള്ള മറന്നിന്റെ അഗത്യമുണ്ടോ, എത്ര ആള് ഡയാലിസിസ് ആക്കടങ്ങ ഉള്ളത്, എത്ര ആള് സമത്തിൽ ദൈക്കുക തീരാണ്ട് അതേപോലെ വീൽ ചെയർ ഇല്ലാത്ത ഉള്ളത്, സമത്തിൽ ബെഡില്ലാണ്ട് കിടന്നിട്ട് പുണ്ണാവിടെ ആള് മാറി എത്ര ഉള്ളത്. ഇതെല്ലാം കാനേഷ് മരിയെടുത്തിട്ടത് അങ്ങ് രോഗത്തെ കാലത്തിലും അങ്ങ് ശുശ്രൂഷ ആക്കിട പോലോത്തെ നല്ലൊരു ബാലക്കാരെ കൂട്ടലാമോണേ. അവിടെ നടക്കണ മീറ്റിംഗ് അള്ളാഹു പൊരുത്തപ്പെട്ടത് മാത്രം അവിടെ ചിന്തനയാക്കണത്. എന്തോരു ഭാഗ്യളായ കേസോടെ ബാലക്കാരക. അതുകൊണ്ട് മനുഷ്യരെ, ആണിങ്ങളെ, പെണ്ണിങ്ങളെ, ചെറിയ വയസ്സിൽ നിന്റെ മക്കളെ SKBVയുടെ മുഖാന്തര, SKSSയുടെ മുഖാന്തര പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് ഖാദിമിങ്ങളാവുന്ന പ്രയത്നാക്ക്, ബഹുമാനപ്പെട്ട സമസ്തത്തെ ഖാദിമിങ്ങളാവുന്ന പ്രയത്നാക്ക് ഉണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈ ഉമ്മത്തിന് അത്യുന്നത നേതാവായിട്ട് സയ്യിദുൽ ഉലമാ നേതൃത്വം കൊടുത്തോണ്ടുള്ളത്, ബഹുമാനപ്പെട്ട ശൈഖുനാ ആലിക്കുട്ടി ഉസ്താദ് നേതൃത്വം കൊടുത്തോണ്ടുള്ള സമസ്ത ചെറുടെ മഹിതമായ സംഘടനയുണ്ടല്ലേ. അത് നിന്റെ ഉർക്കളും തപ്പുദാരിക വിളിച്ചും പോയിട്ടില്ല. ബദലക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിപ്പാട്ടിയതുപോലെ ദീനി ദഅവത്ത് മാത്രം ಅದರ ഉദ്ദേശ, നിന്റെ ഖൽബുക ഈമാനികമായ പ്രകാശിയുടെ ഉദ്ദേശം മാത്രം അതുക്കുള്ളത്. അങ്ങനെ അത് തുടങ്ങി വെച്ചിട്ട് നിന്റെ ബോബട നിന്റെ അജ്ജട വയസ്സായത്തിൽ അതിനെ കാണാൻ അപ്പുറത്തിൽ വയസ്സായത് 99 സായത്തില ആ സംരംഭം മൂടെ തുടങ്ങി വെച്ചിട്ട് ഇണ്ട് ഞങ്ങളെ SKS ഇവിടെ ബാലക്കാർ അതിന് ഖാദിമിങ്ങളായിട്ടുള്ള രണ്ട് കണ്ടെങ്കിൽ ബംഗളൂർ പോലത്തെ ജാഗിലും മൈസൂരിൽ അതിന് സുന്ദരമായ സമ്മേളനം നടക്കുമ്പോഴത്തേക്ക് ഈ റായത്തിനോട് കാസ് ചെലവാക്കിയിട്ട് അതിന്റെ പിറകിൽ പോണ്ട രണ്ട് കണ്ടെങ്കിൽ ഒരു ദുരുദ്ദേശം അതിന്റെ പിറകിലില്ലടാ, ഒരു സ്ഥാനമാണ് അതിന്റെ പിറകിലില്ലടാ, ഏതെങ്കിലും ഒരു രാജകീയ പക്ഷത്തെ ലീഡറാവിടെ ഉദ്ദേശം അതിലില്ലടാ, നക്ക് എന്തെങ്കിലും സന്മാനം ആക്കണോ ചെല്ല ഉദ്ദേശം ഞങ്ങൾക്കില്ലടാ, നന്റെ സേവയുടെ ആറും ഗുരുതിസണോ ചെല്ല ഉദ്ദേശം ഇല്ലടാ മോണേ. എത്രമോ മയ്യത്ത് ഗംഗ മയ്യത്ത് കട്ടിലേക്ക് കാള് കൊടുത്ത കൈ കൊടുത്തറ, എത്രമോ മയ്യത്ത് കട്ടിലുടെ കാള് ഗംഗ കൈ കൊടുത്തറള. കാണ്ടില്ല കൊറോണ ചെളുടെ മുസീബത്ത് ആ മഹാമാരി പ്രപഞ്ചത്തിക്ക് വന്നപ്പോ മയ്യത്ത് തൊടു
നോക്കു സമയത്ത് വിടാത്ത പരിസ്ഥിതി വന്നപ്പോ മാപ്പിള മരിച്ചപ്പോ പിന്നീട് സമയത്ത് നോക്കുക വിട്ടില്ല, ബാപ്പ മരിച്ചപ്പോ മക്കളെ നോക്കുക വിട്ടില്ല, മക്ക മരിച്ചപ്പോ ഉമ്മ വന്നിട്ടൊന്നും നോക്കുക സമയത്ത് വിട്ടിട്ടില്ല. ഈ രൂപത്തിൽ ദയനീയമായ രൂപത്തിൽ കൊറോണ ചെണ്ട മുസീബത്ത് വ്യാപകമായപ്പോ മയ്യത്ര കണ്ണാരെ കണ്ടതിലാമോണ് ഖബർസ്ഥാനത്ത് JCB ഹിറ്റാച്ചും വന്നിട്ടായിട്ട് കിട കബറെടുക്കടത് തായ് കബറ് ചെണ്ട ബസ്തില്ല മീസ് അതേപോലെ മൂട് കല്ല് ചെണ്ടത് മൂടകന്തുമില്ല ബദലക്ക് പള്ളില തുണില മയ്യത്തതെ മനുഷ്യ തൊടാത്ത രൂപത്തിൽ കൊമ്പോയിട്ട് അതിലേക്ക് താത്തി വീച്ചിട്ട് കൊട്ടും പിക്കാസും സമയത്ത് ഇല്ലാണ്ട് JCB മണ്ണിട്ടിട്ട് നിറച്ചപ്പോ മൂടുകല്ല് സമയത്ത് ഇല്ലാണ്ട് നേരെ എത്രമോ മുസൽമാനുടെ മയ്യത്തിന് മേലേക്ക് മണ്ണ് JCB ഇട്ടപ്പോ അവിടെ മയ്യത്ത് നിസ്കരിക്കുക ആളില്ലാത്ത സന്ദർഭം വന്നപ്പോ ഒന്ന് ലാസ്റ്റ് ഒന്ന് മുഖം നോക്കിയിട്ടൊന്ന് യാസീനോദിന് ദ്വാരക്കൊക്കെ ആളില്ലാത്ത പരിസ്ഥിതി വന്നപ്പോ പടച്ചവനെ സമസ്ത ചെളുടെ മഹിതമായ ആലിമീങ്ങളെ സംഘടന ഉഷാറായിട്ട് അതൊന്ന് ഇഷാറത്തായിട്ട് അതിന്റെ പാലക്കാർക്ക് നിർദ്ദേശം കൊടുത്തു, പേടിക്കണ്ട, റായത്തെ ആരോഗ്യ ഇലാഖയുടെ സമ്പർക്ക ആക്കുറന്നിങ്ങ, പോലീസ് ഇലാഖയുടെ സമ്പർക്ക ആക്കുറന്നിങ്ങ, ഹോസ്പിറ്റലിന്റെ സമ്പർക്ക ആക്കുറന്നിങ്ങ, തവക്കൽതു അലല്ലാഹ് ചെന്നൊരു രംഗത്ത് കിളിയൊരു മനുഷ്യര് പാലക്കാർ ഇളിഞ്ഞറ് വേണായ കിട്ടും കോട്ടും ഇട്ടിട്ട് ഇളിഞ്ഞറ് ഇന്ന് ഹോസ്പിറ്റലിൽ പോയറ് ഡോക്ടർമാരെ കണ്ടറ് ആരോഗ്യ ഇലാഖയുടെ കണ്ടാൽ കണ്ടറ് അതേപോലെ ഡിപ്പാർട്ട്മെന്റല്ല കണ്ടറ് ഞങ്ങൾക്ക് ജവാബ്ദാരിയുള്ള മയ്യത്ത് ഞങ്ങൾക്ക് വിട്ടു തറു മനുഷ്യരെ. ആരതോ ഉമ്മയുടെ മയ്യത്ത്, ആരതോ ബാപ്പയുടെ മയ്യത്ത്, ആരതോ പെഞ്ഞിയുടെ മയ്യത്ത്, ആരതോ മാപ്പിളയുടെ മയ്യത്ത്, ആരതോ മക്കളെ മയ്യത്ത്, ഗുരുത്തപുറത്ത് എന്തുമില്ലാത്തൊരു സംബന്ധം ഇല്ലാത്തൊരു കൂട്ടില്ലാത്ത മയ്യത്ത്, ഏതേത് റായത്തെ മയ്യത്ത് അങ്ങനെ കൊമ്പോയറ് SKS ഇവിടെ ആംബുലൻസ് ഇതാക്കിട്ട് മയ്യത്ത് കൊമ്പന്നിട്ട് കയ്യാറെ കുളിപ്പാട്ടിയറ് കയ്യാറെ കഫനാക്കിയറ് അതേപോലെ എല്ലാം ആയൽ പിന്നെ മയ്യത്ത് നിസ്കരിച്ചറ് യാസീനോദിയറ് ഖബർസ്ഥാനത്തിൽ അതേപോലെ തായ് കബർ എള്ളിട്ട് മയ്യത്ര സാധാരണ മയ്യത്ര പോലെ ദഫനാക്കിയറ് മൂട് കല്ലുള്ള ബീച്ചിൽ പിന്നെ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ ചെന്നിട്ട് 3 പിടി മണ്ണിട്ടിട്ട് കൊട്ടുമണ്ണെല്ലാം ഇട്ടിട്ട് മീസാൻ കല്ല് കുത്തി വെച്ചിട്ട് കബറുള്ള സമാക്കിയൽ പിന്നെ അതേപോലെ മയ്യത്ര മുട്ടതിന്റെ തൽഖീൻ ഓതിര യാസീൻ ഓതിര ദുആർ എന്നിട്ട് ആ മക്ബാലക്കാർ ഔത്തുക വന്നറ് അല്ലാഹു ദൈനംദിന എത്ര മയ്യത്ത് ഒരേ നാള് കഴിഞ്ഞപ്പോ മറ്റേ ആളുമാർ ഇസ്ലാം മുസ്ലിം അല്ലാത്ത നോൺ മുസ്ലിങ്ങളായ ആളുമാര് ഞങ്ങളെ ശവത്തെ ഞങ്ങളെ ചകത്തെ അല്ലെങ്കിൽ ഞങ്ങളെ ഡെഡ് ബോഡിയുടെ ദഫനാക്കുക ആളില്ലാത്ത പരിസ്ഥിതി വന്ന് ഹോസ്പിറ്റലിന്റെ മോർച്ചറിലും ഹോസ്പിറ്റലിന്റെ പിത്തിലും ചീഞ്ഞ് നാറുടെ പോലത്തെ പരിസ്ഥിതി വന്ന് ഞങ്ങളെ കുടുംബത്തെ സമയത്ത് തൊടുകുമുട്ട വന്നില്ല, ഡോക്ടർമാർ മുട്ട വന്നില്ല. പടച്ചവനാജാകിക്കും SKS ഇവിടെ പാലക്കാർ എത്തിയറ് സ്വന്തം കുടുംബത്തെ ആളുമാരെ മയ്യത്ര ഉദ്ധാക്കിയത് പോലെ ഗൗരവപൂർവമായിട്ടും അതിനെ കൊമ്പോയിട്ട് ഞങ്ങളുടെ സംസ്കൃതി പ്രകാരം അതിനെ ദഫനാക്കിയറ് മനുഷ്യ ചെന്നോണ്ടുള്ളത് ഇങ്ങനത്തെ സ്വറ ആക്കുക വേണായിട്ട് റെഡി ആയിട്ടുള്ള ഒരു വിഭാഗം SKS ഇവിടെ ആളുമാർ വികായത്തെയും സഹചാരുടെയും ഇതുപോലത്തെ ആളുമാർ വയനാട്ടിൽ കണ്ടില്ല മനുഷ്യര് നൂറുകണക്കിൽ ആളുമാർ സുബയ്യ അവിടെ കാണുമെന്നുള്ള ഭൂമിയുടെ അടിഭാഗത്തേക്ക് താണുപോയപ്പോ ജീവത്തെ ഹങ്ക് വിട്ടിട്ടതാ ഓരോരോ മയ്യത്തും ഉദ്ധാക്കി നടന്നൊരു പടച്ചേതല്ല രൂപത്തില് കേവല കൈ മാത്രം കിട്ടിയ മയ്യത്തുണ്ടതില് കാള് മാത്രം കിട്ടിയതുണ്ടു, തലയില്ല തടിയുണ്ടു, തടിയുണ്ട് തലയില്ല. ഇങ്ങനത്തെ എത്രമോ മയ്യത്ത് ഓരോരോ മയ്യത്ത് തുണിയുടെ കണ്ട ജന ഉദ്ധാക്കി എടുക്കുന്ന സന്ദർഭത്തില് കേവല കൊടലുമാലമാ കർല ബോട്ടിയ ഇത് മാത്രം കൈക്ക് കിട്ടിയത് അതല്ല കൊമ്പോയിട്ട് SKS ഇവിടെ പാലക്കാർ ദഫനാക്കിയറ് അത്രത്തോളം ഹിദമത്തെടുത്തറ് മനുഷ്യ. അങ്ങനത്തെ മഹിതമായ സംഘടനകള് നിന്റെ മോണക്ക് ഹിദമത്തെടുക്കണ അവകാശം കിട്ടിയങ്ക മളലിടെ മുസ്ലിമേ, മളലിടെ ഉമ്മമാരേ ബാപ്പന്മാരേ നിങ്ങ ഭാഗ്യവന്തന്മാർ എത്രയോ പാവത്തങ്ങളെ ദുആ ഉണ്ട് നിങ്ങക്ക്. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ജന്മ കൊടുത്തേക്ക് വേണായിട്ട് ഈ റായത്തെയും പററായത്തെയും എത്രയോ വയസ്സന്മാർ, എത്രയോ രോഗിമാർ, എത്രയോ അതേപോലെ ഡയാലിസിസ് ആക്കിക്കൊണ്ടുള്ള ആളുമാർ, എത്രയോ ക്യാൻസർ രോഗിമാർ, എത്രയോ അകയില്ലാത്ത ആളുമാർ, എത്രയോ യതീം മക്കളെ ദുആ ഉണ്ട് റബ്ബേ. ഞങ്ങൾക്ക് മാപ്പിള ഇല്ലെങ്കും ഇളവന്റെ മൂത്തവന്റെ ജാഗിൽ നിന്നിട്ട്
നിങ്ങൾക്ക് അക കിട്ടി തന്നറ തമ്പുരാനെ. അള്ളാഹുവേ ഹോസ്പിറ്റലിൽ കൊമ്പോക വ്യവസ്ഥ ഇല്ലെങ്കിലും സ്വന്തം മക്കളെ പോലെ പേരിച്ചിട്ട് അള്ളാഹുവേ ആംബുലൻസിൽ ഞങ്ങളെ കൊമ്പോയി തമ്പുരാനെ. ഡയാലിസിസ് കാസില്ലാത്ത ഗതികേട് വന്നപ്പോ സ്വന്തം ഔത്രങ്ങളെ പോലെ നോക്കിയിട്ട് ഡയാലിസിന്റെ വ്യവസ്ഥ ആക്കിയത് തമ്പുരാനെ. നടക്കുക തീരാത്ത പരിസ്ഥിതി വന്നപ്പോ ഊറുകോൾ ഉണ്ടാക്കി തന്നറ തമ്പുരാനെ. ഓട്ടർ ബെഡ് കാസില്ലാത്ത ദയനീയ പരിസ്ഥിതി വന്നിട്ട് രോഗി അങ്ങനെ പുണ്ണാവുക തുടങ്ങിയപ്പോ അതിന്റെ ബെഡിന്റെ വ്യവസ്ഥ ആക്കിയ തമ്പുരാനെ. സ്വന്തം ഉമ്മടല് കേട്ടതുപോലെ ബാപ്പടല് കേട്ടതുപോലെ യന്ത്ര വേണോ ചെന്നൊരു കേട്ടിട്ട് സഹകാറാക്കിയ തമ്പുരാനെ. അങ്ക് ജന്മ കൊടുത്ത ഉമ്മക്കും ബാപ്പക്കും ആഫിയത്ത് കൊടുക്കൂ അല്ലാ. രോഗിമാരെ ദുആക്ക് ഉത്തരവുണ്ടോളാ, രോഗിമാരെ ദുആക്ക് ഉത്തരവുണ്ടോളാ. നിന്റെ മോണ് സഹചാരി സെന്ററുടെ മുഖാന്തര രോഗിമാരെ ശുശ്രൂഷ ആക്കടെങ്ക, പാവത്തങ്ങളെ കണ്ണിടെ തണ്ണി ഒപ്പിടെങ്ക, അതേപോലെ ദാരിദ്ര്യവർഗത്തിൽ ഇന്ന് ആളുമാരെ ഭയത്തുക്ക് നിറക്കട പോലത്തെ വ്യവസ്ഥവനാക്കിയെങ്ക, നോമ്പ് തുറക്കുക സമയത്ത് ആഹാരം ഇല്ലാണ്ട് ദുഃഖപ്പെട്ട പോലത്തെ ആളുമാരെ ഗുരുത്തിച്ചിട്ട് അങ്ങ ബേങ്ങൊക്കെ കാക്കാണ്ട് നിന്റെ പിത്തൽക്ക് ബണ്ടത് കാക്കാണ്ട് അങ്ങനെ ഗുരുത്തിച്ചിട്ട് അവിടുത്തെ പിത്തൽക്ക് മുമ്പിട്ട് ആഹാരത്തെ റേഷനുടെ വ്യവസ്ഥ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ മോണുക്ക് നീ ജന്മ കൊടുത്തരെങ്കിൽ നീ ജന്മ കൊടുത്ത മക്കളെ കൂട്ടത്തില് അങ്ങനത്തെ മക്ക ഉള്ളറിയിട്ട് കണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ട നീ മരിച്ചെങ്ക നിന്റെ മക്ക മാത്രല്ല ദ്വാരക്കിടത്, നിന്റെ റായത്തങ്ങ മാത്രല്ല ദ്വാരക്കിടത്. ലക്ഷഗട്ടല് ബണ്ട ബഹുമാനപ്പെട്ട സമസ്തത്തെ ആലിമിങ്ങളെ ദുആ, സമസ്തത്തെ പ്രവർത്തകന്മാരെ ദുആ, സാലിഹീങ്ങളെ ദുആ, ഈ ഭൂലോകത്തിലെ സമസ്തത്തെ തെരിട പോലത്തെ ആളുമാർ എവിടെല്ലാം ഉള്ളറാ അങ്ങളെല്ലാരെയും ദുആ ഉണ്ടാവിടുള്ള. അതിനൊക്കെയാണ് വലിയൊരു സ്വത്ത് ബതുക്ക് നാളെ ആഖിറത്തുക്ക് എന്തിനു വേണായത് അതെല്ലാം ചിന്തനാക്കിട നല്ലവണാവുന്ന പ്രയത്നാക്ക. സമസ്തത്തെ ഹാദിമ്യങ്ങളാവാ, ബഹുമാനപ്പെട്ട ആലിമീങ്ങളെ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത് അങ്ങനെ ഞങ്ങളെ ജീവനവും അങ്ങനെ എന്തുകയാറ് ചെല്ലണം. ശൈഖുനാ മിത്തബൈൽ ഉസ്താദിര തെരിയാത്തവണ ഞങ്ങളെ മണൽ ചെല്ലറായത്തിലൊരാണും പെണ്ണുമില്ല. റബ്ബ് രാജാവായിട്ടിന്നവരാള്, ധാർമ്മിക നേതൃത്വത്തിൽ രാജാവായിട്ടിന്നവരാള്, എത്രയോ കോടീശ്വരന്മാരെ പരിചയിന്നവരാള്. അള്ളാഹുവെ ഫക്കീറുടെ പോലെ ജീവനം നടത്തിയത്, ഫക്കീറുടെ പോലെയായിട്ട് ജീവനം നടത്തിയത്. ഏത് പരിചയിന്നവനും പരിചയില്ലാത്തവനും ആ സന്നിധിക്ക് പോയെങ്കിൽ ഒരുപോലെ, എന്തില്ലാത്തവണ് പോയെങ്കിൽ ഒരുപോലെ, എന്ത് കഷ്ടത്തിൽ ഇന്നങ്ങ് പോയെങ്കിൽ ഇവിടെ സാന്ത്വനത്തെ പളക്ക ഇല്ലാണ്ട് ഇവിടെ വന്നോണ്ടില്ലാണ്ട്, ദുഃഖത്തിലും ബേജാറിലും കന്നഡ തണ്ണിയിൽ പാട്ടി പോയോണ്ടിന്നവണ് സന്തോളത്തിലില്ലാണ്ട് തിരിച്ചു വന്നോണ്ടില്ലാണ്ട്. മോളമങ്ങിലുണ്ടോ ഉസ്താദേ കാസുക്ക് എത്തിയില്ലാണ്ട് ചെന്നപ്പോ കീസിൽ നിന്നതെല്ലാം എണ്ണാണ്ട് നോക്കാണ്ട് നോട്ട് സമയത്ത് എങ്ങത്തെ തീണ്ട് നോക്കാണ്ട് കോരി മാറി കൊടുത്തത് കണ്ണാരെ കണ്ടര്. കഷ്ടത്താളുമാറെ കഷ്ടത്തെ തിരിഞ്ഞോണ്ടിന്ന ഒരാള് ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് തപ്പാക്കട ആളുമാറെ തിദ്ದುപടിയാക്കിയോണ്ട് നല്ലതാക്കട ആളുമാർക്ക് പ്രോത്സാഹം കൊടുത്തോണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിക്ക് എങ്ങനെ ദീന് പഠിപ്പാട്ടൊക്കെ വേണായിട്ട് അല്ലാഹുവിന്റെ റസൂലുടെ കടത്തിറാ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉത്തരാധികാരിയായിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് ഞങ്ങൾക്ക് നേതൃത്വം തന്ന് മനുഷ്യ ഞങ്ങൾക്ക് ജീവിച്ചിട്ട് പഠിപ്പാട്ടി തന്നത് ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ്. എങ്ങനെ ഒരു മനുഷ്യ ജീവനം നടത്തണോ, കാസിന്നെങ്കും ഇന്നില്ലെങ്കും എങ്ങനെ ഒരു മനുഷ്യ വേണായത് ഇതെല്ലാം ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് ഞങ്ങൾക്ക് ഇളയായിട്ട് ജീവിച്ചിട്ട് കാട്ടിത്തന്ന് അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധ സ്വഹാബത്തുക്ക് ജീവിച്ച് കാട്ടിക്കൊടുത്തത് പോലെ അല്ലാഹുവിന്റെ ഹബീബ് എങ്ങനെ ഒരു മനുഷ്യ ജീവനം നടത്തണായത് ചെന്നിട്ട് ജീവിച്ചിട്ട് കാട്ടിക്കൊടുത്തത് പോലെ ശൈഖുനാ ഖാസിം ഉസ്താദ് ചെന്നല്ലേ എത്രമോ വർഷറായത്തെ ഖതീബായിട്ട് മുദരിസായിട്ട് നേതൃത്വം കൊടുത്ത് സുന്ദരമായ മണൽച്ചെണ്ട പ്രദേശം പഠിച്ചവന് വഫാത്താവുടെ സന്ദർഭത്തിലത് മരണത്തെ ശുഭവാർത്ത കിട്ടിയ ആള് ബഹുമാനപ്പെട്ട ശൈഖുനാ ഖാസിം ഉസ്താദ് വഫാത്ത് അവിടെ കാണ ഒരു നാള് മുന്നൂറ് അഥവാ പെരുന്നാട് ഒരു നാള് മുന്നൂറ് അറഫാത്ത് നാള് സകലമാണ് ഹജ്ജാജുമാറും അറഫത്തിലുള്ള ആളുമാർ ഞങ്ങളെ റായത്ത് ആളുമാർ അറഫത്ത് നോമ്പുളിന്ന സമയ ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് നോമ്പുളിന്ന കാല അല്ലാഹുവേ പെരുന്നാൾക്ക് പുതിയ കമീസ് കൊമ്പന്ന് വീച്ചത് ഒരു നാള് മുന്നിൽ പെഞ്ഞിടൽ ചെല്ലട് കടലോര പ്രദേശത്തിൽ ചേർന്നുറഞ്ഞ ജാഗ്യല് തന്നെല്ലാം വന്നിട്ട് അകല്ല പൂന്നിട്ട് വെള്ളത്തേക്ക് പോയ ജാഗ്യല് ഒന്ന് സന്ദർശനത്തേക്ക് പോകൂ, സാന്ത്വനത്തെ പളക്ക ചൊല്ലുക, റായത്തെ ആളുമാറെ സമാധാനാക്ക് പാട്ടൊക്കെ വേണായിട്ട് ശൈഖുനാ ഖാസിം ഉസ്താദ് ഉത്തര പോണ്ട സന്ദർഭത്തിൽ പെഞ്ഞിടൽ ചെല്ലട് നാളെ പെരുന്നാൾക്ക് കൊമ്പന്നിട്ടുന്ന കമീസ് ആ പുതിയ കമീസ് നിനക്ക് താണ്ട് ചെന്നപ്പോ തെഞ്ഞൈക്കേക്കിട് നാളത്തെ പെരുന്നാൾക്ക് പള്ളിക്ക് പോകുമ്പോഴത്തേക്ക് വേണായിട്ട് ഇടകുള്ളതല്ലേ അത് വേറെ പുതിയൊരു
കമീസ് ഇല്ലല്ലേ ഉണ്ട് ചെന്നപ്പോ ബഹുമാനപ്പെട്ട ശൈഖുനാ ഖാസിം ഉസ്താദ് ചെന്ന് അത് നക്ക് ഇപ്പമേ വേണു, നാളത്തെ ബിസിയല്ല, ഇപ്പൊ നക്ക് ആ കമീസ് വേണു. നാളത്തെ പെരുന്നാൾക്ക് കൊമ്പന്ന കമീസ് ഒരു നാള് മുന്നുൽ അറഫാടെ നാള് 2 നോമ്പും പിടിച്ചിട്ട് ശൈഖുനാ ഖാസിം ഉസ്താദ് പുതിയ കമീസും ഇട്ടിട്ട് കടലോര പ്രദേശത്തിൽ ചേറുള്ള നിറഞ്ഞ ജാഗക്ക് തണ്ണില്ല വന്നിട്ട് ഒഴുകിയ ജാഗക്ക് ഖാസിം ഉസ്താദ് പോയത് സാന്ത്വനത്തെ പളക്ക ചെന്ന് സമസ്തത്തെ പരിഹാര നിധിയിൽ നിന്നിട്ട് ഘോഷണാക്കിയ കാസെല്ലാം കൊടുത്തിട്ട് പരിഹാരം കൊടുത്തിട്ട് എല്ലാവർക്കും സമാധാന ചെന്ത് അങ്കെല്ലാവർക്കും ദ്വാരന്നത്ത് ദ്വാര പാട്യത്ത് എന്തോരു ചന്തത്തെ മരണം നോക്കുള്ള മനുഷ്യ ഖാസിം ഉസ്താദ് അറഫാട നാളിടണ്ട് അതല്ല കഴിഞ്ഞൽ പിന്നെ റിട്ടേൺ ഔത്തുകു ബണ്ടെതിരെ ഇടലതാ ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് മുട്ടയിന്നല്ലോഹുടെ ഔലിയാക്കന്മാരെ സന്നിധിക്ക് സിയാറത്തുക്ക് പോയത് സിയാറത്ത് കളിയലോടുകൂടെ എല്ലാ ഉത്തരവാദിത്വം നിറവേറ്റിയലോടുകൂടെ ശൈഖുനാ ഖാസിം ഉസ്താദ് ചെറിയൊരു നമ്പല പോലെ വേറെ നമ്പല പോലെ ഖാസിം നെഞ്ഞി നമ്പല പോലെ ഖാസിം ഉസ്താദിനെ മല്ലേ കാറിലുദ്ദാക്കി ഈ പാട്ടിയറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കാസർഗോഡിൽ തുടങ്ങി വെച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മൈക്കാലത്തെ ഇന്ത്യാണ് ഹോസ്പിറ്റൽ പിത്തൽ തോള എത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് കുടിക്കൊക്കെ തണ്ണി കൊടുത്തപ്പോ നക്കു നോമ്പുണ്ട് നാണ് നോമ്പ് തുറക്കുക തയ്യാറില്ല തണ്ണി വേണ്ട ചന്ദ്ര ഖാസിം ഉസ്താദ് അങ്ങനെ ഹോസ്പിറ്റലിലെ പിത്തൽ എത്തിയപ്പോ ഡോക്ടർമാർക്ക് ആവട്ടു നഴ്സുമാർക്ക് ആവട്ടു ഇഞ്ചക്ഷൻ ആവക്കോക്കൂ ടെസ്റ്റ് ആക്കോക്കൂ വയറല്ല ബായികല്ല വയറല്ല തള്ളി വെച്ചിട്ട് വെന്റിലേറ്റർക്ക് കിടപ്പാട്ടു ഇന്ന വ്യവസ്ഥ ഒന്നും ആക്കി കൊടുത്തില്ല അതുക്കുള്ള സൗകര്യം അതുക്കുള്ള സമയത്തെ വിട്ടുകൊടുത്തില്ല ഖാസിം ഉസ്താദ് അതിനെ കാണും ഒന്നുള്ള ഹോസ്പിറ്റലിന്റെ പിത്തൽ എത്തിയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊന്നും നിണ്ടുപോയിട്ട് മുസ്ലിമേ പെരുന്നാളുണ്ട് മഗ്രിബ് അവിടെ സന്ദർഭത്തിലത് താന് നട്ടുവൾ ബൽത്തിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥിമാർ ആലിമീങ്ങൾ പഠിച്ചുകൊണ്ടുള്ള സുന്ദരമായ ഇമാം ഷാഫി സമുച്ചയത്തിൽ ഉപയോഗിച്ചിട്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ഖാസിം ഉസ്താദ് ആ ഖബർസ്ഥാനത്തിൽ പുതിയ ആപ്പിള കിടക്കുന്നത് പോലെ പുതിയ കമീസും ഇട്ടിട്ട് പെരുന്നാളുടെ സന്ദർഭത്തിൽ സ്വാഗതാക്കുക ഖബർസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് കണ്ടെങ്കിൽ അതായിട്ട് ഇവിടെ സാലിഹ്യങ്ങളെ മരണമോണേ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉത്രഉൽഗത്തിൽ റൂമുൽഗത്തിൽ പുണ്യ ഹബീബിയുടെ ശറഫാകപ്പെട്ട ശരീരത്തെ 2 നാൾ കഴിഞ്ഞാൽ പിന്നെ പൊതനാസരണ്ട് ദഫനാക്കിയിട്ട് പിന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുടെയും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലയുടെ ഭാഗത്തിൽ ദഫനാക്കിയിട്ട് മുസ്ലിമേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തത സഹചാരി ആണിങ്ങളെ കൂട്ടത്തിൽ ഫസ്റ്റ് ഇസ്ലാം സ്വീകരിച്ച ആള് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലാങ്ങിട്ടിന്ന ആള് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ പോകുമ്പോഴത്തേക്കും ഒട്ടിക ഇന്ന ആള് ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തന്റെ മോളെ മങ്ങിലാക്കി കൊടുത്തിട്ടിന്നെങ്കിൽ കാക്കായിട്ടിന്ന ആള് ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു പുണ്യ ഹബീബിയുടെ കാലയുടെ ഭാഗത്തിൽ കിടക്കട സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട് കണ്ടെങ്കിൽ മൂന്നാമത്തെ ആളാറുണ്ട് തിരിയണ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഏതൊരു യാത്രയുടെയും ഏതൊരു യുദ്ധത്തെ ചരിത്രത്തിലെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന വ അബൂബക്കറും വ ഉമറും അന വ അബൂബക്കറും വ ഉമറും നാണും അബൂബക്കറും ഉമറും ഒട്ടിಗೆ ഇന്ന നാണും അബൂബക്കറും ഉമറും ഒട്ടിಗೆ പോയിട്ടിന്ന നാണും അബൂബക്കറും ഉമറും ഒട്ടിಗೆ നിന്നിട്ടിന്ന നാണും അബൂബക്കറും ഉമറും ഒട്ടിಗೆ ചിരിച്ചോണ്ടിന്ന ഇങ്ങനെ അബൂബക്കറും ഉമറും ഏത് സന്ദർഭത്തിലും ഒട്ടിಗೆ ഇന്ന രണ്ടാളുമാർ അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതേപോലെ അബൂ ലുഅലുഅത്തിന്റെ മജൂസിയായ മനുഷ്യരുടെ വിഷലിപ്തമായ കടാരി കൊണ്ടിട്ട് അടി പോന്നിട്ടോ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സീരിയസ് ഇന്ന് ഔത്തുകു കൊമ്പോയപ്പോ ചോരെല്ലാം ഒഴുകുക തുടങ്ങിയപ്പോ ഏത് ട്രീറ്റ്മെന്റും നടക്കാത്ത പരിസ്ഥിതി വന്നപ്പോ ഡോക്ടർമാർ കൈവിട്ട ഉമർ അമീറുൽ മുഅ്മിനീൻ തങ്ങളെ ഇന്ന് രക്ഷപ്പെടുത്തുക ഞങ്ങളെ കൊണ്ട് സാധ്യയില്ല കൈവിട്ടപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മോനെ അബ്ദുല്ലാഹുടെ വിളിക്കണമോനെ ആയിഷ ഉമ്മയുടെ ഉടുക്ക് പോണോ പോയിട്ട് നന്റെ സലാം ഉമറുടെ സലാം ചൊല്ലണം ഖലീഫയുടെ സലാമല്ല ചൊല്ലണായത് ഉമറുടെ സലാം ചൊല്ലണം ഖലീഫ ആണ്ട് ചെല്ലണ്ടാണ്ട് പ്രത്യേക മോണ്ടൽ വസിയത്താക്കട പോയിട്ട് ആയിഷ ഉമ്മയുടെ മുട്ട പോണോ പോയിട്ട് ചൊല്ലണം ആയിഷ ഉമ്മ
നിന്റെ ബാപ്പ ഉമർ ഇന്നാലിന്ന പരിസ്ഥിതിയിലുണ്ടോ ചെന്നിട്ട് ഫസ്റ്റ് കുന്ന് സലാം ചൊല്ലണോ, പിന്നെ നിന്റെ പരിസ്ഥിതി ചൊല്ലണോ, അതിൽ ബില്ല് ചൊല്ലണോ. ഉമ്മ നിന്റെ ബാപ്പ കുറെ ആശവുണ്ടു, നിന്റെ ബാപ്പ മരിച്ചെങ്ക ഷഹീദായെങ്ക അള്ളാഹുവിന്റെ ഹബീബുടെയും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മുട്ടത്തില് കിടക്കൊന്നു നിന്റെ ബാപ്പകൊന്ന് സൗകര്യാക്കി കൊടുക്കമാ. മോണ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു ആയിഷ ഉമ്മടെ ഔത്തുക്ക് പോയി അഥവാ പുണ്യ ഹബീബ് ഉണ്ട് കടന്നുറങ്ങുള്ള റൗള ഷരീഫായിട്ട് അകാതെ ആയിഷ ഉമ്മടെ മുട്ട പോയിട്ട് ചെല്ലട്. ആയിഷ ഉമ്മ അസ്സലാമു അലൈക്കും ചെല്ല സലാം ചെല്ലട്, ബാപ്പടെ സലാമും ചെല്ലട്. ബിസിയുള്ള ചന്ത് ലാസ്റ്റ് ചന്ത് ഉമ്മ നിങ്ങളെ പെർമിഷൻ കേൾക്കുക വന്നത് അള്ളാന്റെ റസൂലും സിദ്ദീഖുൽ അക്ബർ കിടന്നിട്ടുള്ള ജാഗകളൊന്നും കിടക്കുക നിന്റെ ബാപ്പക്കൊന്ന് സൗകര്യാക്കി കൊടുക്കമാ. ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ ചെല്ലടെ നിന്റെ ബാപ്പടല് പോയിട്ട് ചെല്ലറ്. നാണ് മരിച്ചൽ പിന്നെ നിന്റെ ബാപ്പയായിട്ട് ഇവിടെ സിദ്ദീഖുൽ അക്ബറുടെ മുട്ട, നിന്റെ മാപ്പിളയായിട്ട് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട കിടക്കൊക്കെ ഒരേ ഒരു ജാഗ ഉള്ളത്. അത് നക്ക് പേച്ചിട്ടിന്നത് അത് ഉണ്ട് ഉമർ കേക്കിടുണ്ട് കണ്ടെങ്കിൽ ആ ജാഗില് നന്റെ കാണയാറെ കിടക്കുക അർഹത ഉള്ളത് അത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളായിട്ട് കിടുമോണേ. ഉമർ തങ്ങൾ കേട്ടൽ പിന്നെ നാണത് എടുത്ത് പോയിക്കിടക്ക് അർത്ഥമില്ല. ചെന്നിട്ട് ആയിഷ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ ഔത്ര പറുതിലിഞ്ഞു കൊടുത്തു. സ്വഹാബത്ത് ഖബറെടുക്കുക തുടങ്ങിയറ്. വന്നിട്ട് മോണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചെല്ലട് യാ പാപ്പാ ആ ജാഗട നിങ്ങക്ക് വിട്ടു തന്ത് ബാപ്പാ. അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പടച്ചവനെ എനിക്ക് സ്തുതി തമ്പുരാനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലയുടെ ശരീരത്തിൽ ചോരങ്ങനെ ഒഴുകിയോണ്ടുണ്ട്, വയറല്ല കീറിട്ട് സമ്പൂർണ്ണമായിട്ടും ചോര ഒഴുകിയോണ്ടുണ്ട്. ആ സന്ദർഭത്തിൽ അൽഹംദുലില്ലാ ചന്ദ്ര ചിരിക്കുക തുടങ്ങിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വഫാത്തായി പിന്നെ ശറഫാക്കപ്പെട്ട ശരീരത്തെ കൊമ്പോയിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലയുടെ മുട്ടത്തിൽ കൊമ്പോയിട്ട് കിടപ്പാടി വെച്ചിട്ട് ഇണ്ടും മനുഷ്യ ആ റൗള ശരീഫയുടെ ഉൾഗത്തില് ഈ മൂന്നാളല്ലാത്ത നാലാമത്തെ ഖബറില്ലളാ. ആ റൗള ശരീഫിൽ മൂന്നല്ലാത്ത നാലാമത്തെ ഖബറില്ലളാ. അവിടെ ബോർഡ് വെച്ചിട്ട് ഹാദാ റസൂലുള്ളാഹ്, ഇത് റസൂലുള്ളാഹിയുടെ ഖബർ ശരീഫുള്ള ജാഗ സലാം ചൊല്ലറോ. ഇപ്പുറത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പേരുണ്ട് സലാം ചൊല്ലുകോ. സിയാറത്ത് പോയെങ്കിൽ മൂന്നാമത്തെ സലാം ചൊല്ലുകോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഖബർ ശരീഫുണ്ട് മനുഷ്യരെ. ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബയിൽ ഉസ്താദ് ആ കിടന്നിട്ടുള്ള ജാഗ ഒന്ന് നോക്കിയതല്ലേ, ആ കിടന്നിട്ടുള്ള ജാഗ നോക്കിയതല്ല മുസ്ലിമേ. ആ ഖബർ സിയാറത്താക്കി ജാഗ നോക്കിയതല്ല മുസ്ലിമേ. അവിടെ 3 സാലിഹീങ്ങളെ ഖബറുണ്ട്. അത് ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദ് മിത്തബയിൽ ഉസ്താദ് യാറെ ഇഷ്ടപ്പെട്ട ഖബറായിട്ടിക്കട്, യാറെ പിരിസപ്പെട്ട ആളുമാറായിട്ടിന്നറ്, മുട്ടത്തെ ചങ്ങായിമാറായിട്ടിന്നറ്, കഷ്ടവും സുഖവും പരസ്പര ഷെയറാക്കിക്കൊണ്ടിരുന്ന ആളുമാറായിട്ടിന്നറ്. ഒന്ന് ബഹുമാനപ്പെട്ട വലിയുല്ലാഹി അബ്ദുൽ, അതേപോലെ ബഹുമാനപ്പെട്ട അടിയാർ കണ്ണൂർ മുഹമ്മദ് ഹാജി, അടിയാർ കണ്ണൂർ മുഹമ്മദ് ഹാജി ചിലരുടെ മഹാനായ ഒരു വലിയ ഖബറായിട്ട് ഇവിടെ അജാഗിലുള്ളത്. അതിൽ പിന്നത്തെ ഖബറ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹാജി ആ വലിയ ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദിന് വലിയ പിരിസത്തെ ആള്. ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദ് കണ്ടോണ്ടും പളക്ക പറഞ്ഞോണ്ടും പഠിച്ചോണ്ടും ആ രൂപത്തിൽ കിതാബ് പഠിപ്പിച്ച് ചർച്ചയാക്കിക്കൊണ്ടിന്ന് വലിയൊരു പിരിസപ്പെട്ട ആള്. ആ വഫാത്തായൽ പിന്നത്തെ ഖബർ ആറുണ്ട് തിരിയണ മിത്തബയിൽ ചുമ്മ വർഷത്തിൽ ഖതീബായിട്ടിന്ന് ശൈഖുനാ മിത്തബയിൽ ഉസ്താദിനെ പിരിസത്തെ ചങ്ങായായിട്ടിന്ന്. എന്ത് വിഷയത്തും ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദിനെ മുട്ട പോയിട്ട് ചെന്നെങ്കിൽ നിങ്ങൾ അബ്ദുല്ല ഹാജിർ ഒന്ന് കാണണോ ചന്ദ്ര കടത്തിയോണ്ടിന്നെ. അത്രയും പിരിസപ്പെട്ട ആലിമായ ആരിഫായ അബ്ദുല്ല ഹാജി ചിലരുടെ മഹാനായ ഒരു ആലിമുടെ ഖബറായിട്ട് ഇവിടെ പിന്നെ ഉള്ളത്. ആ 2 ഖബറും പരസ്പരം ഇന്ന ചങ്ങായിമാര്. മൂന്നാമത്തെ ആൾ ആറുണ്ട് തിരിയണ ഈ ജണ്ടാളെ ചെമ്മ പിരിസഭയിച്ചോണ്ടിന്ന്, ജണ്ടാളും ചെമ്മ പിരിസഭയിച്ചോണ്ടിന്ന് ശൈഖുനാ
ഉസ്താദുൽ അസാതീദ് മിത്തബൈൽ ഉസ്താദ് ഖബറുമോണ്. ആ 3 ഖബർ കൽഞ്ഞൽ പിന്നെ ഇന്നവിടെ ദഫനാക്കുക ആരും ഇല്ല ചന്ദ്ര തീരുമാനാക്കിയിട്ട് കമ്മിറ്റിയുടെ ആളും മാറ് ഇന്റർലോക്കെല്ലാം ഇട്ടിട്ട് ഭദ്രമായിട്ട് ഫിനിഷ് ആക്കി വിട്ടറോട് ഇന്ന 4ാമത്തെ ഖബറോട് എല്ലോകില്ല അതുക്ക് അർഹത ഇന്ന ആളും കാണ്ടില്ല നാദാ. 4ാമത്തെ ഒരാൾ ഈ 3 ആളെ ഒട്ടിಗೆ കടക്കട പോലത്തെ ആളുമാർ ദക്ഷിണ കന്നഡ ജില്ലയിൽ കാണ്ടില്ല മനുഷ്യരെ. അങ്ങനെ ആയിട്ട് ഇവിടെ ഞങ്ങളെ സഹവാസം ഞങ്ങളെ പിരിസപ്പാടും ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഈ സമസ്ത ജൽദ മഹിതമായ സംഘടന 100 വർഷத்துக்கு മുന്നേ തുടങ്ങി വെച്ച വറക്കൽ മുല്ലക്കോയ തങ്ങൾ 39 സാദാത്യങ്ങൾ ആരിഫിങ്ങൾ ആലിമിങ്ങൾ ഔലിയാക്കന്മാരെ ഖബറുണ്ടവിടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നുൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അവരുടെ കുടുംബത്തങ്ങളെ ഖബറുണ്ടവിടെ. 39 ആളുമാറും തങ്ങന്മാരെ ഫാമിലിയുടെ പള്ളിയായിട്ട് അത് ജാഗ തങ്ങന്മാരെ ഇതായിട്ട് ആ തങ്ങന്മാരെ മാത്രം 39 ആളുമാരെ ദഫനാക്കിയത്. അങ്ങനെ കുറെ ടൈം കഴിഞ്ഞപ്പോ ശൈഖുനാ ശംസുൽ ഉലമാ സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് നടക്കുന്ന സന്ദർഭത്തിൽ നിന്ന് പോയിട്ട് ഒരു വിശേഷമുള്ള കൊണ്ടുകൊണ്ട് ചെന്ന് ആ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കടന്നിറങ്ങിയോണ്ടുള്ള ആ പള്ളിയുടെ പരിസരത്തുള്ള ജാഗടൊന്ന് സമസ്തക്ക് വിലക്കെടുക്കണോ. അങ്ങനെ ആ തങ്ങന്മാരിൽ പോയിട്ട് വളക്ക പറയണോ. ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ അതൊക്കെ നിയമക്കാക്കിയത് ചുരുക്കത്തിൽ ചെല്ലടെങ്ക അസ്ഹരി തങ്ങളെ സയ്യിദന്മാർ തങ്ങന്മാരെ കൂട്ടത്തിൽപ്പെട്ട ആളായ കാരണത്തില് അസ്ഹരി തങ്ങളെ തങ്ങ പോയിട്ട് തങ്ങന്മാരിൽ പോയിട്ട് കേട്ടത് ശൈഖുനാ ശംസുൽ ഉലമാ ആശമുണ്ടു ഈ ഖബറും പരിസരവുമുള്ള ജാഗ ഉണ്ടല്ലേ അതൊന്ന് സമസ്തക്ക് വിട്ടു കൊടുക്കണോളാ. അതിക്ക് ഇത്ര റേറ്റുണ്ടത് സമസ്ത തണ്ടവളാ. പള്ളിക്കും ഖബറുക്കും റേറ്റില്ല അത് വിട്ടിട്ട് ബാക്കിയുള്ള ജാഗ. അങ്ങനെ ചെന്നപ്പോ ആ തങ്ങന്മാർ തീരുമാനാക്കിയാറ് ശൈഖുനാ ശംസുൽ ഉലമാ അങ്ങത്തൊരു ആശ വെച്ചിട്ടുണ്ടെങ്കിൽ സമസ്ത അങ്ങത്തൊരു ആശ വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ടില്ലാണ്ട് എങ്ങനെ ചെല്ലട്ട് റബ്ബ് അങ്കിത് അർഹത ഉണ്ട് ഇത് പരിപാലനാക്കുക വേണമായിട്ട് ചെന്നിട്ട് അങ്ങനെ സമസ്തക്ക് വിട്ടുകൊടുത്തപ്പോ ശൈഖുനാ ശംസുൽ ഉലമാ ആ മീറ്റിംഗിലൊന്ന് ചെല്ലട് നിന്റെ പിരിസത്തെ ചങ്ങായിമാരെ ഉസ്താദന്മാരെ അലിമിങ്ങളെ നക്കൊരു ആശമുണ്ടു. ആ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കാളുടെ ഭാഗത്തിൽ കിടക്കുക ആശമുണ്ടോ ഒന്ന് സൗകര്യാക്കി തറമാ ചെന്നൊരു പെർമിഷൻ കേട്ടപ്പോ ശൈഖുനാ ശംസുൽ ഉലമാ 39 വർഷം ചില്ലറ 40 വർഷത്തോളം സമസ്തത്തെ കാര്യദർശി ആയിട്ട് ഇന്നാള് അങ്ങനത്തെ ആശ വെച്ചപ്പോ എങ്ങനെ ആവില്ലാണ്ട് ചെല്ലടത് സമസ്ത തീരുമാനാക്കിയിട്ട് അവിടെ ഒരു ഖബറാക്കുക ജാഗ ഉള്ളത്. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ശൈഖുനാ ശംസുൽ ഉലമാ ഒരു സുപ്രഭാതത്തിൽ വഫാത്തായൽ പിന്നെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങള് ശൈഖുനാ ശംസുൽ ഉലമാ യാറെ ഇഷ്ടപ്പെട്ടോണ്ടിന് യാറാ തത്വ സിദ്ധാന്തത്തെ പ്രചാരാക്കിയോണ്ടിന് ആ സമസ്തത്തിൽ 40 വർഷത്തോളം കാര്യദർശി ആയിട്ടിന് ആ സുന്ദരമായ ബഹുമാനപ്പെട്ട ശൈഖുനാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കിടന്നുറങ്ങിയോണ്ടുള്ള ഖബറുടെ പരിസരത്തില് 39 തങ്ങന്മാർ കിടന്നുറങ്ങിയോണ്ടുള്ള ജാഗകള് അതിലെ കാലയുടെ കീഴ്ഭാഗത്തില് ശൈഖുനാ ശംസുൽ ഉലമാ കിടന്നുറങ്ങിയോണ്ടുണ്ടോ. അതിൽ പിന്നെ സമസ്ത തീരുമാനാക്കിയത് ഇന്നൊരു ഖബറോട് എടുക്കുകയില്ല. 40ാമത്തെ ആള് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ തിരുസത്തെ മുസ്ലിമേ ജന്നത്തുൽ മുഅല്ല മക്കത്തെ ഖബർസ്ഥാനം നിങ്ങളെല്ലാവരും കണ്ടതല്ല സിയാറത്താക്കിയതല്ല പടച്ചറബേ കുടുംബ സഹിത കാണുന്ന സൗഭാഗ്യത തമ്പുരാനെ മക്കത്തെ ജന്നത്തുൽ മുഅല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിരക്കണക്കിന് സ്വഹാബത്തുകളെ ഖബറുണ്ട് അവിടെ. പ്രധാനപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹയാത്ത് കാലത്തിൽ വഫാത്തായ അല്ലാഹുവിന്റെ ഹബീബ് യാറെ ഇഷ്ടപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 3 ആണും 3 പെണ്ണുമക്കൾ അങ്ങനെ 6 മക്കൾക്ക് ജന്മം കൊടുത്ത ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു തആല അൻഹായുടെ ഖബർ അവിടെ ഉള്ളത്. ബഹുമാനപ്പെട്ട സമസ്തത്തെ നേതാവായിട്ടിന് സമസ്തത്തെ ഖാദിമായിട്ടിന് ദീർഘകാല സമസ്തത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ടിന് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളതാ 40ാമത്തെ വർഷത്തിൽ 40ാമത്തെ വട്ട ഹജ്ജിക്ക് പോയപ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ മക്കത്തെ ഹറമുള്ളായിട്ട് വഫാത്താവുന്നത്. ദീർഘമുണ്ട് ചരിത്ര മനുഷ്യര് വഫാത്ത് അവിടെ സന്ദർഭത്തിൽ വല്ലാത്തൊരു
ആസയന്ത് ഖദീജ ഉമ്മയുടെ കാലിന്റെ അടിഭാഗത്തിൽ കിടക്കണോ ചെന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഇണ്ട് കിടന്നുകൊണ്ടുള്ളത് ബഹുമാനപ്പെട്ട ഉമ്മ ഖദീജ റളിയല്ലാഹു തആല അൻഹ കിടന്നുകൊണ്ടുള്ള മക്കത്തെ സ്വർഗ്ഗഭൂമിയായിട്ട് ഇവിടെ ജന്നത്തുൽ മുഅല്ലത്തിൽ ആ കാലിന്റെ അടിഭാഗത്തിൽ മുസ്ലിമേ അങ്ങനത്തെ അലിമീങ്ങൾ നേതൃത്വം കൊടുത്തത് ഈ മഹിതമായ സംഘടന അതിന് അധീനത്തുള്ളത് ഈ മഹിതമായ SKSF ചെല്ലത് അതൊരു വിങ്ങായിട്ട് ഇവിടെ സഹചാരിയും വിക്കായും അതുപോലത്തെ കുറെ സഹസംഘടന അതിന് ഖാദിമാവിടെ ചെല്ലൊരു ഭാഗ്യം കിട്ടത് മുസ്ലിമേ അല്ലാഹു തആല തന്ന വലിയൊരു ഭാഗ്യ പാലക്കാറാ മളലി ചെല്ലുടെ SKSF നിങ്ങൾ നയിക്കിറങ്ങാണ്ട് കണ്ടെങ്കിൽ അതിന് ഖാദിമിങ്ങൾ ഉണ്ട് കണ്ടെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് റഹിമത്ത് തന്നിറാ ചെല്ലതൊരു അടയാള മക്കളെ അത് കൊണ്ട് പിടിച്ചോ SKSF മഹിതമായ പതാകടെ കെട്ടിപിടിച്ചോ മരിക്കട ലാസ്റ്റ് നിമിഷത്തോളം ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബയിൽ ഉസ്താദിനെ പോലത്തെ ആലിമ്യങ്ങൾ ആ കാട്ടിത്തന്ന നെണൽ സഞ്ചരിക്കുന്ന പ്രയത്നാക്കുക അല്ലാഹുവേ ഇത് കാറുള്ള സഹായ സഹകാരാക്കിടനാഥാ അങ്ങളെ ദുനിയാവും ആഖിറത്തിലും രക്ഷപ്പെടുത്ത് അല്ലാ ഇതിക്ക് വേണ്ടിട്ട് ആറല്ല ഓടി നടന്നിററാ തക്കതായ പ്രതിഫല ദുനിയാവും ആഖിറത്തിലും കൊടുക്കു റബ്ബേ ഞങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗികളിന്നെങ്കിൽ പടച്ചിറപ്പങ്ങളെ രോഗത്തെ സമ്പൂർണമായും ശിഫയാക്കി കൊടുക്കുക അല്ലാ ഞങ്ങളെ പെണ്ണുങ്ങളെയും പെണ്ണുമക്കളെയും സാലിഹ്യങ്ങളും സ്വർഗീയ വനിതകളും ആക്കുനാഥാ ഞങ്ങളെ ഉമ്മയും ബാപ്പയും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുക അല്ലാ ഞങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചു പോയിട്ട് നിങ്ങളെ ഖബർ വിശാലമാക്കുനാഥാ ബഹുമാനപ്പെട്ട സമസ്തത്തെ ഖാദിമിങ്ങളായിട്ട് ജീവനം നടത്തുന്നതിന് പിരിസബിക്കും സഹായാക്കുന്ന തൗഫീഖും സന്മനസ്സും നമുക്കും നിങ്ങളുടെ കുടുംബത്തിനും നീ താനാദാ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.